ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ದೇವರ ಅತಿಪರಿಶುದ್ಧ ನಾಮ ಮಹಿಮೆಯಾಗಲಿ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ದೇವರ ಬದಲಾವಣೆ ಇಲ್ಲದೆ ಇರುವಂತಹ ವಾಕ್ಯದೊಂದಿಗೆ നിങ്ങളുടെ മധ്യ ആയിരിക്കാൻ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇರುವುದಕ್ಕಾಗಿ ദൈവം ഒരുക്കിയ മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ದೇವರು ಕೊಟ್ಟಂತ ಈ ದೊಡ್ಡ ಸೌಭಾಗ್ಯಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ എനിക്ക് ഈ അവകാശം ഒരുക്കി തന്ന ಈ ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಟ್ಟಂತಹ പ്രിയ ദേവദാസനോടും ಪ್ರಿಯ ದೇವರ എല്ലാ പാസ്റ്റേഴ്സ് അവരുടെ കുടുംബത്തിനും ಎಲ್ಲ ಸಭಾಪಾಲಕರಿಗೂ ಅವರ കുട്ടികൾ മുതൽ വലിയവർക്കും ಸಣ್ಣ ಮಕ್ಕಳಿಂದ ದೊಡ್ಡವರವರೆಗೂ മാത്രമല്ല ഓൺലൈനിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ಆನ್ಲೈನ್ ನಲ್ಲಿಯೂ ಕೂಡ ನಮ್ಮನ್ನು ಶ್ರದ್ಧಿಸುತ್ತಿರುವಂತಹ വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ಬೇಗನೆ ಬರುವಂತಹ ಕ್ರಿಸ್ತೇಶುವಿನ ನಾಮದಲ್ಲಿ ഞങ്ങളുടെ സ്നേഹവന്ദനം ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ. ನಮ್ಮ ಪ್ರೀತಿಯನ್ನು ವಂದನೆಯನ್ನು ನಿಮಗೆ ಹೇಳಲು ಬಯಸುತ್ತಿದ್ದೇವೆ. ഇന്ന് പകൽക്കാലം ಈ ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ദൈവവചനം പറയുമ്പോൾ ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತಿರುವಾಗ സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക എന്നുള്ളത്. ಸಮಯದಲ್ಲಿಯೂ ಅಸಮಯದಲ್ಲಿಯೂ ನಾವು ಸಿದ್ಧರಾಗಿರಬೇಕು. ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നിൽ ದೇವರ ವಾಕ್ಯದ ಮುಂದೆ കുടുംബമായി ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ಕುಟುಂಬವಾಗಿ ನಮ್ಮನ್ನು ನಾವು ತಗ್ಗಿಸಿಕೊಡುತ್ತೇವೆ. വചനം പറയുമ്പോൾ ವಾಕ್ಯ ಹೇಳುತ್ತಿರುವಾಗ ആരും അലക്ഷ്യരാകിയിരിക്കല്ലേ. ಯಾರು ಅಲಕ್ಷ್ಯವಾಗಿ നമുക്ക് കിട്ടിയിരിക്കുന്ന അമൂല്യ സമയമാണ് ಇದು ಸಿಕ್ಕಿರುವಂತ ನಮ್ಮ ಅಮೂಲ್ಯ അവിടെ ഇവിടെ നമ്മുടെ മനസ്സിനെ പതറിക്കാതെ ಆಚೆ ಈಚೆ ನಮ್ಮ ಮನಸ್ಸನ್ನು തിരുവചനം പറയുന്നത് ഹൃദയത്തിലേക്ക് ആഴമായി സംഗ്രഹിക്കുക. ಅದು ಹೃದಯದ ಆಳದಲ್ಲಿ ನಮ್ಮ ವಾಕ್ಯವನ್ನು ಸಂಗ್ರಹಿಸಬೇಕು. മുന്നിൽ വരുന്ന സമയത്ത് ಮುಂದೆ ಬರುವಂತ ಸಮಯಗಳಲ್ಲಿ ഇത് നമുക്ക് ഫലമായി ദൈവം ഉപയോഗിക്കും. ಇದು ನಮಗೆ ಫಲವಾಗಿ ದೇವರು ಉಪಯೋಗಿಸುತ್ತಾರೆ. ആഴ്ചയിലെ 6 ദിവസം നമ്മളെ വിട്ടുപോയി, ವಾರದಲ್ಲಿ 6 ದಿವಸ ನಮ್ಮನ್ನು ಬಿಟ್ಟು ಹೋಗಿ 7ാം ദിവസം ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. 7ನೇ ದಿವಸ ದೇವರಿಗಾಗಿ ನಾವು ഇത് ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത സമയമാണ്. ಇದು ದೇವರಿಗಾಗಿ ಬೇರ್ಪಡಿಸಲ್ಪಟ್ಟಂತ ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധത്തിലിരിക്കുന്ന സമയമാണിത്. ದೇವರೊಂದಿಗೆ ಇರುವಂತ ಒಂದು ಸಂಬಂಧದ ಸಮಯ. എത്രയും നമുക്ക് ഇഷ്ടമുള്ളവരോട് ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, ಎಷ್ಟು ನಾವು ಇಷ್ಟವುಳ್ಳವರೊಂದಿಗೆ ಇರಲಿಕ್ಕೆ ಬಯಸುತ್ತೇವೆ. ചിലപ്പോൾ ഊണ് വിടുവായിരിക്കും, ಕೆಲವು ಸಲ ಊಟ ಬಿಡಬಹುದು, വെള്ളം കുടിക്കത്തില്ല, ನೀರು ಕುಡಿಯುವುದಿಲ್ಲ, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും, ಅವರೊಂದಿಗೆ ನಾವು ಮಾತಾಡ್ತಾ ഹൃദയത്തിലെ എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യും. ಹೃದಯದ ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನು ಅವರೊಟ್ಟಿಗೆ അവരെ വിട്ട് പിരിയാൻ നമുക്ക് മനസ്സില്ല. ಅವರನ್ನು ಬಿಟ್ಟು ಹೋಗಲಿಕ್ಕೆ ಮನಸ್ಸಾಗುತ್ತದೆ. അപ്രകാരം ഇന്ന് പകൽക്കാലം ಆ ರೀತಿಯಾಗಿ ಈ ಬೆಳಗಿನ ಸಮಯ യേശുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ಯೇಸುವಿನೊಂದಿಗೆ ಒಂದು ಸಂಬಂಧ, യേശുവിന്റെ ഈ വചനം ഓരോന്ന് കേൾക്കുമ്പോൾ, ಯೇಸುವಿನ ಈ ವಾಕ್ಯಗಳು ಒಂದೊಂದು ಕೇಳುವಾಗ അധികമായി ഇനി എനിക്ക് വേണമെന്നുള്ള ആശയോടുകൂടി, ಇನ್ನು ಹೆಚ್ಚೆಚ್ಚಾಗಿ ನನಗೆ ಬೇಕು ಎಂಬ ഇനി എനിക്ക് വചനത്തിന്റെ ആഴത്തിലേക്ക് പോകണമെന്നുള്ള ആശയോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ ಇನ್ನು ನಾನು ಆಳವಾಗಿ ವಾಕ್ಯದಲ್ಲಿ ಹೋಗಬೇಕೆಂಬಂತ ಮನಸ್ಸೊಂದಿಗಿರಬೇಕು. ദൈവം നമ്മളോട് സംസാരിക്കും. ಹಾಗಿದ್ದರೆ ದೇವರು ನಮ್ಮ ಸಂಗಡ ಮಾತಾಡುತ್ತಾನೆ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ಬಯಸುವಂತ ಆತ್ಮಗಳನ್ನು തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ತೃಪ್ತಿಪಡಿಸುವ ದೇವರು. ഇന്ന് പാൽക്കാലം ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ಇವತ್ತು ಬೆಳಿಗ್ಗೆ ಆಗ್ರಹಿಸುವಂತ ಬಯಸುವಂತ ಆತ್ಮಗಳನ್ನು തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ತೃಪ್ತಿಪಡಿಸುವಂತ ഞാൻ വിശ്വസിക്കുന്നു, ನಾನು ನಂಬುತ್ತೇನೆ, ചില അത്ഭുതങ്ങൾ ദൈവം ഇവിടെ ചെയ്തെടുക്കും. ಕೆಲವು ಅದ್ಭುತಗಳು ഈ വചനത്തിൽ കൂടെ ചില വിടുതലുകൾ ദൈവം ಈ ചെയ്തെടുക്കും. ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ಕೆಲವು സഭയിൽ ചില വിശ്വസ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ಕೆಲವು ವಿಶ್ವಾಸ ಯೋಗ್ಯರನ್ನು ದೇವರು ಎಬ್ಬಿಸುತ್ತಾನೆ. ചില വിശ്വസ്തകളെ ദൈവം ആലയത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ಈ ಸಭೆಯಿಂದ ಕೆಲವು ವಿಶ್ವಾಸ ಯೋಗ್ಯರಿರುವವರನ್ನು ಎಬ್ಬಿಸ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എനിക്കിന്ന് ഭാഷ അനുവാദം ചെയ്യുന്ന ദൈവദാസനോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ದೇವರ ದಾಸರು ಭಾಷಾಂತರ ಮಾಡುತ್ತಿರುವವರಿಗೂ ನನ್ನ ಹೃದಯದ ಆಳದ ವಂದನೆ. എനിക്ക് വേണേ ഹിന്ദിയിൽ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ನನಗೆ ಬೇಕಾದ್ರೆ ಹಿಂದಿಯಲ್ಲಿ ಮಾಡಬಹುದು ಎಂಬುದಾಗಿ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ആ ഭാഷ വിട്ട് വേറെ ഇപ്പോൾ ദൈവം ടാലന്റ് തന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഉപയോഗിച്ചാട്ടെന്ന് പറഞ്ഞു. ಆದರೂ ಕೂಡ ದೇವರು ನನಗೆ ಆ ತಲಾಂತು ಕೊಟ್ಟಿದ್ದಾನೆ, ದೇವರು ಉಪಯೋಗಿಸಲಿ ಎಂಬುದಾಗಿ ನೆಲೆಸಿದೆ. അതെന്തിനാണെന്നറിയാമോ? ಯಾಕೆ ಗೊತ್ತಾ? ഈ വചനം അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കാൻ ಈ വേണ്ടിയാണ്. ವಾಕ್ಯ ಇರುವ ಹಾಗೆ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಕೊಡ್ಲಿಕ್ಕೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇന്നത്തെ എൻ്റെ വചനത്തിന്റെ ശീർഷകം വിശ്വസ്തത എന്നുള്ളതാണ്. ಇವತ್ತು ನನ್ನ ಸಂದೇಶದ ಶೀರ್ಷಕ ಈ ರೀತಿಯಾಗಿದೆ, ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಎಂಬುದಾಗಿ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറയാം, വിശ്വസ്തത. ನಿಮ್ಮ ಅಕ್ಕಪಕ್ಕದಲ್ಲಿ ಕೈ ಕೊಟ್ಟು ಹೇಳಿ, ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ. വിശ്വസ്തത. നവൽക്കാലം നമ്മൾ നോക്കാൻ പോകുന്നത് വചനത്തിൽ കൂടെ വിശ്വസ്തന്മാരെ എങ്ങനെയാണ് ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. ಇವತ್ತು ಬೆಳಿಗ್ಗೆ ನಾವು ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ನೋಡ್ಲಿಕ್ಕಿದ್ದೇವೆ, ವಿಶ್ವಾಸ ಯೋಗ್ಯರನ್ನು ದೇವರು ಹೇಗೆ ಅನುಗ್ರಹಿಸುತ್ತಾರೆ. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത ഏറ്റവും ಇಂಪಾರ್ಟೆಂಟ್ ആയിട്ടുള്ള കാര്യമാണ്. ದೇವರ ಮಕ್ಕಳ ಜೀವಿತದಲ್ಲಿ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಅಂತ ಹೇಳುವುದು ಬಹಳ ಪ್ರಮುಖವಾದ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളി കേൾക്കണമെങ്കിൽ, ಒಳ್ಳೆ ವಿಶ್ವಾಸ ಯೋಗ್ಯನಾದ ದಾಸನೇ ಎಂಬ ಕರೆಯನ್ನು ಕೇಳಿ വിശ്വസ്തർക്ക് മാത്രമേ ആ വിളി കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. ವಿಶ್ವಾಸ ಯೋಗ್ಯರಿಗೆ ಮಾತ್ರ ಕರೆ ಕೇಳಲಿಕ್ಕೆ ಸಾಧ್ಯ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനാധാരമായി നമുക്ക് സങ്കീർത്തന പുസ്തകം 12ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ಅದಕ್ಕೆ ಆಧಾರವಾಗಿ ಕೀರ್ತನೆ 12ನೇ ಅಧ್ಯಾಯ ಅದರ 1 ಹಾಗೂ 2ನೇ ವಾಕ್ಯ
ವಾಕ್ಯ ನಾವು ಈ ಸಮಯದಲ್ಲಿ ಓದಿಕೊಳ್ಳುವ. ಕೀರ್ತನೆ 12 ಅದರ 1 ಹಾಗೂ 2ನೇ ವಾಕ್ಯ. ಸ್ಯಾಮ್ಸ್ ಚಾಪ್ಟರ್ 12 ವರ್ಸ್ 1 and 2. ಯೆಹೋವನೇ ರಕ್ಷಿಸು, ಭಕ್ತರು ಮುಗಿದು ಹೋಗಿದ್ದಾರೆ, ಜನರೊಳಗೆ ನಂಬಿಕೆಯುಳ್ಳವರು ಕಾಣಿಸುವುದೇ ಇಲ್ಲ. ಪ್ರತಿಯೊಬ್ಬರು ನೆರೆಯವರೊಡನೆ ಹುಸಿಯನ್ನಾಡುತ್ತಾರೆ. ಅವರ ವಂಚನೆ ತುಟಿಗಳಿಂದ ಹೊರಗೊಂದು ಒಳಗೊಂದು ಮಾತಾಡುತ್ತಾರೆ. ഹല്ലേലൂയ. യഹോവേ രക്ഷിക്കണമേ. യഹോവനെ രക്ഷിസു. ഭക്തനായ ദാവീദ് ഇപ്രകാരം പറയുകയാണ്. ഭക്തനാದ ದಾವೀದನು ಈ ರೀತಿಯಾಗಿ ಹೇಳ್ತಾ ಇದ್ದಾನೆ. ഭക്തന്മാർ ഇല്ലാതെ പോവുകയാണ്. ഭക്തರು ಮುಗಿದು ಹೋಗಿದ್ದಾರೆ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അയ്യോ, ವಿಶ್ವಾಸ ಯೋಗ್ಯರು ಮನುಷ್ಯರಲ್ಲಿ ಕಾಣಿಸುತ್ತೇ ಇಲ್ಲ. എന്താ കാര്യമെന്നറിയാമോ? ಏನು ಕಾರ್ಯ ಎಂಬುದಾಗಿ ഓരോരുവൻ ಒಬ್ಬೊಬ್ಬರು താന്താന്റെ ಅವರವರ കൂട്ടുകാരനോട് ಅವರ ನೆರೆಯವರೊಂದಿಗೆ വ്യാജം സംസാരിക്കുന്നു, ಹುಸಿಯನ್ನಾಡುತ್ತಾರೆ. കപടമുള്ള ಕಪಟ ಇರುವ അതിരത്തോടും ಆ ತುಟಿಗಳೊಂದಿಗೆ ഇരു മനസ്സോടും കൂടെ ಎರಡು ಮನಸ್ಸುಗಳೊಂದಿಗೆ അവർ സംസാരിക്കുന്നു. ಅವರು ಮಾತಾಡುತ್ತಾರೆ. അപ്പം ಆಗ വിശ്വസ്തത ഇല്ലാത്തവർ ഉണ്ടാകാനുള്ള കാര്യം വ്യക്തമായി ദാവീദ് അവിടെ പറഞ്ഞിരിക്കുക. ಅಲ್ಲಿ ಹೇಳ್ತಾ ಇರುವುದು ದಾವೀದನು ವಿಶ್ವಾಸ ಯೋಗ್ಯರು ಇಲ್ಲದೆ ಹೋಗುವಂತ ಸಂಭವವಾಗಿದೆ. ഓരോരുവൻ തന്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുകയാണ്. ಒಬ್ಬೊಬ್ಬರು ತಮ್ಮ ನೆರೆಯವರೊಂದಿಗೆ ಹುಸಿಯನ್ನು ಮಾತಾಡ್ತಾ ಇದ್ದಾರೆ. സത്യം അവരുടെ ഹൃദയത്തിലില്ല. ಸತ್ಯ ಅವರ ಹೃದಯದಲ್ಲಿ ಇಲ್ಲ. കപടമുള്ള അതിരത്തോടാണ് അവിടെ സംസാരിക്കുന്നത്. ಕಪಟ ಇರುವಂತ ತುಟಿಗಳೊಂದಿಗೆ ಮಾತಾಡ್ತಾ ഇരു മനസ്സോട് കൂടിയാണ് അവർ സംസാരിക്കുന്നത്. ಎರಡು ಮನಸ್ಸಿನೊಂದಿಗೆ ಮಾತಾಡ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. എനിക്ക് അനേക വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോട്ടെ. ഈ വാക്യങ്ങൾ ഈ വചനം സംസാരിക്കുമ്പോൾ ಅನೇಕ ವಾಕ್ಯಗಳು ನನಗೆ ಹೇಳಲಿಕ್ಕಿದೆ. ನಾನು ಬೇಗನೆ ಎಲ್ಲವನ್ನೂ ಹೇಳಿ ಹೋಗಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. ഈ വചനം സംസാരിക്കുമ്പോൾ ಈ ವಾಕ್ಯಗಳನ್ನು ನಾನು നമ്മൾ ಹೇಳುವಾಗ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ನಾವು ನಮ್ಮನ್ನೇ ಒಂದು ദേവദാസൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു. ಹೋದ ವಾರದಲ್ಲಿ ದೇವರದಾಸರು ಪ್ರಸಂಗ ദാവീദ് ഇപ്രകാരം പറയുകയാണ്, ದಾವೀದನು ಹೀಗೆ ഈ ಹೇಳಿದನು, സോപ്പ് കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ಈ ಸೋಪ್ ಬರಲಿನಿಂದ ನನ್ನನ್ನು ಶುದ್ಧೀಕರಿಸು. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ പരണമേ. ನಿರ್ಮಲವಾದ ಹೃದಯವನ್ನು ನನಗೆ ആ ಕೊಡು. നിർമ്മലമായ ഹൃദയം നമ്മളിൽ വേണമെങ്കിൽ ಆ ನಿರ್ಮಲವಾದ ಹೃದಯ ನಮಗೆ ಬೇಕಾದ ഇരു മനസ്സ് നമ്മളിൽ നിന്ന് പോണം. ಎರಡು ಮನಸ್ಸಿರುವುದು കപട സ്വഭാവം നമ്മളിൽ നിന്ന് പോണം. ಕಪಟ ಸ್ವಭಾವ, വ്യാജ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് പോണം. ವ್ಯಾಜ್ಯವಾದ എന്നാൽ ಸ್ವಭಾವ മാത്രമേ വിശ്വസ്തത ദൈവസന്നിധി കാണിക്കുവാൻ പറ്റുകയുള്ളൂ. ಹಾಗಾದರೆ ಮಾತ್ರ ವಿಶ್ವಾಸ ಯೋಗ್ಯರಾಗಿ ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಇರಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ജെറമ്യ 5:3 ഇപ്രകാരം വായിക്കുകയാണ്. ಯೆರೆಮೀಯ ಬರೆದ ಗ್ರಂಥ ಅದರ 5ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ ಹೀಗೆ ಹೇಳುತ್ತದೆ, യഹോവേ നിന്റെ കണ്ണ് ಯೆಹೋವನೇ ನಿನ್ನ ಕಣ್ಣುಗಳು വിശ്വസ്തതയല്ലയോ നോക്കുന്നത്. ವಿಶ್ವಾಸ ಯೋಗ್ಯರನ್ನು ನೋಡುತ್ತಿದೆ. യഹോവയുടെ കണ്ണ് വിശ്വസ്തതയെ നോക്കുകയാണ്. ವಿಶ್ವಾಸ ಯೋಗ್ಯರನ್ನು ಯೆಹೋವನ ಕಣ್ಣು ನೋಡುತ್ತಿದೆ. പ്രോവർബ്സ് 20:6 പറയുന്നത്, ಅದು ಜ್ಞಾನೋಕ್ತಿ 20 ಅದರ 3ರಲ್ಲಿ ಹೇಳ್ತಾ ಇರುವುದು. 6ാം വാക്യത്തിൽ പറയുന്നത്, 6ನೇ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುತ್ತಿದೆ, ಸ್ನೇಹಿತರೆಂದು ಹೇಳಿಕೊಳ್ಳುವರು ಬಹು ಮಂದಿ, ನಂಬಿಗಸ್ತನಾದ ಸ್ನೇಹಿತನು എല്ലി സിക്കുവನು. ആമേൻ, ഹല്ലേലൂയ. വ്യക്തമായി ഹല്ലേലൂയ ഒരു ഉപദേശം പോലെ പറ. മിക്ക മനുഷ്യരും തങ്ങളോട് മിക്ക മനുഷ്യരും ಎಲ್ಲ ಮನುಷ್ಯರು തങ്ങളോട് ദയാലുവായ ತನ್ನೊಂದಿಗೆ ದಯ ಇರುವಂತ ഒരുത്തനെ കാണും, ಒಬ್ಬರನ್ನು ಕಾಣುತ್ತಾರೆ. എന്നാൽ ಆದರೆ വിശ്വസ്തനായ ವಿಶ್ವಸ್ತರಾಗಿ ഒരുവനെ ആർ കണ്ടെത്തും? ಒಬ್ಬರನ್ನು ಯಾರು ನೋಡುತ್ತಾರೆ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കെല്ലാം ആഗ്രഹമാണ് വിശ്വസ്തരായി നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ ഒരു വ്യക്തിനെ. ನಮಗೆ ಒಳ್ಳೆ ಆಗ್ರಹವಾಗಿದೆ ನಮ್ಮ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯೊಂದಿಗೆ ಅವರಿಗೆ ನಮ್ಮ ಕಾರ್ಯಗಳನ್ನು എല്ലാം ഒന്നും ആരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യത്തില്ല. ಎಲ್ಲವನ್ನು ಎಲ್ಲರೊಂದಿಗೆ ನಾವು ಹೇಳಲು നമുക്കറിയാം ആരോട് എന്തോ പറയണം. ನಮಗೆ ಗೊತ್ತಿದೆ ಯಾರ ಹತ್ರ ನಾವು ഒന്നുവേള നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെളിയിൽ പോയ പിന്നെ ജീവമാനത്തിൽ ആ വ്യക്തിയുമായി നമ്മൾ പിന്നെ ഒന്നും പറയത്തില്ല. ಒಂದು ವೇಳೆ ನಾವು ಹೇಳಿದಂತ ಕಾರ್ಯ ಅದು ಹೊರಗೆ ಹೋದರೆ ಮತ್ತೆ ಜೀವಮಾನದಲ್ಲಿ ಆ ವ್ಯಕ್ತಿ ಹತ್ರ ನಾವು ಏನು ಹೇಳುವುದಿಲ್ಲ. വിശ്വസ്തനായ ഒരുവനെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. ವಿಶ್ವಾಸ ಯೋಗ್ಯರಾಗಿರುವಂತ ವ್ಯಕ್ತಿಯನ್ನು ಕಂಡುಹಿಡುವುದು ಬಹಳ ಪ್ರಯಾಸವಾದ ಕಾರ್ಯವಾಗಿದೆ. 1 ಕೊರಿಂಥ್ಯർ 4 ಅಧ್ಯಾಯ 2 ವಾಕ್ಯ ವಾയിക്കുമ്പോൾ 1 ಕೊರಿಂಥ್ಯ ಅದರ 4ನೇ ಅಧ್ಯಾಯ 2ನೇ ವಾಕ್ಯ ನೋಡುವಾಗ 1 Corinthians chapter 4 verse 2, ಹೀಗಿರಲು ಮನೆಯ ವಾರ್ತೆಯನ್ನು ನಂಬಿಗಸ್ತನಾಗಿ ಕಂಡುಬರುವುದು ಅವಶ್ಯವೇ. അതെ, ನನಗಾದರೂ ನಿಮ್ಮಿಂದಾಗಲಿ ಮನುಷ್ಯರು ನೇಮಿಸಿರುವ ದಿನದಲ್ಲಾಗುವ ನ್ಯಾಯ ಸಭೆಯಿಂದಾಗಲಿ ವಿಚಾರಣೆ ಆಗುವುದು ಅತ್ಯಲ್ಪ ಕಾರ್ಯವಾಗಿದೆ. ಹೀಗಿರಲು ಮನೆ ವಾರ್ತೆಯನ್ನು ನಂಬಿಗಸ್ತನಾಗಿ ಕಂಡುಬರುವುದು ಅವಶ್ಯವೇ. ആമേൻ, ഹല്ലേലൂയ. ഗ്രഹവിചാരകന്മാരിൽ
ಮನೆ ವಾರ್ತೆಯವರ ಬಗ್ಗೆ അന്വേഷിക്കുന്നതോ ಅಲ್ಲಿ ಕೇಳ್ತಾ ಇರುವುದು അവർ വിശ്വസ്തരായിരിക്കണം. ಅವರು ವಿಶ್ವಾಸ ಯೋಗ್ಯರಾಗಿರಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്റെ ഹെഡിങ് അതാണ്. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരെന്നാണ് പറയുന്നത്. ಕ್ರಿಸ್ತನ ಅಪೋಸ್ತಲರ ಹೆಡ್ಡಿಂಗ್ ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ಕ್ರಿಸ್ತನ ഞങ്ങളെ ಅಪೋಸ್ತಲರು ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരാക്കിയിരിക്കുന്നതും ಅವರು ಕ್ರಿಸ್ತನ ಸೇವೆಯವರು ಎಂಬುದಾಗಿ എന്നിങ്ങനെ ಹೇಳುವಾಗ ഓരോരുവൻ എണ്ണിക്കൊള്ളട്ടെ. ಅವರು ಒಬ್ಬೊಬ್ಬರು ಹೀಗೆ ನೆನೆಸಿಕೊಳ್ಳಲಿ. അവർ വിശ്വസ്തരായിരിക്കണമെന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ಅವರಲ್ಲಿ ಕೆಳಗೆ ಬರೆಯಲ್ಪಟ್ಟಿರುವುದು ವಿಶ್ವಾಸ അപ്പൊ എന്താണ് ഈ വിശ്വസ്തത? ಏನಾಗಿದೆ ಈ ನಂಬಿಗಸ್ತಿಕೆ? കഷ്ടനഷ്ടങ്ങൾ നോക്കാതെയും ಕಷ್ಟ ನಷ್ಟಗಳನ್ನು ನೋಡದೆ, മാന അപമാനങ്ങൾ പരിഗണിക്കാതെയും ಮಾನ ಅಪಮಾನವನ್ನು ಯಾವುದು ಲೆಕ್ಕಕ್ಕಿಡದೆ ഏൽപ്പിക്കപ്പെട്ടതും ಅವರಿಗೆ ಕೊಡಲ್ಪಟ್ಟದ್ದು ഏറ്റെടുക്കുന്നതും ಅದನ್ನು ತೆಗೆದುಕೊಳ್ಳುವುದು പൂർത്തീകരിക്കുന്നതാണ് ಅದು ಪೂರ್ತಿಗರಿಸುವುದಾಗಿದೆ. വിശ്വസ്തത. ಅದಾಗಿದೆ ನಂಬಿಕೆ. വിശ്വസ്തയുടെ ഡെഫിനിഷൻ കിട്ടിയോ? ಈಗ പിടികിട്ടിയല്ലോ. ಗೊತ್ತಾಯ್ತಾ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯ ഒരു വിശ്വസ്തനായ ಏನು ಅರ್ಥ? വ്യക്തി എന്ന് പറയുന്നത് ಒಬ್ಬ ವಿಶ್ವಾಸ ಯೋಗ್ಯನೆಂಬ ವ್ಯಕ್ತಿ ಅಂತ ಹೇಳುವಾಗ കഷ്ടനഷ്ടങ്ങൾ നോക്കത്തില്ല. ಕಷ್ಟ ನಷ್ಟಗಳನ್ನು ನೋಡುವುದಿಲ್ಲ. അവർക്ക് വരുന്ന മാന അപമാനങ്ങൾ പരിഗണിക്കത്തില്ല. ಅವರಿಗೆ ಬರುವಂತ ಮಾನ ಅಪಮಾನ ನೋಡುವುದಿಲ್ಲ. അവരെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങള് ಅವರಿಗೆ ಕೊಡಲ್ಪಟ್ಟಂತ അവർ ಕಾರ್ಯಗಳು ഏറ്റെടുക്കും. ಅದನ್ನು ಅವರು അത് ಹಿಡಿದುಕೊಳ್ಳುತ್ತಾರೆ. പൂർത്തീകരിക്കുകയും ചെയ്യും. ಅದು ഇതാണ് ಪೂರ್ತಿಗರಿಸುವವರಾಗಿದ್ದಾರೆ. വിശ്വസ്തത എന്ന് പറയുന്നത്. ಅದಕ್ಕಾಗಿದೆ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ನಂಬಿಗಸ್ತಿಕೆ ಎಂಬುದಾಗಿ ಹೇಳುವುದು. പ്രശസ്തരാകുന്നതോ ആകാതിരിക്കുന്നതോ ആണ് വിശ്വസ്തത. ಪ್ರಶಸ್ತಿ ಬರುವುದೋ ಇಲ್ಲವದೋ ಯಾವುದು ಎಂಬುದಾಗಿ ಅಲ್ಲ. ಅಲ್ಲಿ അതൊന്നും യാതൊരു വിഷയവും അവർക്കില്ല. ಅವರಿಗೆ ಅದು ಯಾವ ವಿಷಯವೇ ಅಲ್ಲ. ദൈവവും മനുഷ്യരും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ് വിശ്വസ്തൻ. ದೇವರು ಇಷ್ಟಪಡುವಂತ ಒಂದು ಸ್ವಭಾವವಾಗಿದೆ ನಂಬಿಗಸ್ತಿಕೆ. വിശ്വസ്തർ എന്ന് പറയുന്ന നിയോഗമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യത്തില്ല. ಆ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಅಂತ ಹೇಳಿದ್ರೆ ಅವರು ಬೇಡವಾದ ಕಾರ್ಯಗಳನ್ನು ಯಾವುದು ಮಾಡುವುದೇ ಇಲ್ಲ. വിശ്വസ്തൻ എന്ന് പറയുന്ന കൃത്യനിഷ്ഠ പുലർത്തുവാൻ പരിശ്രമിക്കുന്നവനാണ്. ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಉಳ್ಳವರು, ನಂಬಿಗಸ್ತೆ ಉಳ್ಳವರು ಒಳ್ಳೆ ಕಾರ್ಯಗಳನ್ನೇ ಮಾಡುವವರಾಗಿದ್ದಾರೆ. നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വിശ്വസ്തയോടെ ചെയ്യുന്നത് വാക്കുകൂടാതെയുള്ള ഒരു സുവിശേഷീകരണമാണ്. ನಾವು ಕೆಲಸದ ಮೇഖಲೆಗಳಲ್ಲಿ ಮಾಡುವಂತ ಕಾರ್ಯಗಳಿರಬಹುದು, ಅದರ ಒಟ್ಟಿಗೆ ನಾವು ಸುವಾರ್ತೆಯನ್ನು ಹೇಳುವುದು ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಆಗಿದೆ. കൂടെ ജാതികൾ പോലും ദൈവത്തെ അറിയുവാൻ കാരണമായി തീരും. ಅದರ ಮೂಲಕವಾಗಿ ಅನ್ಯ ಜಾತಿಯವರಿಗೂ ಕೂಡ ದೇವರನ್ನು ತಿಳಿದುಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. യഥാസമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് വിശ്വസ്തത. ಯಥಾ ಸಮಯದಲ್ಲಿ ಮುಗಿಸುವುದಾಗಿದೆ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ. കാലം ദൈവം തിരയുന്നത് പ്രശസ്തരെയല്ല, വിശ്വസ്തരെയാണ് ദൈവം നോക്കുന്നത്. ಇವತ್ತು ದೇವರು ನೋಡುವುದು ಬಹಳ ಪ್ರಶಸ್ತಿ ಉಳ್ಳವರನ್ನೆಲ್ಲ, ವಿಶ್ವಾಸ ಯೋಗ್ಯರನ್ನಾಗಿದೆ. ഉദാഹരണമായി പറഞ്ഞാല് ಉದಾಹರಣೆಯಾಗಿ നാം ಹೇಳುವುದಾದರೆ എവിടെങ്കിലും താൽക്കാലികമായ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ನಾವು ತಾತ್ಕಾಲಿಕವಾದ ಒಂದು ಯಾತ್ರೆ ಹೋಗುವುದಾದರೆ ആരെയും നമ്മുടെ കാര്യങ്ങളോ അല്ലെ നമ്മുടെ താക്കോലോ നമ്മുടെ വീടിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോകത്തില്ല. ನಮ್ಮ ಕಾರ್ಯಗಳು, ನಮ್ಮ ಮನೆಯ ಚಾವಿಗಳು ಯಾರಿಗೋ ಸುಮ್ಮನೆ ಕೊಟ್ಟು നമ്മൾ ಹೋಗುವುದಿಲ್ಲ. ഏൽപ്പിക്കുന്ന ഒരു വിശ്വസ്തരായ വ്യക്തിയായിരിക്കും. ನಾವು ಕೊಟ್ಟು ಹೋಗುವುದು ವಿಶ್ವಾಸ ಯೋಗ್ಯರಿಗಾಗಿದೆ. തിരിച്ചു വരുമ്പോൾ ഉള്ളതെല്ലാം നശിപ്പിക്കുന്ന ഒരു വ്യക്തിയിൽ ഒരിക്കലും നമ്മൾ കൊടുക്കുകയില്ല. ಹಿಂದೆ ತಿರುಗಿ ಬರುವುದರೊಳಗಾಗಿ ಎಲ್ಲವನ್ನು ನಾಶ ಮಾಡುವಂತ ವ್ಯಕ್ತಿಗೆ ನಾವು ಕೊಡುವುದಿಲ್ಲ ಚಾವಿ. ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് ದೇವರ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಅಂತ ദൈവം തന്റെ ಹೇಳುವಾಗ വചനത്തിൽ വിശ്വസ്തനാണ്. ದೇವರು ತನ್ನ ವಾಕ್ಯದಲ್ಲಿ ವಿಶ್ವಾಸ സകല ಯೋಗ್ಯನಾಗಿದ್ದಾನೆ. മനുഷ്യരും അവിശ്വസ്തരായാലും ಎಲ್ಲ ಮನುಷ್ಯರು ಕೂಡ ಅಪನಂಬಿಗಸ್ತರಾದರೂ ಕೂಡ ദൈവം വിശ്വസ്തനാണ്. ದೇವರು ವಿಶ್ವಾಸ ಯೋಗ್ಯನು, ನಂಬಿಗಸ್ತನಾಗಿದ್ದಾನೆ. നമുക്കുള്ളത് സകലവും വിശ്വസിച്ച് ഏൽപ്പിക്കാന് ನಮ್ಮನ್ನು ಎಲ್ಲ ರೀತಿಯಲ್ಲಿ ನಂಬಿ ಅದನ್ನು ಕೊಡ್ಲಿಕ್ಕಾಗಿ പറ്റിയ അനുയോജ്യമായ ഒരു വ്യക്തി അത് യേശുവാണ്. ಎಲ್ಲವನ್ನು ಕೊಡ್ಲಿಕ್ಕಾಗಿ ಯೋಗ್ಯವಾದ ವ್ಯಕ್ತಿ ಅದು ಯೇಸು ಸ್ವಾಮಿ. യേശുവിന്റെ ആത്മാവിനെ പോലും പരമേൽപ്പിച്ചത് തന്റെ പിതാവിനെയാണ്. ಯೇಸುವು ಕೂಡ ತನ್ನ ಆತ್ಮವನ್ನು ತನ್ನ ತಂದೆಗೆ ಸಮರ್ಪಿಸಿದ. വേറെ ആരുടെയും കയ്യിൽ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചില്ല. ಬೇರೆ ಯಾರ ಕೈಯಲ್ಲೂ ತನ್ನ ಆತ್ಮವನ್ನು ಸಮರ್ಪಿಸಲಿಲ್ಲ. നീ വിശ്വസ്തനായി നിന്ന് ನೀನು ವಿಶ್ವಾಸ ಯೋಗ್ಯ, നിനക്കുള്ളതെല്ലാം ദൈവകരങ്ങളിൽ കൊടുത്താൽ ನಿನಗಿರುವುದೆಲ್ಲ ದೇವರ ಕೈಗಳಲ್ಲಿ ಸಮರ್ಪಿಸುವುದು. വിശ്വസ്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് ವಿಶ್ವಾಸ ಯೋಗ್ಯನಾಗಿರುವಂತ ನಂಬಿಗಸ್ತನಾಗಿರುವ ದೇವರು അനേകർക്ക് ಅನುಗ್ರಹಿಸುತ್ತಾನೆ. പ്രയോജനമുള്ളവനാക്കും. ಅನೇಕರಿಗೆ ಪ್ರಯೋಜನ ಉಳ್ಳವರಾಗಿ ಮಾಡುತ್ತಾನೆ. നാം ബൈബിൾ വായിക്കുമ്പോൾ ನಾವು ವಾಕ್ಯವನ್ನು ആ ಓದುವಾಗ ചെറിയ ബാലൻ ಆ ಸಣ್ಣ ಮಗನು തന്റെ കയ്യിലുള്ള ತನ್ನ ಕೈಯಲ್ಲಿ ആ 5 അപ്പവും 2 മീനും 5 ರೊಟ್ಟಿ 2 അത് ಮೀನನ್ನು കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ಅದು ಕರ್ತನ ಕೈಗಳಲ್ಲಿ ಕೊಟ್ಟಾಗ അത് വർദ്ധിപ്പിച്ച് അനേക ജനത്തിന് സംതൃപ്തിക്ക് കാരണമായി തീർന്നു. ಅದು ಗುಣಿಸಿ ಅನೇಕ ಜನರಿಗೆ ಸಂತೃಪ್ತಿ ಬರುವಂತಾಯಿತು. ബഹുപുരുഷാരത്തിന് അത് സമൃദ്ധിയായി തീർന്നു. ಅದು ಬಹಳ ಜನ ಸಮೂಹಕ್ಕೆ ಅನುಗ್ರಹವಾಗಿ ಒಂದು ವೇಳೆ ಆ ബാലൻ അത് കൊടുത്തില്ല എങ്കിൽ ಒಂದು ವೇಳೆ ಆ ಬಾಲಕನು ಅದನ್ನು ಕೊಡದೆ അവിടെ ಹೋಗಿದ್ದರೆ അത്ഭുതം നടക്കത്തില്ലായിരുന്നു. ಅಲ್ಲಿ ಅದ್ಭುತ ಆಗುವುದಿಲ್ಲ. എന്നാൽ അവന്റെ വിശ്വസ്തതയാണത്. ಆದ್ರೆ ಅವನ ನಂಬಿಗಸ್ತಿಕೆ, നിന്റെ പക്കൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ ನಿನ್ನ ಕಡೆ ಏನಿದೆ ಎಂಬುದಾಗಿ ശുദ്ധ ಕೇಳಿದಾಗ ഹൃദയത്തോടു കൂടി
ശുദ്ധ ഹൃദയത്തോടു കൂടി ಶುದ್ಧ ಹೃದಯದೊಂದಿಗೆ ತನ್ನ ಕೈಯಲ್ಲಿ ಆ ಮಾದಾವು ಕೊಡ್ತು ಬಿಟ್ಟ ಆ ಬ್ರೇಕ್ಫಾಸ್ಟ್ ಅಲ್ಲ ಲಂಚ್ ಇರಬಹುದು ಅದು ಆ ಶಿಶುಮಾರ ಕೈಯಲ್ಲಿ ತನ್ನ ತಾಯಿ ಕೊಟ್ಟು ಕಳಿಸಿದಂತ ಅದು ನಾಷ್ಟ ಇರಬಹುದು ಅಥವಾ ಮಧ್ಯಾಹ್ನದ ಭೋಜನವಿರಬಹುದು, ಅದನ್ನು ತಂದು ಅವನು ಕೊಟ್ಟ. ഞാൻ ഓർക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാൽ പാത്തു വെച്ചേനെ ಅದು ಒಂದು ವೇಳೆ ಇವತ್ತಿನ ಮಕ್ಕಳ ಹತ್ರ ಕೇಳಿದ್ರೆ ಅವರು ಅದನ್ನು ಮುಚ್ಚಿ അവർ ಇಡ್ತಿದ್ರು. ബാഗിന്റെ ഏതെങ്കിലും ഉറയിൽ മുച്ചി ഇട്ട് വിട്ടു. ಅದು ಯಾವ್ದಾದ್ರೂ ಬ್ಯಾಗಿನ ಮೂಲೆಯಲ್ಲಿ ಮುಚ್ಚಿ ಇಡ್ತಿದ್ರು. എന്നാൽ അവൻ നിഷ്കളങ്കനായിരുന്നു. ಆದ್ರೆ ಅವನು ನಿಷ್ಕಳಂಕನಾಗಿದ್ದಾನೆ. അവൻ ഹല്ലേലൂയ ചോദിച്ച തക്ഷണമേ എടുത്ത് കൈ കൊടുക്കുക. ಅದು ಕೇಳಿದ ತಕ್ಷಣವೇ ಅವನು ಅದನ್ನು ಕೊಟ್ಟು അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി കാരണമായി ಅದು തീർന്നു. ದೇವರ ನಾಮದ നമുക്ക് ಮಹಿಮೆಗಾಗಿ അങ്ങനത്തെ ഒരു ಅದು ശുദ്ധ ಸಮರ್ಥ. ഹൃദയം നമ്മളിൽ ഉണ്ടെങ്കിൽ ಹಾಗೆ ಒಂದು ಶುದ್ಧ ಹೃದಯ ನಮ್ಮಲ್ಲಿ ಇದ್ದರೆ ആ വിശ്വസ്തതയാണ് ദൈവം കണക്കിടുന്നത്. ಆ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ആ വിശ്വസ്തതയാണ് ദൈവം തപ്പിക്കൊണ്ടിരിക്കുന്നത്. ಇವತ್ತು ಹುಡುಕುತ್ತಾ ಇರುವುದು ದೇವರ ಅಂತ ನಂಬಿಗಸ್ತರನ್ನಾಗಿದೆ. ಒಂದು ದಿನವೃತ್ತಾಂತ 11 ಅಧ್ಯಾയം 2 തൊട്ട് നാം താഴെ വായിക്കുമ്പോൾ ಒಂದನೇ ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 11 ಅಧ್ಯಾയം 11ನೇ ಅಧ್ಯಾಯ 2ാം വാക്യം നാം വായിക്കുമ്പോൾ 2ನೇ ವಾಕ್ಯ ನಾವು ಓದುವಾಗ എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ്. ಎಲ್ಲರಿಗೂ ಸುಪರಿಚಿತವಾದಂತ ಒಂದು ವಾಕ್ಯವಾಗಿದೆ. ദാവീദ് എല്ലാ ഇസ്രായേലിന്റെ രാജാവാകുന്ന ഒരു സ്റ്റോറിയാണ് അവിടെ. ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರುವುದು ದಾವೀದನು ರಾಜನಾಗುತ್ತಿರುವಂತ ಒಂದು ಕಥೆಯಾಗಿದೆ. 1ನೇ ಪೂರ್ವಕಾಲ ವೃತ್ತಾಂತ 11ನೇ ಅಧ್ಯಾಯ 2ನೇ ವಾಕ್ಯ. ಫಸ್ಟ್ ಕ್ರಾನಿಕಲ್ಸ್ ಚಾಪ್ಟರ್ 11 ವರ್ಸ್ 2 and 3 2 ಹಾಗೂ 3ನೇ ವಾಕ್ಯ ಓದಿ. ಆನ್ ಆಗಿಲ್ಲ. ನಾವು ನಿನ್ನ ರಕ್ತ ಸಂಬಂಧಿಗಳಾಗಿದ್ದೇವೆ. ಹಿಂದಿನ ದಿವಸಗಳಲ್ಲಿ ಅಂದರೆ ಸೌಲನ ಆಳಿಕೆಯ ಇಸ್ರಾಯೇಲರ ದಳಪತಿಯಾಗಿ ಹೋಗುತ್ತಾ ಬರುತ್ತಾ ಇದ್ದವನು ನೀನೇ. ನಿನ್ನನ್ನು ಕುರಿತು ನಿನ್ನ ದೇವರಾದ ಯೆಹೋವನು, ನೀನು ನನ್ನ ಪ್ರಜೆಗಳಾದ ಇಸ್ರಾಯೇಲರ ನಾಯಕನು ಪಾಲಕನು ಆಗಿರುವೆ ಎಂದು ಹೇಳಿದ್ದಾನಷ್ಟೇ ಅಂದನು. ಆಗ ಅರಸನಾದ ದಾವೀದನು ತನ್ನ ಹತ್ತಿರ ಹೆಬ್ರೋನಿಗೆ ಬಂದಿದ್ದ ಇಸ್ರಾಯೇಲರ ಹಿರಿಯರೆಲ್ಲರೊಡನೆ ಅಲ್ಲಿ ಯೆಹೋವನ ಸನ್ನಿಧಿಯಲ್ಲಿ ಒಡಂಬಡಿಕೆ ಮಾಡಿಕೊಂಡನು. ഹല്ലേലൂയ. അവിടെ നാം വായിക്കുന്നത് ಅಲ್ಲಿ ನಾವು ಓದ್ತಾ ಇರುವುದು അവിശ്വസ്തനായ ശൗൽ രാജാവിരുന്ന കാലത്തും ಅಪನಂಬಿಗಸ್ತನಾದ ಸೌಲನು ರಾಜನಾಗಿದ್ದಾಗ ജനത്തിൽ നായകൻ ദാവീദായിരുന്നു. ಆದರೆ ಜನರ ಮಧ್ಯದಲ್ಲಿ ನಾಯಕನಾಗಿ ದಾವೀದನಿದ್ದ. ശൗലിന് കൊട്ടാരമുണ്ട്, പണമുണ്ട്, ಸೌಲನಿಗೆ ದೊಡ್ಡ ಅರಮನೆ ಇದೆ, ಹಣ ಇದೆ, സ്ഥാനമുണ്ട്, സിംഹാസനമുണ്ട്, ಸ್ಥಾನ ಇದೆ, ಸಿಂಹಾಸನವಿದೆ, പട്ടാളക്കാരുണ്ട്, ಎಲ್ಲ ಅವನಿಗೆ ಸೈನ್ಯವಿದೆ, അധികാരത്തിന്റെ ചെങ്കോലുണ്ട്, ಅಧಿಕಾರದ ಅವನ ಹತ್ರ ಕೋಲು ಕೂಡ ಇದೆ, കാവൽക്കാരുണ്ട്, ಅಲ್ಲಿ ಕಾವಲ್ಕಾರ ಇದ್ದಾರೆ, രാജാവ് എന്ന പേരുമുണ്ട്. ರಾಜ ಎಂಬ ಹೆಸರು ಇದೆ. പക്ഷെ അഭിഷേകമില്ലായിരുന്നു. ಆದ್ರೆ ಅಭಿಷೇಕ ಇರಲಿಲ್ಲ. അതുകൊണ്ട് കാട്ടിലും നാട്ടിലും ಆದ್ದರಿಂದ ಕಾಡಿನಲ್ಲಿಯೂ ನಾಡಿನಲ್ಲಿಯೂ ಯುದ್ಧത്തിലും ಯುದ್ಧಕ್ಕಾಗಿ വിശ്വസ്തയോടെ നിന്ന ദാവീദ് ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯಿಂದ ನಿಂತಂತ ದಾವೀದನ ജനത്തെ നയിക്കുകയുണ്ടായി. ಜನರನ್ನು ನಡೆಸುವಂತ ജനങ്ങൾക്കിഷ്ടം, ಜನರ ಇಷ್ಟವಾಗಿತ್ತು, ജനങ്ങൾക്കിഷ്ടം ಜನರಿಗೆ ಇಷ್ಟ സിംഹാസനമുള്ള ശൗലിനെ അല്ലായിരുന്നു, ಸಿಂಹಾಸನದಲ್ಲಿ ಇದ್ದಂತ ಸೌಲನನ್ನಲ್ಲ, അഭിഷേകമുള്ള ദാവീദിനെ ആയിരുന്നു. ಅಭಿಷೇಕ ಇದ್ದಂತ ದಾವೀದನನ್ನು ಇಷ್ಟವಾಗಿ ദൈവത്തോടുള്ള വിശ്വസ്തത നിലനിർത്തിയാൽ ಅದು ದೇವರೊಂದಿಗೆ ಇರುವಂತ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯನ್ನು ನೆಲೆನಿಲ್ಲಿಸಿದರೆ അഭിഷേകവും നിലനിൽക്കും. ಅಭಿಷೇಕವು ನೆಲೆ വീണ്ടും ನಿಲ್ತದೆ. പറയട്ടെ, ಮತ್ತೊಂದಾವರ್ತಿ ദൈവത്തോടുള്ള ആ വിശ്വസ്തത നിലനിർത്തിയാൽ ದೇವರೊಂದಿಗೆ ಇರುವಂತ ನಂಬಿಗಸ್ತಿಕೆಯನ್ನು ನೀವು ನೆಲೆ ನಿಲ್ಲಿಸಿದರೆ നമ്മളിലുള്ള അഭിഷേകവും നിലനിൽക്കും. ನಮ್ಮಲ್ಲಿ ಇರುವಂತ ಅಭಿಷೇಕವು ನೆಲೆ ನಿಲ್ತದೆ. അനുസരണക്കേട് കാണിച്ചാൽ ಯಾವುದೇ ಅವಿಧೇಯತ್ವ ತೋರಿಸಿದರೆ അഭിഷേകം നഷ്ടപ്പെടും. ಅಭಿಷೇಕ അത് ನಷ್ಟವಾಗುತ್ತದೆ. യാതൊരു സംശയവുമില്ല. ಅದರಲ್ಲಿ ಯಾವ ಸಂಶಯವೂ പിന്നെ ಇಲ್ಲ. ശൗലിനെ പോലെ എനിക്ക് അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കാമെന്നല്ലാതെ, ಮತ್ತೆ ಸೌಲಿನಂತೆ ಅಭಿಷೇಕ ನನಗೆ ಉಂಟಂತ ಹೇಳಿ ಸುಮ್ಮನೆ ನಡೆಯುವುದಲ್ಲದೆ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മേൽ മറ്റുള്ളവരെ കാണുമ്പോഴേ ഈർഷ്യ, പക, പിണക്കം ഇതെല്ലാം വെച്ചോണ്ട് അഭിഷേകം ഉണ്ടെന്ന് വെച്ച് നടക്കും നീ. പക്ഷെ നിന്നിൽ അഭിഷേകമില്ല, ദൈവാത്മാവുമില്ല. ಮತ್ತೊಬ್ಬರನ್ನು ನೋಡುವಾಗ ಬೇಡವಾದಂತ ನಿನ್ನ ಹೃದಯದಲ್ಲಿ ಹಾಗೆ ಈರ್ಷೆ, ಈ ರೀತಿಯಾದಂತ ಸಿಟ್ಟಿನ ಸ್ವಭಾವ ನಿನ್ನಲ್ಲಿ ಇರ್ತದೆ. ಆದ್ರೆ ಅಭಿಷೇಕ ನಿನ್ನನ್ನಾಗಲೇ ಬಿಟ್ಟು ಹೋಗಿರ್ತದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 അഭിഷേകം നമ്മളിൽ ഉള്ളത് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്ന് താഴ്മയോട് ദൈവവചന അനുസാരം നാം നടക്കുമ്പോൾ മാത്രമാണ് അഭിഷേകം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯೊಂದಿಗೆ ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ನಿಲ್ಲುವಾಗ ಮಾತ್ರ ನಮ್ಮ ಮೇಲೆ ಇರುವಂತಹ ಅಭಿಷೇಕ ನೆಲೆ ನಿಲ್ಲುವಂತದ್ದಾಗಿದೆ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 12ാം അധ്യായം അതിന്റെ 49 50 വാക്യം വായിക്കുമ്പോൾ, ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ ಅದರ 12ನೇ ಅಧ್ಯಾಯ ಅದರ 49ನೇ ವಾಕ್ಯ 50 ಹಾಗೂ 50ನೇ ವಾಕ್ಯ. ಯಾಕೆಂದರೆ ನನ್ನಷ್ಟಕ್ಕೆ ನಾನೇ ಮಾತಾಡಿದವನಲ್ಲ, ನನ್ನನ್ನು ಕಳಿಸಿಕೊಟ್ಟ ತಂದೆ
ನೀನು ಇಂತಿಂಥದನ್ನು ಹೇಳಬೇಕು, ಹೀಗೆ ಹೀಗೆ ಮಾತಾಡಬೇಕು ಎಂಬುದಾಗಿ ನನಗೆ ಆಜ್ಞೆ ಕೊಟ್ಟಿದ್ದಾನೆ. ಆತನ ಆಜ್ಞೆ ನಿತ್ಯ ಜೀವವಾಗಿದೆ ಎಂದು ಬಲ್ಲನು. ಆದುದರಿಂದ ನಾನು ಮಾತಾಡುವುದನ್ನೆಲ್ಲ ತಂದೆ ನನಗೆ ಹೇಳಿದ ಮೇರೆಗೆ ಮಾತಾಡುತ್ತೇನೆ ಅಂದನು. അതിന്റെ 17-ാം അധ്യായം ಅದರ 17ನೇ ವಾಕ್ಯ, 6 തൊട്ട് 17ನೇ ಅಧ್ಯಾಯ, ಸಾರಿ, ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ 17ನೇ ಅಧ್ಯಾಯ 6 തൊട്ട് 6ನೇ ವಾಕ್ಯ 8 ವರೆ 8ನೇ ತನಕ, 8ನೇ ವಾಕ್ಯದ ತನಕ. ಲೋಕದೊಳಗಿಂದ ನೀನು ನನಗೆ ಕೊಟ್ಟ ಮನುಷ್ಯರಿಗೆ ನಿನ್ನ ಹೆಸರನ್ನು ತಿಳಿಯಪಡಿಸಿದೆನು. ಇವರು ನಿನ್ನವರಾಗಿದ್ದರು, ನೀನು ಇವರನ್ನು ನನಗೆ ಕೊಟ್ಟಿ, ಮತ್ತು ಇವರು ನಿನ್ನ ವಾಕ್ಯವನ್ನು ಕೈಗೊಂಡು ನಡೆದಿದ್ದಾರೆ. ನೀನು ನನಗೆ ಕೊಟ್ಟದನ್ನೆಲ್ಲ ನಿನ್ನಿಂದಲೇ ಬಂದದೆ ಎಂದು ಈಗ ಇವರು ತಿಳಿದುಕೊಂಡಿದ್ದಾರೆ. ಹೇಗೆಂದರೆ ನೀನು ನನಗೆ ಕೊಟ್ಟ ಮಾತುಗಳನ್ನು ನಾನು ಇವರಿಗೆ ಕೊಟ್ಟಿದ್ದೇನೆ. ಇವರು ಆ ಮಾತುಗಳನ್ನು ಕೈಗೊಂಡು ನನ್ನನ್ನು ನಿನ್ನ ಬಳಿಯಿಂದ ಹೊರಟು ಬಂದವನೆಂದು ನಿಜವಾಗಿ ತಿಳಿದು ನೀನೇ ನನ್ನನ್ನು ಕಳಿಸಿಕೊಟ್ಟಿರುವುದೆಂಬುದಾಗಿ ನಂಬಿದ್ದಾರೆ. 22-ാം വാക്യം, ಅದರಲ್ಲಿ 22 ಕೂಡ ಓದಿ. 17ರ 22 ಕೂಡ ನಾವು ಒಂದಾಗಿರುವ ಪ್ರಕಾರ ಅವರು ಒಂದಾಗಿರಬೇಕೆಂದು ನೀನು ನನಗೆ ಕೊಟ್ಟಿರುವ ಮಹಿಮೆಯನ್ನು ನಾನು ಅವರಿಗೆ ಕೊಟ್ಟಿದ್ದೇನೆ. ആമേൻ. വിശ്വസ്തയോടെ പിതാവ് ഏൽപ്പിച്ചതെല്ലാം പുത്രൻ ചെയ്യുകയാണ്. ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯೊಂದಿಗೆ ಹೇಳಿದಂತ ಎಲ್ಲಾ ಕಾರ್ಯಗಳನ್ನು ಮಗನು ಮಾಡ್ತಾ ಇದ್ದ. പിതാവിന്റെ നാമം യേശു വെളിപ്പെടുത്തി തന്നു. ಅಲ್ಲಿ ತಂದೆಯಾದ ದೇವರ ಹೆಸರನ್ನು ಯೇಸು ಸ್ವಾಮಿ ವ್ಯಕ್ತಪಡಿಸಿದ. പിതാവ് കൊടുത്ത വചനം യേശു നമുക്ക് തന്നു. ತಂದೆಯಾದ ದೇವರು ಕೊಟ್ಟಂತ ವಾಕ್ಯವನ್ನು ಯೇಸು ಸ್ವಾಮಿ ನಮಗೆ ಕೊಡ್ತಾ പിതാവ് ಇದ್ದಾನೆ. യേശുവിന് നൽകിയ മഹത്വം നമുക്ക് തന്നു. ತಂದೆಯಾದ ದೇವರು ಯೇಸುವಿಗೆ ಕೊಟ್ಟ ಮಹಿಮೆಯನ್ನು ನಮಗೂ ಕೂಡ ಕೊಡ್ತಾ യേശു ಇದ್ದಾನೆ. തനിക്ക് ലഭിച്ച അധികാരവും നിയോഗവും നമുക്ക് നൽകി. ಯೇಸುವಿಗೆ ಕೊಡಲ್ಪಟ್ಟಂತ ಅಧಿಕಾರ ಹಾಗೂ ನಿಯೋಗವನ್ನು ಕೂಡ ನಮಗೆ ಕೊಡ್ತಾ ಇದ್ದಾನೆ. ഇതാണ് വിശ്വസ്തത. ಇದಾಗಿದೆ ವಿಶ್ವಾಸ പിതാവ് ಯೋಗ್ಯತೆ. കൊടുത്തതെല്ലാം ತಂದೆಯಾದ ದೇವರು ಕೊಟ್ಟದ್ದೆಲ್ಲ യേശു നമുക്ക് തന്നിരിക്കുക. ಯೇಸು ನಮಗೆ ಕೊಡ್ತಾ ಇದ್ದಾನೆ. വിശ്വസ്തയോടുകൂടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಒಂದಿಗೆ ನಮಗೆ ಕೊಡ್ತಾ പിതാവ് ಇದ್ದಾನೆ. യേശുവിനെ അയച്ചതുപോലെ ತಂದೆಯಾದ ದೇವರು ಯೇಸುವನ್ನು ಕಳಿಸಿದ ಹಾಗೆ നമ്മയും അയച്ചിരിക്കുകയാണ്. ನಮ್ಮನ್ನು ಕೂಡ ಯೇಸು ಕಳಿಸ್ತಾ മറ്റുള്ളവർക്ക് ಇದ್ದಾನೆ. കൊടുക്കാനായി ಮತ್ತೊಬ್ಬರಿಗೆ ಕೊಡ್ಲಿಕ್ಕಾಗಿ യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത് ಯೇಸು ಸ್ವಾಮಿ ನಮಗೆ അവന്റെ ಕೊಟ್ಟಿರುವುದನ್ನು, നാമവും ಆತನ ನಾಮ, അവന്റെ വചനവും ಆತನ ವಾಕ್ಯ, അവന്റെ മഹത്വവുമാണ് ಆತನ ಮಹಿಮೆ നാം കൊടുക്കുകയും ನಾವು ಕೊಡಬೇಕಾಗಿದೆ. ആത്മാക്കളെ യേശുവിന് വേണ്ടി നേടുകയും ചെയ്യുന്നതാണ് വിശ്വാസത. ಆತ್ಮಗಳನ್ನು ಯೇಸುವಿಗಾಗಿ ಗೆಲ್ಲುವುದಾಗಿದೆ ನಂಬಿಗಸ್ತಿಕೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. മനസ്സിലായ സഭയോടുള്ള ദൈവത്തിന്റെ ദൂത് എന്താണെന്നുള്ളത്? ಈಗ ಗೊತ್ತಾಗ್ತಾ ಇದೆಯಾ ಸಭೆಗೆ ಇರುವಂತ ಮಾತು ಏನು ಎಂಬುದಾಗಿ? വിശ്വസ്തയോടെ പിതാവ് ഏൽപ്പിച്ചതെല്ലാം പുത്രൻ ചെയ്തുവെങ്കിലേ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯೊಂದಿಗೆ ತಂದೆಯಾದ ದೇವರು ಮಗನಿಗೆ ಕೊಟ್ಟದನ್ನೆಲ್ಲ ആ ಮಾಡಿರುವಾಗ പുത്രന്റെ വിശ്വസ്തത നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ്, അധികാരം നമ്മളിലേക്ക് പകരുക എന്നുള്ളതായിരുന്നു. ಆ ಮಗನ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ನಮ್ಮೆಲ್ಲರನ್ನು ರಕ್ಷಿಸುವುದು ಹಾಗೂ ಮುಂದೆಯೂ ಕೂಡ ನಾವು ಅನೇಕರನ್ನು ಈಗ ರಕ್ಷಿಸುವುದಾಗಿದೆ. നമ്മുടെ കർത്തവ്യം നമ്മൾ ഈ അധികാരവും ഈ മഹത്വവും ഈ പദവിയെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ യേശുവിലേക്ക് നേടുക എന്നുള്ളതാണ്. ಈಗ ನಮ್ಮ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಏನಾಗಿರಬೇಕು ಗೊತ್ತಾ? ಅನೇಕರನ್ನು ನಾವು ರಕ್ಷಣೆಗೆ ನಡೆಸಿ ಅವರಿಗೆ ಈ ಮಹಿಮೆಯನ್ನು, ಈ ಅಧಿಕಾರವನ್ನು ನಾವು ಕೊಡುವವರಾಗಬೇಕು. പിതാവിന് പുത്രൻ വിശ്വസ്തനായിരുന്ന പോലെ ತಂದೆಯಾದ ದೇವರಿಗೆ ಮಗನು ವಿಶ್ವಾಸ നമ്മൾ ಯೋಗ್ಯನಾದ യേശുവിനിൽ ಹಾಗೆ വിശ്വസ്തയുള്ളവരായിരിക്കണം. ನಾವು ಕೂಡ ಯೇಸುವಿಗೆ നമ്മളെ ವಿಶ್ವಾಸ ഏൽപ്പിച്ചതിൽ നാം ಯೋಗ್ಯರಾಗಬೇಕು. വിശ്വസ്തരായിരിക്കുക. ನಮಗೆ ಕೊಡಲ್ಪಟ್ಟದ್ರಲ್ಲಿ ನಾವು ವಿಶ್ವಾಸ ഹീബ്രൂസ് ಯೋಗ್ಯರಾಗಬೇಕು. ചാപ്റ്റർ 3 അതിന്റെ 2-3 വായിക്കുമ്പോൾ ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 3ನೇ ಅಧ್ಯಾಯ 2 ಹಾಗೂ 3ನೇ ವಾಕ್ಯದಲ್ಲಿ പെട്ടെന്ന് ನೋಡಬಹುದು. വായിച്ചാട്ടെ. ಮೋಶೆಯು ದೇವರ ಮನೆಯನ್ನೆಲ್ಲ ನಂಬಿಗಸ್ತನಾಗಿದ್ದಾನೆಂದು ಯೇಸು ತನ್ನನ್ನು ನೇಮಿಸಿದಾತನಿಗೆ ನಂಬಿಗಸ್ತನಾಗಿದ್ದಾನೆ. Hebrews ಮೋಶೆ 3 chapter 3 verse 2 and 3. മോശെ ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നത് പോലെ ಮೋಶೆ ದೇವರ ಮನೆಯಲ್ಲಿ ಎಲ್ಲದರಲ್ಲಿಯೂ ನಂಬಿಗಸ್ತನಾಗಿದ್ದ. യേശു തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. ಯೇಸು ತನಗೆ ನೇಮಿಸಿಟ್ಟಂತ ನೆಲೆಯಲ್ಲಿ ಅವನು ವಿಶ್ವಾಸ പഴയ നിയമത്തിൽ മോശ ശോഭിക്കുവാൻ കാരണം ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಮೋಶೆ ಶೋಭಿಸಲಿಕ್ಕೆ ಕಾರಣ അവന്റെ വിശ്വസ്തതയായിരുന്നു. ಅವನ ನಂಬಿಗಸ್ತಿಕೆ ಆಗಿತ್ತು. നമ്മെ ഏൽപ്പിച്ചതിലൊക്കെയും ನಮಗೆ ಕೊಡಲ್ಪಟ್ಟ ಕಾರ್ಯಗಳಲ್ಲಿ നമുക്ക് യേശുവിനെ പോലെ വിശ്വസ്തരാകുവാൻ ನಾವು ಕೂಡ ಯೇಸುವಿನಂತೆ ನಂಬಿಗಸ್ತರಾಗುವಂತೆ അതിന്റെ തെളിവാണ് മോശെ. ಅದರ ಒಂದು ಕಾರ್ಯವಾಗಿದೆ ആ മോശയുടെ വിശ്വസ്തത. ಆ ಮೋಶೆಯ ನಂಬಿಗಸ್ತಿಕೆ ಆಗಿದೆ. മറ്റൊരു വ്യക്തിയെ നാം നോക്കിയാൽ ಇನ್ನೊಂದು ವ್ಯಕ್ತಿಯನ್ನು ನಾವು ನೋಡುವಾಗ ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. ಸಮುವೇಲನು ಒಂದು ದೇವರ ವಿಶ್ವಾಸ ಯೋಗ್ಯ ನಂಬಿಗಸ್ತನಾದ ಫಸ್ಟ್ ಪ್ರವಾದಿಯಾಗಿದ್ದ. സാമുവേൽ അതിന്റെ 3:20 വായിക്കുമ്പോൾ 1ನೇ ಸಮುವೇಲ 3ನೇ ಅಧ್ಯಾಯ 20ನೇ ವಾಕ್ಯ ನೋಡುವುದಾದ್ರೆ ಫಸ್ಟ್ ಸ್ಯಾಮುವೇಲ್ ಚಾಪ್ಟರ್ 3 ವರ್ಸ್ 20. ಯೆಹೋವನು ಅವನನ್ನು ತನ್ನ ಪ್ರವಾದಿಯನ್ನಾಗಿ ನೇಮಿಸಿಕೊಂಡದ್ದು ದಾನ್ ಊರಿನಿಂದ ಬೆಷೆಬದವರೆಗಿದ್ದ ಎಲ್ಲಾ ಇಸ್ರಾಯೇಲಿಗೆ ಗೊತ್ತಾಯಿತು. ആമേൻ. ഹല്ലേലൂയ. ഈ ഇസ്രായേലിന്റെ ഒരു അതിർത്തിയായ
ಈ ಇಸ್ರಾಯೇಲಿನ ಒಂದು ಗಡಿಯಾಗಿರುವಂತ ദാൻ മുതൽ ബർശേബ വരെ ದಾನಿನಿಂದ ಹಿಡಿದು ಬೆರ್ಷಿಬದವರೆಗೆ അവൻ വിശ്വസ്തനായിരുന്നു. ಅವನು ವಿಶ್ವಾಸ ಯೋಗ್ಯನಾಗಿ, ഒരിടത്ത് വിശ്വസ്തനും ಒಂದು ಕಡೆ ವಿಶ್ವಾಸ ಯೋಗ್ಯ, മറ്റൊരിടത്ത് അവിശ്വസനും എന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്. ಅಲ್ಲಿ ಮತ್ತೊಂದು ಕಡೆಯಲ್ಲಿ ಅಪನಂಬಿಗಸ್ತನೆಂಬುದಾಗಿ ಅಲ್ಲ ദാൻ ಬರೆಯಲ್ಪಟ್ಟಿದೆ. മുതൽ ബർശേബ വരെ, ದಾನ್ನಿಂದ ಹಿಡಿದು ഒരു ಬೆರ್ಷಿಬದವರೆಗೆ, അതിർത്തിയിൽ നിന്ന് മറ്റൊരു അതിർത്തി വരെ ಒಂದು ಗಡಿಯಿಂದ ಮತ್ತೊಂದು ಗಡಿಯ ತನಕ താൻ വിശ്വസ്തനായിരുന്നു. ತಾನು ನಂಬಿಗಸ್ತನಾಗಿದ್ದಾನೆ. നമ്മുടെ ജീവിതത്തിലും ನಮ್ಮ ಜೀವಿತ നമ്മളെ ആക്കിയിരിക്കുന്ന മേഖലയില് ನಮ್ಮನ್ನು ಇಟ್ಟಿರುವಂತ നമ്മൾ എവിടെ ആയിരിക്കുന്നു, ನಾವು ಎಲ್ಲಿ ಇದ್ದೇವೆ, എവിടെ പോന്നോ, ಎಲ್ಲಿ ಹೋಗುತ್ತೇವೆ, എല്ലായിടത്തും വിശ്വസ്തതയുള്ളവരായിരിക്കുക. ಎಲ್ಲ ಕಡೆಗಳಲ್ಲಿ ನಂಬಿಗಸ್ತರಾಗಿ ഒരേ മുഖം നമുക്ക് ഇരിക്കണം. ಒಂದೇ ಮುಖ ನಮಗೆ അത് ಇರಬೇಕು. യേശുവിന്റെ മുഖമായിരിക്കണം. ಅದು ಯೇಸುವಿನ ಮುಖ, യേശുവിനെ ഉയർത്തിക്കാട്ടുന്നവരായിരിക്കണം. ಯೇಸುವನ್ನು ನಾವು ಮೇಲೆ യേശുവിന്റെ മക്കളായിരിക്കണം. ಯೇಸುವಿನ യേശുവിന്റെ ശിഷ്യരായിരിക്കണം. ಯೇಸುವಿನ എന്നാൽ ಶಿಷ್ಯರಾಗಿರಬೇಕು. മാത്രമേ അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ಹಾಗಾದ್ರೆ ಮಾತ್ರ ಅದ್ಭುತಗಳನ್ನು ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. 2 തിമോത്തി അതിന്റെ 4:7 പറയുന്നത്, 2 ತಿಮೋತಿ 4ನೇ ಅಧ್ಯಾಯ 7ನೇ ವಾಕ್ಯ. 2 ತಿಮೋತಿ ಚಾಪ್ಟರ್ 4 ವರ್ಸ್ 7. ಶ್ರೇಷ್ಠ ಹೋರಾಟವನ್ನು ಮಾಡಿದ್ದೇನೆ, ನನ್ನ ಓಟವನ್ನು ಕೊನೆಗಾಣಿಸಿದ್ದೇನೆ, ಕ್ರಿಸ್ತ ನಂಬಿಕೆಯನ್ನು ಕಾಪಾಡಿಕೊಂಡಿದ್ದೇನೆ, ನೀತಿವಂತರಿಗೆ ದೊರಕುವ ಜಯಮಾಲೆಯು ಮುಂದೆ ನನಗೆ ಸಿದ್ಧವಾಗಿದೆ. പൗലോസ് അപ്പോസ്തലനെ ಪೌಲನಾದ ಅಪೊಸ್ತಲ വിശ്വസ്തതയുടെ 3 വാക്യങ്ങൾ സംതൃപ്തിയോടെ പ്രഖ്യാപിക്കുകയാണ്. ಅಲ್ಲಿ ನಂಬಿಗಸ್ತಿಕೆಯ 3 ಕಾರ್ಯಗಳನ್ನು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಬರೆದಿದ್ದಾನೆ. ഞാൻ നല്ല പോർ പൊരുതി, ನಾನು ಒಳ್ಳೆ ಓಟವನ್ನು ഓട്ടം ಓಡಿದ್ದೇನೆ, തികച്ചു, ನನ್ನ ಓಟವನ್ನು ಮುಗಿಸಿದ್ದೇನೆ, വിശ്വാസം കാത്തു, ವಿಶ್ವಾಸವನ್ನು ಕಾದಿದ್ದೇನೆ. യേശുവിനെ പോലെ ಯೇಸುವಿನ ಹಾಗೆ ഏൽപ്പിക്കപ്പെട്ടത് ನನಗೆ ಏನು ಕೊಡಲ್ಪಟ್ಟಿತ್ತು വിശ്വസ്തയോടെ പൂർത്തീകരിച്ചു. ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯೊಂದಿಗೆ പൗലോസിന് ധൈര്യത്തോടെ പറയാൻ പറ്റും, ಪೌಲನಿಗೆ ಧೈರ್ಯದೊಂದಿಗೆ ಹೇಳಲಿಕ್ಕೆ തന്നെ ಆಗ್ತದೆ, ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്തു തീർത്തു. ತನಗೆ ಕೊಟ್ಟದ್ದನ್ನು ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯಿಂದ ಮುಗಿಸಿ. നാമും വിശ്വസ്തരായാലേ ನಾವು ನಂಬಿಗಸ್ತರಾದರೆ ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ದೇವರಿಗಾಗಿ ದೊಡ್ಡ ಕಾರ್ಯಗಳನ್ನು ಮಾಡಲಿಕ್ಕೆ ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് ശമൂവേല്, മോശെ, ഇങ്ങനെ വലിയ വലിയ പ്രവാദികൾ എല്ലാവരും വിശ്വസ്തയോടെ ദൈവസന്നിധി നിന്നതുകൊണ്ടാണ് ಹಳೆ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಾವು ನೋಡುವುದಾದ್ರೆ ಮೋಶೆ ಆಗಿರಬಹುದು, ಸಮುವೇಲನಾಗಿರಬಹುದು, ದೊಡ್ಡ ದೊಡ್ಡ ಪ್ರವಾದಿಗಳನ್ನು ನೋಡುವುದಾದರೆ വിശ്വസ്തരായിരുന്നത് കൊണ്ട് മാത്രമാണ് ಅವರು ನಂಬಿಗಸ್ತರಾಗಿ ಇದ್ದದರಿಂದ ಮಾತ್ರ ദൈവം അവരെ മാനിച്ചത്. ದೇವರವರನ್ನು ಮಾನಿಸಿ. ദൈവം നമ്മളിൽ നിന്ന് വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. ದೇವರು ನಮ್ಮಿಂದ ಬೇರೆ ಏನು ಆಗ್ರಹಿಸುತ್ತಿಲ್ಲ. ഏൽപ്പിച്ചതിൽ വിശ്വസ്തരാകുക. ನಮಗೆ ಕೊಡಲ್ಪಟ್ಟದರಲ್ಲಿ ನಂಬಿಗಸ್ತರಾಗಿರಬೇಕು. കാലം ആലയത്തിൽ നിന്നെ നട്ടത്, ನಿನ್ನನ್ನು ಈ ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ಆಲಯದಲ್ಲಿ ನಟ್ಟಿರುವುದಾದರೆ എല്ലാവരും ആലയത്തിന്റെ ഓരോരോ പില്ലേഴ്സ് ആണ്. ನೀವು ಆಲಯದ ಒಂದೊಂದು ഈ ಸ್ತಂಭಗಳಾಗಿದ್ದೀರಿ. ആലയത്തിന്റെ പില്ലറാകുമ്പോൾ നമ്മളൊരു ദൗത്യം തന്നിട്ടാണ് ദൈവം ഈ ആലയത്തിൽ ಈ ആക്കിയിരിക്കുന്നത്. ಆಲಯದಲ್ಲಿ ನಿಮ್ಮನ್ನು ಸ್ತಂಭಗಳಾಗಿ ನಿಲ್ಲಿಸಿರುವುದಾದರೆ ನಿಮಗಾಗಿ ಒಂದು ಉದ್ದೇಶವನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದಾನೆ. നമ്മുടെ കർത്തവ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ನಮ್ಮ ಕರ್ತವ್ಯಗಳನ್ನು ನಾವು ಮಾಡ್ತಾ അതോ ಇದ್ದೇವೆ. പാസ്റ്റർ ഉള്ളപ്പോൾ മാത്രം ചെയ്യാനുള്ളതാണോ? ಪಾಸ್ಟರ್ ಇರುವಾಗ ಮಾತ್ರ ಮಾಡುವಂತ അതോ ಕಾರ್ಯಗಳ? സഭാവിശ്വാസികൾ നോക്കുമ്പോൾ മാത്രം നല്ലവരായി ഇരിക്കുവാനാണോ? ಅಥವಾ ಸಭಿಕರು ನೋಡುವಾಗ ಮಾಡುವಂತ ಕಾರ್ಯ ಮಾತ್ರವಾ? അല്ല, ಅಲ್ಲ. നമ്മൾ എവിടായിരുന്നാലും ನಾವು വിശ്വസ്തരുള്ളവരായിരിക്കുക. ಎಲ್ಲಿ ಇದ್ದರೂ ನಂಬಿಗಸ್ತರಾಗಿರಬೇಕು. രാത്രിയിലും പകലിലും നമ്മളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. ರಾತ್ರಿಯಲ್ಲಿಯೂ ಹಗಲಿನಲ್ಲಿಯೂ ನಮ್ಮನ್ನು ನೋಡುವಂತ ಒಬ್ಬ നമ്മളെ ದೇವರಿದ್ದಾನೆ. എപ്പോഴും നമ്മളുടെ മേൽ മാത്രം ദൃഷ്ടി വെച്ച് നോക്കിയിരിക്കുന്ന ഒരു നല്ല പിതാവ് ഉയരത്തിലുണ്ട്. ಆತನ ಕಣ್ಣುಗಳು ನಮ್ಮನ್ನು ಯಾವತ್ತು ದೃಷ್ಟಿಸುತ್ತಿರುವಂತ ಒಳ್ಳೆ ಒಬ್ಬ ತಂದೆ ಸ್ವರ್ಗದಲ್ಲಿದ್ದಾನೆ. ആ ക്രിസ്തു തലയായവനാകുമ്പോൾ സഭ ഉടലായിരിക്കുമ്പോൾ ಆತನು ತಂದೆಯಾಗಿ ಇದ್ದು ತಲೆಯಾಗಿ ಇರುವಾಗ ಈ ಶರೀರವಾಗಿದೆ ನಮ್ಮ ಸಭೆ. ആ തലയില്ലാതെ ഈ ഉടലിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ಆ ತಲೆ ಇಲ್ಲದೆ ಈ ಶರೀರಕ್ಕೆ ಏನು ಮಾಡ್ಲಿಕ್ಕೆ തലയില്ലെങ്കിൽ ಸಾಧ್ಯವಿಲ್ಲ. ഉടലിന് ജീവനില്ല. ತಲೆ ಇಲ್ಲದೆ ಇದ್ದರೆ ಈ ಶರೀರಕ್ಕೆ ಜೀವ ഈ ಇಲ್ಲ. യേശുവില്ലെങ്കിൽ നമുക്ക് ഒരു വിലയുമില്ല. ಯೇಸು ಇಲ್ಲದೆ ಇದ್ದರೆ ನಮ್ಮ ಜೀವಿತಕ್ಕೆ ഈ ಬೆಲೆ യേശു ಇಲ್ಲ. തലയായി നമ്മുടെ കൂടെ സഭയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ಯೇಸುವಾಗಿ ತಲೆಯಾಗಿ ಇರುವಾಗ ಈ ಸಭೆಯಲ್ಲಿ ನಮ್ಮೊಂದಿಗೆ നമ്മൾ ಇರುವಾಗ അത്ഭുതങ്ങൾ ചെയ്യും. ನಾವು ಅದ್ಭುತ യേശുവിൽ കൂടെ നമ്മൾ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യും. ಯೇಸುವಿನ ಮೂಲಕ അവന്റെ ಅದ್ಭುತಗಳನ್ನು നാമം നമ്മളിൽ കൂടെ മഹത്വപ്പെടുത്തും. ಆತನ ನಾಮ ನಮ್ಮ ಮೂಲಕವಾಗಿ ഈ ಮಹಿಮೆ ദേശത്ത് ಆಗ್ತದೆ. നമ്മളെ മാനിക്കും. ಆತನು ನಮ್ಮನ್ನು ಈ ഈ ದೇಶದಲ್ಲಿ പോകുന്ന ಮಾನಿಸುತ್ತಾನೆ. സ്ഥലത്തെല്ലാം ദൈവം നമ്മോട് കൂടി വരും. ನಾವು ಹೋಗುವಲ್ಲೆಲ್ಲ ದೇವರು ನಮ್ಮ ദൈവം ಸಂಗಡ ಇದ್ದಾನೆ. ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, ದೇವರು ಆಗ್ರಹಿಸುವುದು ಒಂದೇ ಕಾರ್ಯ. വിശ്വസ്തരായിരിക്കുക. ವಿಶ್ವಾಸ ಯೋಗ್ಯರಾಗಿ അതിനാണ് നാം വിശ്വസ്തയോടെ ചെയ്യേണ്ട 5 പ്രധാന കാര്യങ്ങൾ പറയാൻ പോകുന്നത്. 5 ಪ್ರಧಾನ ಕಾರ್ಯಗಳು ವಿಶ್ವಾಸ ಯೋಗ್ಯರಾಗಿ ಮಾಡಬೇಕಾದಂತ എന്റെ നിന്റെ ജീവിതത്തിൽ വേണ്ട 5
പ്രധാനപ്പെട്ട വിശ്വസ്തരായിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ನನ್ನ ಹಾಗೂ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ 5 ಕಾರ್ಯಗಳು ಬಹಳ ಪ್ರಮುಖವಾದದ್ದು, ನಾವು ಮಾಡಬೇಕಾದಂತ ವಿಶ್ವಾಸ ಯೋಗ್ಯ ಕಾರ್ಯಗಳು. ഒന്നാമത്തേത് വചനം വിശ്വസ്തയോടുകൂടി പ്രസ്താവിക്കുക. ಒಂದನೇ ಕಾರ್ಯ ವಾಕ್ಯವನ್ನು ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯೊಂದಿಗೆ ನಾವು ಪಾಲಿಸುವುದು. ಜೆರೆಮಿಯಾ ಚಾಪ್ಟರ್ 23 and 28. ಯೆರೆಮೀಯನು ಬರೆದ ಗ್ರಂಥ 23ನೇ ಅಧ್ಯಾಯ 28ನೇ ವಾಕ್ಯ. ಜೆರೆಮಾಯ 23 chapter, that is verse 28. ನನ್ನ ಮಾತನ್ನು ಕೇಳಿದವನು ನನ್ನ ಮಾತನ್ನು ಯಥಾರ್ಥವಾಗಿ ನುಡಿಯಲಿ. ಹೊಟ್ಟೆಯಲ್ಲಿ ಕಾಳಲ್ಲಿ ನನ್ನ ವಾಕ್ಯವು ಬೆಂಕಿಯು ಬಂಡೆಯನ್ನು ಒಡೆದು ಬಿಡುವ ಚಿಮ್ಮಟಿಗೂ ಸಮವಾಗಿದೆಯಲ್ಲ, ಯೆಹೋವನು ಇದನ್ನು ನುಡಿದಿದ್ದಾನೆ. 26:2. ಅದರಲ್ಲಿಯೇ ಯೆರೆಮೀಯ ಅದರ 26ನೇ ಅಧ್ಯಾಯ 2ನೇ ವಾಕ್ಯ ಕೂಡ. ಯೆರೆಮೀಯನಿಗೆ ಈ ಅಪ್ಪಣೆ ಆಯಿತು. ಯೆಹೋವನು ಇಂತೆನ್ನುತ್ತಾನೆ, ನೀನು ಯೆಹೋವನ ಆಲಯದ ಪ್ರಕಾರದಲ್ಲಿ ನಿಂತು ಆ ಮಂದಿರದಲ್ಲಿ ಆರಾಧಿಸುವುದಕ್ಕೆ ಬರುವ ಯೌದ್ಯದ ಎಲ್ಲ ಊರಿನವರಿಗೆ ನಾನು ನಿನಗೆ ಆಜ್ಞಾಪಿಸುವ ಮಾತುಗಳನ್ನೆಲ್ಲ ಹೇಳು. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ ನನ್ನ ವಾಕ್ಯ ಸಿಕ್ಕಿರುವವನು വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯೊಂದಿಗೆ വചനത്തോടെ ವಾಕ್ಯದೊಂದಿಗೆ കൂട്ടാതെയും ಯಾವುದು ಹೆಚ್ಚಿಸದೆ കുറയ്ക്കാതെയും ಕಡಿಮೆ പറയണം. ಮಾಡದೆ ಹೇಳಬೇಕು. ദൈവം നൽകുന്ന വചനം ದೇವರು ಕೊಟ್ಟಂತ ವಾಕ್ಯ വിശ്വസ്തയോടെ പ്രസംഗിക്കുന്നവർക്ക് ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯೊಂದಿಗೆ ദൈവം ಪ್ರಸಂಗ ಮಾಡುವವರು വീണ്ടും വീണ്ടും ദൂതുകൾ നൽകും. ಮತ್ತೆ ಮತ್ತೆ ಆತನು ನಿಮ್ಮ ಸಂಗಡ ഞാൻ ಮಾತಾಡುತ್ತಾನೆ. നിന്നോട് കൽപ്പിക്കുന്ന ನಾನು ನಿನ್ನ ಹತ್ರ ಹೇಳುವಂತ സകല വചനങ്ങളും ಎಲ್ಲಾ ವಾಕ್ಯಗಳು അവരോട് പ്രസ്താവിക്കുക. ಅವನ ಹತ್ರ ಹೇಳಿರಿ. ഒരു വാക്കും വിട്ടുകളയരുതെന്ന് ಒಂದು ಮಾತು ಬಿಟ್ಟು ಬಿಡದೆ ദൈവ യിരെമ്യാവിനോട് പറഞ്ഞു. ಯೆರೆಮೀಯನ ಹತ್ರ ಹೇಳಿದಂತ ഈ ಮಾತು. പുതിയ നിയമകാലത്ത് ಈ ಹೊಸ ನಿಯಮದ ಕಾಲದಲ್ಲಿ ഞാനും നീയും ನಾನು ಮತ್ತು ನೀವು ഒരു തീയാണ്. ನಾವು ಒಂದು ಬೆಂಕಿ നമ്മെ കൂടാതെ ദൈവത്തിന് ನಾವು ನಮ್ಮನ್ನು ಬಿಟ್ಟು ದೇವರಿಗೆ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ಏನು ಮಾಡ್ಲಿಕ್ಕೆ ദൈവം നമ്മെ വിട്ട് ഒന്നും ചെയ്യത്തില്ല. ದೇವರು ನಮ್ಮನ್ನು ಬಿಟ್ಟು ಏನು ಮಾಡುವುದೂ ಇಲ್ಲ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആയുധമാണ് ದೇವರು ನಿನಗೆ ಕೊಟ್ಟಿರುವಂತ ಆಯುಧವಾಗಿದೆ വചനം. ವಾಕ್ಯ. വചനം പ്രസംഗിക്കുമ്പോഴാണ് ವಾಕ್ಯ ನೀವು ಪ್ರಸಂಗ ಮಾಡುವಾಗ ദൈവശക്തി വെളിപ്പെടുന്നത്. ದೇವರ ಶಕ್ತಿ അപ്പൊ ഇന്ന് ವ್ಯಾಪರಿಸುತ್ತದೆ. പാൽക്കാലം വചനം വിശ്വസ്തയോടെ പ്രസ്താവിച്ചാൽ, ನೀವು ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ವಾಕ್ಯವನ್ನು ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯೊಂದಿಗೆ ಪ್ರಸಂಗ ಮಾಡುವಾಗ ആത്മാക്കൾ രക്ഷിക്കപ്പെടും. ಆತ್ಮಗಳು ರಕ್ಷಣೆ കാരണം വചനം തീയാണ്. ಯಾಕಂದ್ರೆ ವಾಕ್ಯ ಬೆಂಕಿಯಾಗಿದೆ. അത് ആവശ്യമില്ലാത്ത എല്ലാം കത്തിച്ചു കളയുന്നതാണ്. ಅದು ಬೇಡವಾದಂತ ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನು ಸುಟ್ಟು ಬಿಡುವಂತದ್ದು. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ವಾಕ್ಯದ ಶಕ್ತಿ ಎಂಬುದಾಗಿ അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ಅದು ಇಬ್ಬಾಯಿ ಕತ್ತಿಗಿಂತ ಹದವಾದದ್ದಾಗಿದೆ. അത് സന്ധികളെയും സന്ധിമച്ചകളെയും തുളച്ചു ചെന്ന് അതിനെ ഭയങ്കര അതിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അത്ഭുതമാണ്. ಅದು ಎಲುಬುಗಳ ಮಧ್ಯದಲ್ಲಿ ಅದು ತೂರಿಕೊಂಡು ಹೋಗುವಂತದ್ದಾಗಿದೆ. ഒരു ഇരുവായ്ത്തലയുള്ള കത്തി എന്ന് പറഞ്ഞാൽ ഒന്ന് അങ്ങോട്ടും കൊടുക്കും, നാലെണ്ണം ഇങ്ങോട്ടും ഉണ്ട്. ಅದರ ಒಂದು ಇಬ್ಬಾಯಿ ಕತ್ತಿ ಅಂತ ಹೇಳಿದ್ರೆ ಆಚೆಯೂ ಕೂಡ ಮುರಿತದೆ, ಈಚೆಯೂ ಕೂಡ പറയുന്ന ಮುರಿತದೆ. എനിക്കും ഉണ്ട്, കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ട്. ಅದು ಹೇಳುವಂತ ನನಗೂ ಕೂಡ ಇದೆ, ಕೇಳುವಂತ ನಿಮಗೂ അപ്പൊ ಕೂಡ ಇದೆ. വചനത്തോട് കളിക്കാൻ ആരും പോകല്ലേ. ಆದ್ರಿಂದ ವಾಕ್ಯದೊಂದೇ ಆಟ ಆಡ್ಲಿಕ್ಕೆ ಯಾರೂ ಹೋಗಬಾರದು. വചനം എന്തു പറയുന്നു അത് പ്രസ്താവിക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം പ്രസ്താവിക്കുക. ಆದ್ರಿಂದ ವಾಕ್ಯ ಏನು ಹೇಳ್ತಾ ಇದೆ ಅದನ್ನು ಮಾತ್ರ ನೀವು ಹೇಳಬೇಕು. യെരമ്യാവിനോട് പറഞ്ഞു, വചനം നീ അവരോട് പ്രസ്താവിക്കേ. ಯೆರೆಮೀಯನ ಹತ್ರ ಹೇಳಿದಂತ ವಾಕ್ಯ ನೀನು ಹೇಳು നീയോ ಎಂಬುದಾಗಿದೆ. യഹോവയുടെ ആലയത്തിന്റെ പ്രകാരത്തിൽ നിന്ന് വചനം പറയാനാ പറഞ്ഞത്. ನೀನು ಯೆಹೋವನ ಆಲಯದಿಂದ ಆ ವಾಕ್ಯವನ್ನು ಹೇಳು ಎಂಬುದಾಗಿ യഹോവയുടെ ಹೇಳ್ತಾರೆ. ആലയത്തിൽ നമസ്കരിക്കാൻ വരുന്ന എല്ലാരോടും പറ. ಯೆಹೋವನ ಆಲಯದಲ್ಲಿ ನಮಸ್ಕರಿಸಲಿಕ್ಕಾಗಿ ಬರುವಂತ ಸರ್ವ ಜನರ ಹತ್ರ ಹೇಳು. അവരോട് ഈ വചനം പ്രസ്താവിക്കാന്ന് പറഞ്ഞപ്പോൾ ಅವರ ಹತ್ರ ನೀ ಈ ವಾಕ್ಯ ಹೇಳು ಎಂಬುದಾಗಿ ഒരു ಹೇಳಿದಾಗ വാക്കും വിട്ടുകളയില്ലെന്ന് പറഞ്ഞു. ಒಂದು ಮಾತು ಬಿಟ್ಟು ಬಿಡಬೇಡ. യെരമ്യാവ് ഇത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായത് എന്താന്ന് നിങ്ങൾ വീട്ടിൽ പോയി അധ്യായം വായിക്കുക. ನೀವು ಮನೆಗೆ ಹೋದ್ಮೇಲೆ ನೋಡ್ರಿ, ಯೆರೆಮೀಯನು ಈ ಮಾತು ಹೇಳಿದ ಮೇಲೆ ಏನು ಸಂಭವಿಸಿತು. അവൻ ആമത്തിലിട്ട് പൂട്ടി. ಅವನನ್ನು ಆಗಲೇ ಕಾರಾಗೃಹದಲ್ಲಿ അവനെ ಹಾಕಿ കൊല്ലാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയാണ്. ಅವನಿಗೆ ಕೊಲ್ಲಿಕ್ಕಿರುವಂತ ಎಲ್ಲ ಕಾರ್ಯಗಳನ್ನು ഇന്നും ಮಾಡ್ತಾ സത്യ ಇದ್ದಾರೆ. സുവിശേഷം നീ യഥാർത്ഥമായി പ്രസംഗിച്ചാലേ, ನೀನು ಇವತ್ತು ಸತ್ಯ ಸುವಾರ್ತೆ ಯಥಾರ್ಥವಾಗಿ ಪ್ರಸಂಗ ಮಾಡಿದರೆ, അന്നും ഇന്നും ಆವತ್ತು ಇವತ್ತು യഥാർത്ഥമായി സത്യ സുവിശേഷം പ്രസംഗിച്ചു കഴിയുമ്പോൾ ಯಥಾರ್ಥವಾದ ಸತ್ಯ ಸುವಾರ್ತೆಯನ್ನು ಪ್ರಸಂಗ ಮಾಡಿದಾಗ നിനക്ക് കഷ്ടമുണ്ട്. ನಿನಗೆ ಕಷ್ಟ എന്നാൽ ಬರ್ತದೆ. ഭയപ്പെടല്ലേ. ಆದ್ರೆ ಭಯಪಡಬೇಡ. യഥാർത്ഥമായി ദൈവം ഏൽപ്പിച്ചത് അങ്ങ് ചെയ്താൽ മതി. ಯಥಾರ್ಥವಾಗಿ ದೇವರು ಕೊಟ್ಟದನ್ನು ನೀನು ಮಾಡು. നിന്നെ ഏൽപ്പിച്ചത് ദൗത്യം പൂർത്തീകരിക്കുന്നവരത്തെ വരെ
ನಿನಗೆ ಕೊಡಲ್ಪಟ್ಟಂತ ಕಾರ್ಯ ಮುಗಿಯುವ ತನಕವೂ ಕೂಡ നിനക്ക് ഒരു കേട് സംഭവിക്കയില്ല. ನಿನಗೆ ಒಂದು ಕೇಡು നിനക്ക് ഒരു ಬರ್ಲಿಕ್ಕೆ കേട് ಸಾಧ್ಯವಿಲ್ಲ. സംഭവിക്കയില്ല. ನಿನಗೆ ಏನು ಅಪಾಯ നിനക്ക് ഒരു ಬರ್ಲಿಕ್ಕೆ കേട് ಸಾಧ್ಯವಿಲ್ಲ. സംഭവിക്കയില്ല. ನಿನಗೆ ಯಾವ ಅಪಾಯ ಬರ್ಲಿಕ್ಕೆ ഹല്ലേലൂയ. ಸಾಧ್ಯವಿಲ್ಲ. ಹಲ್ಲೆಲೂಯಾ. ശൗൽ ഒത്തിരി നോക്കി ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി. ಸೌಲು ಬಹಳಷ್ಟು ನೋಡಿದ ದಾವೀದನನ್ನು അവൻ ಕೊಲ್ಲಿಕ್ಕಾಗಿ. പൊസിഷൻ രാജാവായിരുന്നു ശൗലിന്റേത്. ಸೌಲು ಒಬ್ಬ ರಾಜನ ಸ್ಥಿತಿಯಲ್ಲಿದ್ದ. എന്നാൽ ദാവീദിനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ ಆದರೆ ದಾವೀದನನ್ನು ಅಭಿಷೇಕ ಮಾಡಿ ദാവീദിലുള്ള അഭിഷേകം ದಾವೀದನ ಒಳಗಿದ್ದಂತ ശൗലിന്റെ ഉള്ളിലുള്ള ദുരാത്മാവിനെ ദൂരവിടുന്നതായിരുന്നു. ಸೌಲನ ಒಳಗೆ ಇದ್ದಂತ ದುರಾತ್ಮವನ್ನು ಅದು ಓಡಿಸುವಂತದ್ದಾಗಿತ್ತು. ഇന്ന് പൽക്കാലം നമ്മളിലുള്ള അഭിഷേകം ಇವತ್ತು ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ನಮ್ಮ നിനക്ക് വിരുദ്ധമായി എഴുന്നേൽക്കുന്ന എല്ലാ ആയുധങ്ങളെയും ನಿಮ್ಮ ವಿರುದ್ಧವಾಗಿ ಏಳುವಂತ ಪ್ರತಿಯೊಂದು അത് ಆಯುಧಗಳು നശിപ്പിക്കുന്നതാണ്. ಅದು ನಾಶ നിനക്ക് എതിരായി വരുന്ന ജനത്തിന്മേലെ ನಿನಗೆ ವಿರುದ್ಧವಾಗಿ ಇರುವಂತ ಜನರ അവരിലുള്ള ദുഷ്ടാത്മ ശക്തികളെ ಅವರ ಒಳಗಿರುವಂತ ದುಷ್ಟಾತ್ಮ അത് ಶಕ್ತಿಯನ್ನು ഓടിക്കുന്നതാണ്. ಅದನ್ನು നീ ಓಡಿಸುವ ഒരു അഭിഷക്തയാಗಿ അഭിഷേകനാಗಿ ഇരിക്കുമ്പോൾ ನೀನು ಒಂದು ಅಭಿಷಕ್ತನಾಗಿ ಅಭಿಷಕ್ತಿಯಾಗಿ നിന്നിൽ കാര്യം ചെയ്തെടുക്കുന്നത് ನಿನ್ನ ಒಳಗೆ ಕಾರ್ಯ ಮಾಡುವಂತದ್ದು പരിശുദ്ധാത്മാവാണ്. ಪರಿಶುದ್ಧಾತ್ಮನಾಗಿ ഹല്ലേലൂയ. നിന്നിൽ വിശ്വസ്തതയുണ്ടെങ്കിൽ ನಿನ್ನಲ್ಲಿ ವಿಶ್ವಾಸ നിന്നിൽ വാക്യത്തിന്റെ റെവലേഷൻ ഉണ്ടെങ്കിൽ ನಿನ್ನಲ್ಲಿ ವಾಕ್ಯದ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുണ്ടെങ്കിൽ ನಾಶವಾಗುತ್ತಿರುವಂತ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ഇന്നും ശക്തനെന്ന് സഭ അറിഞ്ഞുകൊള്ളട്ടെ. ದೇವರು ನಿನ್ನನ್ನು ಉಪಯೋಗಿಸುತ್ತಾನೆ ಎಂಬುದಾಗಿ ಸಭೆ ತಿಳಿದುಕೊಳ್ಳಲಿ. ഈ ഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കുന്ന ഉദ്ദേശം ಈ ಭೂಮಿಯಲ್ಲಿ ನಮ್ಮನ್ನು ಇಟ್ಟಿರುವಂತ ಉದ್ದೇಶ 70-80 തീർക്കുവാനല്ല. 70-80 ಮುಗಿಸಲಿಕ್ಕಾಗಿ ಅಲ್ಲ. അവിടെ പോകുമ്പോൾ എന്തേലും എന്റെ ദൈവത്തിന് മുന്നിൽ കാഴ്ചവെക്കണം. ನಾನು ಹೋಗುವಾಗ ದೇವರ ಸಂಗಡ ದೇವರ ಮುಂದೆ ನಿಲ್ಲುವಾಗ ಏನು ಎಂಬುದಾಗಿ ಪ್ರಶ್ನೆ ഞാൻ ಇದೆ. എന്തിനാണ് ഇറങ്ങി തിരിച്ചത്? ನಾವು ಯಾಕೆ ಬಂದಿದ್ದೇವೆ? വെറുതെ ഈ ഭൂമിയിൽ ജീവിച്ചു കളയുവാനുള്ളതല്ല. ಸುಮ್ಮನೆ ಈ ಭೂಮಿಯಲ್ಲಿ ಜೀವಿಸಿ ഈ ಹೋಗಲಿಕ್ಕೆ ഭൂമിയിൽ എന്നെ ആക്കിയതിന്റെ ഉദ്ദേശം ಈ ಭೂಮಿಯಲ್ಲಿ ನನ್ನನ್ನು ಇಟ್ಟಿರುವಂತ അത് ഞാൻ ಉದ್ದೇಶ പൂർത്തീകരിക്കുമെന്നുള്ള ഒരു ദൗത്യം ಅದು ನಾನು അത് ಪೂರ್ತಿಗರಿಸುತ್ತೇನೆ ಎಂಬ ഹൃദയത്തിന്റെ ದೌತ್ಯ. ആഴത്തിൽ നിന്ന് പൊങ്ങി വരണം. ಅದು ಆಳದಿಂದ ಬರಬೇಕಾಗಿದೆ. നിന്നെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ದೇವರಿಗೆ ನಿನ್ನನ್ನು നിന്റെ ಉಪಯೋಗಿಸುವ പ്രായം ಸಾಧ್ಯ. ദൈവത്തിന് വ്യത്യാസമല്ല. ನಿನ್ನ ಪ್ರಾಯ ದೇವರಿಗೆ നീ ವ್ಯತ್ಯಾಸವಲ್ಲ. ചെറിയവനോ വലിയവനോ ദൈവത്തിന് വ്യത്യാസമല്ല. ನೀನು ಸಣ್ಣವನೋ ದೊಡ್ಡವನೋ ದೇವರಿಗೆ നിന്നിലിരിക്കുന്ന ವ್ಯತ್ಯಾಸವಲ್ಲ. വിശ്വസ്തതയാണ് ദൈവം നോക്കുന്നത്. ದೇವರು ನಿನ್ನಲ್ಲಿರುವಂತ ನಂಬಿಕೆ ദൈവ കാര്യത്തിന് വേണ്ടി നീ എത്രത്തോളം ആസക്തി ഉണ്ടെന്ന് ദൈവം നോക്കിയാണ്. ದೈವಿಕ ಕಾರ್ಯಗಳಲ್ಲಿ ನಿನ್ನಲ್ಲಿ ಎಷ್ಟು ಆಸಕ್ತಿ ಇದೆ ദൈവത്തിന് വേണ്ടി നീ ನೋಡ್ತಾ എത്ര ഫലം കൊടുക്കുന്നവരെ ദൈവം നിന്നെ നോക്കിയാണ്. ದೇವರಿಗೆ ನೀನು ಎಷ್ಟು ಫಲ ತರುತ್ತೀಯ ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നാല് ನೀನು ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ നിന്നെയും നിന്റെ കുടുംബത്തെ മാനിക്കാവുന്നുള്ള ദൈവത്തിന്റെ കടമയാണ്. ನಿನ್ನನ್ನು ನಿನ್ನ ಕುಟುಂಬವನ್ನು ದೇವರು ಮಾನಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കറബ ശാന്തരി കൊലോറദലകസിയ അന്തര അരഗനഘടകസിയ 2025 ചില കുടുംബങ്ങളെ മാനിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതി എന്ന് അറിഞ്ഞുകൊള്ളുക. 2025ನೇ ವರ್ಷ ಕೆಲವು കുടുംബಗಳನ್ನು ದೇವರು ಮಾನಿಸಲಿಕ್ಕಿದ್ದಾನೆ. നിന്റെ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ലാഭമായി തീർക്കുന്ന വർഷമായി ദൈവം മാറ്റുകയാണ്. ನಿನ್ನ ಕಷ್ಟಗಳು ನಷ್ಟಗಳು ಲಾಭವಾಗುವಂತ ವರ್ಷವಾಗಿದೆ. ഇന്ന് നീ വിശ്വസ്തയോടെ ആലയത്തിൽ നിൽക്കുന്നത് ദൈവാത്മാവ് ദർശിക്കുകയാണ്. ಇವತ್ತಿಗೂ ನೀನು ನಂಬಿಗಸ್ತಿಕೆಯೊಂದಿಗೆ ಆಲಯದಲ್ಲಿ ನಿಂತಿರುವುದನ್ನು ದೇವರು ನೋಡುತ್ತಿದ್ದಾನೆ. നിന്നെ മനുഷ്യർ കാണുമ്പോൾ നിനക്ക് മാർക്കിടണ്ട. ನಿನ್ನನ್ನು ಮನುಷ್ಯರು ನೋಡುವಾಗ ನಿನಗೆ ಮಾರ್ಕ್ നിന്നെ കാണുന്ന ഒരു ദൈവ ഉയരത്തിലുണ്ട്. ನಿನ್ನನ್ನು ನೋಡುವಂತ ಒಬ್ಬ ದೇವರು ಮೇಲೆ നീ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് സ്വർഗം കാണുകയാണ്. ನೀನು ದೇವರಿಗಾಗಿ ಮಾಡಿರುವುದು ಸ್ವರ್ಗ ನೋಡಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ಎರಡನೇ ಕಾರ್ಯ പറയാത്തത് ചെയ്യാതിരിക്കുക. ಹೇಳದೆ ಇರುವಂತದ್ದನ್ನು ಮಾಡಬೇಡಿ. വിശ്വസ്തയോടെ നിൽക്കുന്ന വ്യക്തികളെ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯೊಂದಿಗೆ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ದೇವರು ಏನಾದ್ರೂ ಹೇಳಿದ್ರೆ ಮಾತ್ರ ദൈവദാസൻ ಮಾಡ್ತಾರೆ. എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ചെയ്യുകയുള്ളൂ. ದೇವರ ದಾಸರು ಏನಾದ್ರೂ ಹೇಳಿದ್ರೆ ಮಾತ್ರ ಮಾಡ್ತಾರೆ. അധിക പ്രസംഗം കാണിക്കാൻ പോകത്തില്ല. പച്ച മലയാളം. ಅಧಿಕ ಪ್ರಸಂಗ ತೋರಿಸಲಿಕ್ಕೆ ಹೋಗೋದಿಲ್ಲ. അധിക പ്രസംഗം കാണിക്കത്തില്ല. ಅಧಿಕ ಪ್ರಸಂಗ ಮಾಡುವುದಿಲ್ಲ. വിശ്വസ്തയോടെ നിൽക്കുന്നവർ ദൈവത്തിന്റെ വചനത്തിൽ അധീനരായി നിൽക്കുമെന്നാണ് പറഞ്ഞതിന്റെ സാരം. ನಂಬಿಗಸ್ತರು ದೇವರ ವಾಕ್ಯಕ್ಕೆ ಅಧೀನರಾಗಿ ಇರ್ತಾರೆ ಎಂಬುದಾಗಿ ದೇವರ ജോൺ ചാപ്റ്റർ ವಾಕ್ಯವಾಗಿದೆ. 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ അവിടെ ഒരു വിശ്വസ്തതയെ കാണാൻ പറ്റും. ಯೋಹಾನ ಬರೆದ ಸುವಾರ್ತೆ 2ನೇ ಅಧ್ಯಾಯ 5ನೇ ವಾಕ್ಯದಲ್ಲಿ ನೋಡಬಹುದಾಗಿದೆ. ಜಾನ್ ಚಾಪ್ಟರ್ 2 ವರ್ಸ್ 5. John chapter 2 verse 5. Yeah. ಅಮ್ಮ ನನ್ನ ಕೊಡುಗೆ ನಿನಗೇಕೆ, ನನ್ನ ಸಮಯ ಇನ್ನೂ ಬಂದಿಲ್ಲ ಎಂದು ಹೇಳಲು ಆತನು ತಾಯಿಯು
ಕೆಲಸದವರಿಗೆ ಆತನು ನಿಮಗೆ ಏನು ಹೇಳುವನೋ ಅದನ್ನು ಮಾಡಿರಿ ಅಂದಳು. ആമേൻ ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ ಆತನು ಏನಾದರೂ ಹೇಳಿದರೆ ಅದನ್ನು ಮಾಡಿರಿ എന്ന മറിയ ശുശ്രൂഷക്കാരോട് പറഞ്ഞ വാചകത്തിന് ಅಲ್ಲಿ ಮರಿಯಳು ತನ್ನ ಸೇವಕರಿಗೆ ಹೇಳ್ತಾ ಇರುವಂತ ಕಾರ್ಯ 1000 പ്രസംഗത്തെക്കാൾ ശക്തിയുണ്ട് അതിന്. ಅದಕ್ಕೆ 1000 ಪ್ರಸಂಗಗಳಿಗಿಂತ ಶಕ್ತಿ ಇರುವಂತ ಮಾತು. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്റെ അമ്മയായ മറിയയാണ്. ಅಮ್ಮ ಆಗಿರುವಂತ ಮರಿಯಳು ഹല്ലേലൂയ. തന്റെ മകനോട് അധികാരത്തോട് സംസാരിക്കാമായിരുന്നു. ತನ್ನ ಮಗನೊಂದಿಗೆ ಅಧಿಕಾರದೊಂದಿಗೆ ಹೇಳಬಹುದಾಗಿತ್ತು, ഇല്ല. ಆದ್ರೆ ಇಲ್ಲ. തന്നെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് ആ മാതാവ് ഹല്ലേലൂയ ആ ശുശ്രൂഷക്കാരോട് ಆ പറഞ്ഞത്. ತಾಯಿ ಹೇಳ್ತಾ ಇರುವುದು ಆತನು ಏನು ಹೇಳ್ತಾನೋ ಅದನ್ನು ಮಾತ್ರ ഈ ಮಾಡಿ. പൈതല് ഹല്ലേലൂയ ജനിക്കും മുമ്പേ അവനോടുള്ള ആലോചന അവൻ ആരായി തീരുമെന്ന് ഈ മാതാവിനോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ಈ ಮಗು ಹುಟ್ಟುವುದಕ್ಕಿಂತ ಮೊದಲಾಗಿಯೇ ಆ ತಾಯಿಗೆ ಗೊತ್ತಿತ್ತು ಈ ಮಗನ ಯಾರು ഇവൻ ಎಂಬುದಾಗಿ. ലോക രക്ഷകനാണ് ആ മാതാവിന് അറിയാമായിരുന്നു. ಈ ಲೋಕದ ರಕ್ಷಕನು ಎಂಬುದಾಗಿ ಆ ತಾಯಿಗೆ ಗೊತ್ತಿತ್ತು. ആർക്കും അറിയാത്ത രഹസ്യങ്ങൾ ആ മാതാവിന് അറിയാമായിരുന്നു. ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲದೆ ಇರುವಂತ ರಹಸ್ಯಗಳು ಆ ತಾಯಿಗೆ ಗೊತ್ತಿತ್ತು. അതുകൊണ്ടാണ് ആ മാതാവിന് അറിയാമായിരുന്നു എന്റെ മകനോട് പറഞ്ഞാല് അവനൊരു വാക്ക് പറഞ്ഞാല് അവിടെ അത്ഭുതം നടക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്തു പറയുന്നു അത് മാത്രം ചെയ്താൽ മതി. ಆದ್ದರಿಂದ ಅವಳಿಗೆ ಗೊತ್ತಿತ್ತು ತನ್ನ ಮಗನು ಏನು ಹೇಳುತ್ತಾನೋ ಅದು ಮಾಡಿದ್ರೆ ಅದು ನಡೆಯುತ್ತದೆ ಎಂಬುದಾಗಿ. കർത്താവ് കൽപ്പിക്കാത്തത് നാം ചെയ്യുന്നതാണ് ഈ കാലത്തെ ദുഃഖകരമായ വസ്തുത. ಇವತ್ತಿನ ದುಃಖಕರವಾದಂತ ಅವಸ್ಥೆ ಅಂತ ಹೇಳಿದ್ರೆ ಕರ್ತನ ಹೇಳದೆ ಇರುವಂತ ಕಾರ್ಯಗಳನ್ನು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ദൈവം പറയാത്തത് പ്രവർത്തിക്കുകയും ದೇವರು ಹೇಳದೆ ಇರುವಂತದ್ದನ್ನು ಮಾಡುವುದು, ദൈവം പറയുന്നത് പ്രവർത്തിക്കുകയും പറയാത്ത പ്രവർത്തിക്കാതിരിക്കുന്നതുമാണ്. ಇಲ್ಲಿ ದೇವರು ಹೇಳುವಂತದ್ದನ್ನು ಮಾಡುವುದು ಹಾಗೂ ದೇವರು ಹೇಳದೆ ಇರುವಂತದ್ದನ್ನು ಮಾಡದೇ ಇರುವುದು, അതാണ് വിശ്വസ്തത. ಅದಾಗಿದೆ ദൈവം ನಂಬಿಗಸ್ತಿಕೆ. പറയുന്നത് പ്രവർത്തിക്കുക, ನಾವು ದೇವರು ಏನು ಹೇಳ್ತಾರೋ ಅದನ್ನು ಮಾತ್ರ ಮಾಡಬೇಕು. പറയാത്തത് പ്രവർത്തിക്കാതിരിക്കുക. ಹೇಳದೇ ಇರುವಂತದ್ದನ್ನು ನಾವು സിമ്പിൾ ಮಾಡಬೇಕಾದದಿಲ್ಲ. മീനിങ് ദാറ്റ് ഈസ് ഫെയ്ത്ത്ഫുൾനെസ്. സാധാരണವಾದ ಅರ್ಥವಾಗಿದೆ ನಂಬಿಗಸ್ತಿಕೆಯ വിശ്വാಸ ಯೋಗ್ಯತೆ ಅರ್ಥ. പ്രവർത്തനങ്ങളുടെ അതിഗാംഭീര്യം പോലെ ആത്മീയ മണ്ഡലങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ಇವತ್ತು ಕಾರ್ಯಗಳ ಗಾಂಭೀರ್ಯತೆ ನೋಡುವುದಾದರೆ ನಮ್ಮ ಆತ್ಮಿಕ ಮಂಡಲಗಳೆಲ್ಲ പല ನಾಶವಾಗ್ತಾ ಇದೆ. സഭകൾ വൈക്കോൽ സമാനമായി തീരുകയാണ്. ಇವತ್ತು ಹಲವು ಸಭೆಗಳು ಬೈಹುಲ್ಲಿನಂತೆ ನಾಶವಾಗಿದೆ. പലതും നഗ്ന ദൃഷ്ടിയിൽ വലിയ സഭകളായി കാണുകയാണ്. ಇವತ್ತು ನಮ್ಮ ಕಣ್ಣ ದೃಷ್ಟಿಯಲ್ಲಿ ದೊಡ್ಡ ಸಭೆಗಳಾಗಿ ಕಾಣ್ತಾ എന്നാൽ ಇದೆ. തീയിൽ കൂടി കടന്നുപോയാൽ ഒരു പിടി ചാരം മാത്രമാണ്. ಆದರೆ ಆ ಸಭೆ ಬೆಂಕಿಯ ಅವಸ್ಥೆಯಿಂದ ಹಾದು ಹೋಗುವಾಗ ಖಾಲಿ ಬೂದಿಯ ಅವಸ್ಥೆ ಇರ್ತದೆ. ശോധനയിൽ കൂടി കടന്നു പോകുമ്പോഴേ യഥാർത്ഥത വിശ്വസ്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ಶೋಧನೆಯಿಂದ ಸಭೆ ದಾಟಿ ಹೋಗುವಾಗಲೇ ಗೊತ್ತಾಗ್ತದೆ ನಂಬಿಗಸ್ತರು ഒരു ಹೇಗೆ ശോധനയിൽ ಇದ್ದಾರೆ കൂടി ಎಂಬುದಾಗಿ. യഥാർത്ഥ വ്യക്തി കടന്നു പോകുവാനാണ് അവന്റെ വിശ്വസ്തത എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ಒಬ್ಬ ವ್ಯಕ್ತಿ ಯಥಾರ್ಥವಾಗಿ ಶೋಧನೆಯಿಂದ ದಾಟಿ ಹೋಗುವಾಗಲೇ ಗೊತ್ತಾಗ್ತದೆ ಅವನು ಎಷ್ಟು ನಂಬಿಗಸ್ತನು ಎಂಬುದಾಗಿ. കാലം ദൈവം പറഞ്ഞത് ചെയ്തുകൊണ്ട് ಆದ್ದರಿಂದ ಇವತ್ತು ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ದೇವರು ಏನು ಹೇಳ್ತಾರೋ നമ്മുടെ ಅದನ್ನು ജീവിതത്തിൽ ಮಾಡುವುದಾದರೆ, എത്ര കഷ്ടങ്ങളും ശോധനകളും വരട്ടെ, ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಎಷ್ಟೇ ಕಷ್ಟಗಳು ಶೋಧನೆಗಳು ಬರಲಿ, ദൈവത്തിന് വേണ്ടി നിലനിന്നുകൊണ്ട് ದೇವರಿಗಾಗಿ ನೆಲೆ അവന് ನಿಲ್ಲುವುದಾದರೆ, വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീർന്നാലേ ಆತನಿಗಾಗಿ ಫಲ ആ ಕೊಡುವವರಾದರೆ, വിശ്വസ്തരെയാണ് ഇന്ന് പൽക്കാലം ദൈവം നോക്കുന്നത്. ಅಂತ ವಿಶ್ವಾಸ ಯೋಗ್ಯರನ್ನು ದೇವರು അങ്ങനെ ನೋಡ್ತಾ ഉള്ളവരെയാണ് ಇದ್ದಾನೆ. ദൈവം ഉയർത്തുന്നത്. ಅಂತವರನ್ನು ದೇವರ ಮೇಲಕ್ಕೆ ಎಬ್ಬಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നമ്മളെ ആക്കിയിരിക്കുന്ന വിശ്വസ്തയോടെ ചെയ്യുമ്പോഴേ, ನಮ್ಮನ್ನು ಇಟ್ಟಿರುವಂತ ನೆಲೆಯಲ್ಲಿ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಪಾಲಿಸುವಾಗ, നാം നിൽക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിന്നാല് ನಾವು ನಿಂತಲ್ಲಿಯೇ ವಿಶ್ವಾಸ ಯೋಗ್ಯರಾಗಿ ನಿಂತರೆ ദൈവം നമ്മെ തക്ക സമയത്ത് മാനിക്കുമെന്ന്. ದೇವರು ತಕ್ಕ ಸಮಯದಲ್ಲಿ ಮಾನಿಸುತ್ತಾನೆ. മൂന്നാമത്തെ കാര്യം, ಮೂರನೇ ಕಾರ್ಯ, വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. ಬೇಗನೆ ಮುಂದೆ സമയം ജ്ഞാനത്തോട് ഉപയോഗിക്കുക. ಸಮಯವನ್ನು ಬುದ್ಧಿಪೂರ್ವಕವಾಗಿ വിശ്വസ്തര് ಉಪಯೋಗಿಸಬೇಕು. സമയം ഒക്കെ നല്ല ഡിസിപ്ലിൻ ആയിട്ട് ഉപയോഗിക്കും. ನಂಬಿಗಸ್ತರು ಸಮಯವನ್ನು ಉಚಿತವಾಗಿ ദൈവത്തിന്റെ ಉಪಯೋಗಿಸುತ್ತಾರೆ. അമൂല്യ ദാനമാണ് സമയം. ಸಮಯ ಅಂತ ಹೇಳಿದ್ರೆ ದೇವರ ಅಮೂಲ್ಯವಾದ ದಾನವಾಗಿದೆ എന്നാൽ ನಮಗೆ. സമ്പന്നനും ദരിദ്രനും, ಆದ್ರೆ ಒಂದು ಸಂಪನ್ನ ವ್ಯಕ್ತಿಗೂ ಹಾಗೂ ಬಡವನಿಗೂ, ബുദ്ധിമാനും ബുദ്ധിഹീനർക്കും, ಬುದ್ಧಿ ಇದ್ದವನಿಗೂ ಬುದ್ಧಿ ಇಲ್ಲದವನಿಗೂ, ഉയർന്നവനും താഴ്ന്നവർക്കും, ಮೇಲೆ ಉನ್ನತದಲ್ಲಿ ಇರುವವರು വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും, ವಿಶ್ವಾಸಿಗಳಿಗೂ ಅವಿಶ್ವಾಸಿಗಳಿಗೂ, എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. ಎಲ್ಲರಿಗೂ 24 ಗಂಟೆಗಳು ಮಾತ್ರ ಇದೆ. നാം നമുക്ക് തന്ന സമയത്തിൽ വിശ്വസ്തരാണോ? ಆದ್ರೆ ನಾವು ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಂತ ಸಮಯದಲ್ಲಿ നമുക്ക് ನಂಬಿಗಸ್ತರಾಗಿದ್ದೇವೆ. തന്ന സമയത്തിൽ നമ്മൾ വിശ്വസ്തരാണോ? ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಂತ ಸಮಯದಲ್ಲಿ ನಾವು നമ്മുടെ കയ്യിലാണ് ನಂಬಿಗಸ್ತರಾಗಿದ್ದೇವೆ.
സമയം ഇരിക്കുന്നത്. ನಮ್ಮ ಕೈಗಳಲ್ಲಿ ಆಗಿದೆ ദൈവം ಸಮಯ. തന്ന് രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കാറുണ്ടോ? ನಾವು ಬೆಳಿಗ್ಗೆ ಎದ್ದ ಕೂಡಲೇ ದೇವರ ಮುಖವನ್ನು ನಾವು ನೋಡ್ತಾ ಇದ್ದೇವೆ. അതിനുശേഷം നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ പോകുന്നു. ಅದರ ನಂತರ ದಿನದ ಎಲ್ಲ പ്രാർത്ഥനയ്ക്കുള്ള സമയം പോകുന്നു. ಪ್ರಾರ್ಥನೆಗಾಗಿರುವ ജോലി സ്ഥാപനങ്ങളിൽ നമ്മൾ പോകുന്നു. ನಾವು ಕೆಲಸದ ಮೇഖಲೆಗಳಲ್ಲಿ തിരിച്ചു ಹೋಗ್ತಾ ഭവനങ്ങളിൽ ಇದ್ದೇವೆ. തിരിച്ചു വരുന്നു. ಮತ್ತೆ ತಿರುಗಿ ಮನೆಗೆ ഓരോ ಬರ್ತಾ ಇದ್ದೇವೆ. സമയവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ಒಂದೊಂದು ಗಳಿಗೆಯು ಬಹಳ നമ്മുടെ സമയം ಅಮೂಲ್ಯವಾದದ್ದು. വ്യർത്ഥമായി നമ്മൾ കളയല്ലേ? ನಾವು ನಮ್ಮ ಸಮಯವನ್ನು നമ്മെ ವ್ಯರ್ಥವಾಗಿ തന്നെ ಕಳೆಯಬಾರದು. പരിശോധിക്കുക. സമയത്തിൽ നാം വിശ്വസ്തരാണോ? ನಮ್ಮನ್ನು ನಾವೇ ಶೋಧಿಸಿ ನೋಡಬೇಕು. ಸಮಯಕ್ಕೆ ನಾವು ഒരു ദൈവവൈതലിനെ ವಿಶ್ವಾಸರಾಗಿದ್ದೇವಾ? സംബന്ധിച്ചുള്ള സമയം അതിപ്രധാനമായ കാര്യമാണ്. ಒಬ್ಬ ದೇವರ ಮಗನ ಹಾಗೂ ಮಗಳ ಎಲ್ಲದಕ್ಕಿಂತ ಪ್ರಮುಖವಾದ ಕಾರ್ಯ ಅವರ ಸಮಯವಾಗಿದೆ. സമയത്തെ ശരിയായി ഉപയോഗിച്ചാല്, ಸಮಯವನ್ನು ಸರಿಯಾಗಿ ಉಪಯೋಗಿಸಿದರೆ, ആ സമയത്തെ ശരിയായി നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചാല്, ನಾವು ಸಮಯವನ್ನು ಸರಿಯಾಗಿ ಉಪಯೋಗಿಸಲಿಕ್ಕೆ അങ്ങനെ ಕಲಿತರೆ, ശീലിച്ചാല്, ಹಾಗೆ ನಾವು ಕಲಿತುಕೊಂಡರೆ വിശ്വസ്തരാകാനും ജയാളിയാകാനും ഈസി ആകാൻ പറ്റും. ವಿಶ್ವಾಸ ಯೋಗ್ಯರಾಗಲಿಕ್ಕೆ ಜಯಶಾಲಿಗಳಾಗಲಿಕ್ಕೆ ഇന്ന് ಸುಲಭವಾಗಿದೆ. ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. ಇವತ್ತು ಮಾಡಬೇಕಾದದ್ದು ಇವತ್ತು ಮಾಡುವ. നാളത്തേക്ക് ചെയ്യാൻ വെച്ചാൽ ನಾಳೆಗೆ ಮಾಡ್ಲಿಕ್ಕೆ ಇಟ್ರೆ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം നഷ്ടമാകും. സമയം. ಜೀವಿತದ ಒಳ್ಳೆ ಒಂದು ಭಾಗ ನಷ್ಟವಾಗ್ತದೆ. കർത്താവിന്റെ വരവ് താമസിച്ചാല് ಕರ್ತನ ಬರುವಣಿಗೆ ತಡವಾದ നമ്മുടെ എല്ലാവരുടെ ശാരീരിക മരണങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതാണ്. ನಮ್ಮ ಎಲ್ಲರ ಶಾರೀರಿಕ ಮರಣ ಇಲ್ಲಿ ಸಂಭವಿಸ್ತದೆ. എന്നാൽ ಆದರೆ മരിക്കുന്നതിന് മുമ്പേ ಸಾಯುವುದಕ್ಕಿಂತ നമ്മളെ ಮುಂಚಿತವಾಗಿ ഏൽപ്പിച്ച ദൈവിക പദ്ധതികളെ ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಂತ ದೇವರ ಪದ್ಧತಿ പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞോ എന്നുള്ളതാണ്. ನಮಗೆ ಪೂರ್ತೀಕರಿಸಲಿಕ್ಕೆ ಆಯಿತು ಎಂಬುದಾಗಿದೆ. ആ പൂർത്തീകരിക്കുന്ന ദൈവത്തോടൊപ്പം ആണോ എന്ന് നോക്കുന്നതാണ്. ನಾವು ಪೂರ್ತೀಕರಿಸ್ತಾ ಇರುವುದು ದೇವರ ಒಂದಿಗೆ ಆಗಿದೆಯೋ ಎಂಬುದಾಗಿ അവനാണ് ನೋಡಬೇಕು. ബുദ്ധിമാന്. ಅವನಾಗಿದ್ದಾನೆ ಬುದ್ಧಿವಂತ. അവന് വിശ്വസ്തനാകുവാൻ സാധിക്കും. ಅವನು ನಂಬಿಗಸ್ತನಾಗಲಿಕ್ಕೆ ಸಾಧ್ಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പണ്ട് ഞാൻ സമയത്തിന്റെ വില ഞാൻ പറയുകയുണ്ടായി. ನಾನು ಕಳೆದ ದಿವಸಗಳಲ್ಲಿ ಒಂದು ದಿವಸ ഒരു ಸಮಯದ വർഷം ಬೆಲೆ ನಾನು മുഴുവൻ ಹೇಳಿದ್ದೆ. പഠിച്ചിട്ട് ಒಂದು ವರ್ಷವೆಲ್ಲ ಕಲಿತ ಮೇಲೆ ലാസ്റ്റ് ഫൈനൽ റിസൾട്ടിൽ ആ കുട്ടി തോറ്റുപോയാലേ, ಆ ಫೈನಲ್ ಒಂದು ರಿಸಲ್ಟ್ ಬರುವಾಗ ಆ ಮಗು ಸೋತು ಹೋಗಿರುವುದಾಗ അവരോട് ചോദിച്ചു ಫೇಲ್ നോക്കണം ಆಗಿರುವುದಾದ್ರೆ എന്തായിരുന്നു സമയത്തിന്റെ വിലയെന്ന്. ಅವರ ಹತ್ರ ಕೇಳಬೇಕಾಗಿದೆ, ನಾವು ಸಮಯದ ಬೆಲೆ ಏನು ഒരു ಎಂಬುದಾಗಿ. മാസത്തിന്റെ വില വ്യത്യാസം അറിയണമെങ്കിൽ ಒಂದು ತಿಂಗಳಿನ ಬೆಲೆ ಗೊತ್ತಾಗಬೇಕು. മാസം തികയാതെ പ്രസവിച്ച ഒരു അമ്മയോട് ചോദിച്ചാൽ മനസ്സിലാവും. ಒಂದು ತಾಯಿ ಹತ್ರ ಒಂದು ತಿಂಗಳು ಕಡಿಮೆ ಇರುವಾಗಲೇ ಮಗುವನ್ನು ಜನಿಸಿದಿರುವುದಾದ್ರೆ ಕೇಳಬೇಕಾಗಿದೆ. ഒരു ദിവസത്തിന്റെ വില മനസ്സിലാകണമെങ്കിൽ, ಒಂದು ದಿವಸದ ಬೆಲೆ ಗೊತ್ತಾಗಬೇಕಾದ್ರೆ, ഇന്റർവ്യൂ ദിവസം തെറ്റിപ്പോയ ഒരു മകനോട് മകളോട് ചോദിച്ചാൽ, ಇಂಟರ್ವ್ಯೂ ತಪ್ಪಿ ಹೋದಂತ ಮಗನ ಹತ್ರ ನಾವು ಕೇಳಬೇಕಾಗಿದೆ. ഒരു മണിക്കൂറിന്റെ വില മനസ്സിലാക്കുവാന്, ಒಂದು ತಾಸಿನ ಬೆಲೆ ಗೊತ್ತಾಗಬೇಕು. വിവാഹ സമയം കാത്തിരിക്കുന്ന വധൂവരന്മാരോട് ചോദിക്കുക. ಮದುವೆಗಾಗಿ ಕಾದಿರುವಂತ ವಧು ഒരു ವರರಿಗೆ മിനിറ്റിന്റെ വില ಕೇಳಬೇಕು. മനസ്സിലാക്കുവാന്, ಒಂದು ಮಿನಿಟಿನ ಬೆಲೆ ಗೊತ್ತಾಗಬೇಕಾದ್ರೆ, ട്രെയിൻ മിസ്സായ യാത്രക്കാരോട് ചോദിച്ചാൽ മനസ്സിലാകും. ಟ್ರೈನ್ ತಪ್ಪಿ ಹೋದಂತ ಆ ಯಾತ್ರಿಕನ ഒരു ಹತ್ರ ಕೇಳಬೇಕು. സെക്കൻഡിന്റെ വില മനസ്സിലാക്കുവാൻ, ಒಂದು സെക്കಂಡಿನ ಬೆಲೆ ಗೊತ್ತಾಗಬೇಕು. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയോട് ചോദിച്ചാൽ ಒಂದು മനസ്സിലാകും. ಸ್ವಲ್ಪದಲ್ಲಿಯೇ ಮಿಸ್ ಆದಂತ ಒಂದು ದುರ್ಘಟನೆಯ ವ್ಯಕ್ತಿ ಹತ್ರ ಕೇಳಬೇಕಾಗಿದೆ. 10 വില മനസ്സിലാക്കുവാൻ, 10ರಲ್ಲಿ 1 ಬೆಲೆ ಗೊತ್ತಾಗಬೇಕಾದ್ರೆ, ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ കിട്ടിയ ആ വ്യക്തിയോട് ചോദിച്ചാൽ മനസ്സിലാകും. ಒಲಿಂಪಿಕ್ಸ್ ನಲ್ಲಿ ಬೆಳ್ಳಿಯ ಪದಕ ಸಿಕ್ಕಿದಂತ ಆ ವ್ಯಕ್ತಿ ಹತ್ರ ಕೇಳಬೇಕಾಗಿದೆ. ഹല്ലേലൂയ. അത്ര ഇമ്പോർട്ടന്റ് ആണ് സമയം എന്ന് പറയുന്നത്. ಸಮಯ ಅಂತ ಹೇಳುವುದು സമയ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ആൾക്കാരോട് പോയി ചോദിച്ചാൽ മനസ്സിലാകും. ಸಮಯದ ಬೆಲೆ ಏನು ಎಂಬುದಾಗಿ ಕೇಳುವುದಾದ್ರೆ ಈ ವ್ಯಕ್ತಿಗಳ ಹತ್ರ ಹೋಗಿ ಕೇಳಬೇಕು. ഭൗതിക വിഷയങ്ങളിൽ നാം ബിസി ആകുമ്പോൾ ആത്മീയ വിഷയത്തിൽ ദരിദ്രരാകരുതേ. ಆರ್ಥಿಕವಾದ ಕಾರ್ಯಗಳಲ್ಲಿ ನಾವು ವ್ಯಸ್ತರಾಗಿ ಇದ್ದುಕೊಂಡು ಆತ್ಮಿಕ ಕಾರ್ಯದಲ್ಲಿ ಬಡವರಾಗಬಾರದು. ദൈവിക വിഷയത്തിനു വേണ്ടി ഹല്ലേലൂയ നാം ചെയ്തതെല്ലാം സ്വർഗ്ഗത്തിൽ നമുക്ക് പ്രതിഫലമുണ്ട്. ದೈವಿಕ ಕಾರ್ಯಗಳಲ್ಲಿ ಮಾಡಿದಂತ ಎಲ್ಲದಕ್ಕೂ ಪ್ರತಿಫಲ ಸ್ವರ್ಗದಲ್ಲಿ ನಮಗೆ കൊയ്ത്തു വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ಕೊಯ್ತು ಬಹಳವಿದೆ, ಆದರೆ ಕೆಲಸಗಾರರು ಬಹಳ ಕಡಿಮೆ. ദൈവരാജ്യത്തിന്റെ വേലയ്ക്കായി നമുക്ക് ഇറങ്ങാം. ದೇವರ ರಾಜ್ಯದ ಕಾರ್ಯಗಳಿಗಾಗಿ ನಾವು വിശ്വസ്തരായ വേലക്കാരെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ನಂಬಿಗಸ್ತರಾದ ಸೇವಕರನ್ನು ದೇವರು സമയം ಹುಡುಕುತ್ತಿದ್ದಾನೆ. തക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ಸಮಯವನ್ನು ತಕ್ಕದಲ್ಲಿ ಉಪಯೋಗಿಸಿರಿ. ദൈവം നിന്നെ ശ്രേഷ്ഠമായത് കയ്യിൽ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ದೇವರು ನಿನಗೆ ಶ್ರೇಷ್ಠವಾದದನ್ನು അത് ಕೊಟ್ಟಿರುವಾಗ വിട്ടിട്ട് താഴോട്ട് എന്തിനാ പോകുന്നത്? ಅದನ್ನು ಬಿಟ್ಟು ನಾವು ಕೆಳಗಡೆಗೆ നിന്നെ ಯಾಕೆ ಹೋಗ್ತಾ ഉന്നത ಇದ್ದೇವೆ? വിളിക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ದೇವರು ನಿನ್ನನ್ನು ಉನ್ನತ ಕರೆಯಲ್ಲಿ നിന്നെ ಕರೆದಿದ್ದಾನೆ. ഏൽപ്പിച്ചിരിക്കുന്ന സമയം വിശ്വസ്തയോടെ ദൈവത്തിന്
ദൈവത്തിന് വേണ്ടി നീ ഉപയോഗിച്ചാലേ, ನಿನಗೆ ಕೊಡಲ್ಪಟ್ಟಂತ ಉನ್ನತವಾದ ಸಮಯವನ್ನು ಸರಿಯಾಗಿ ಉಪಯೋಗಿಸು. നീ താഴ്തയല്ല, ഉന്നതങ്ങളിൽ നിന്നെ മാനിക്കുന്ന ദൈവമാണ് നിന്നോട് കൂടെയുള്ളത്. ನಿನ್ನನ್ನು ಕೆಳಗಡೆಗಲ್ಲ ಮೇಲಕ್ಕೆ ಎತ್ತಿ ಉನ್ನತಗಳಲ್ಲಿ ಮಾನಿಸುವ ഈ ದೇವರಾಗಿದ್ದಾನೆ. ലോകത്തിന്റെ പണത്തിന് വേണ്ടി നാം ഓടുമ്പോഴേ, ಈ ಲೋಕದ ಹಣಕ್ಕಾಗಿ ನಾವು ಓಡುವಾಗ, നമ്മുടെ സമയം അതിനു വേണ്ടി മുഴുവനായി നമ്മൾ ചെലവഴിക്കുമ്പോഴേ, ನಮ್ಮ ಸಮಯವನ್ನೆಲ್ಲ ಅದಕ್ಕಾಗಿ ഒരു ಕಳೆಯುತ್ತಿರುವಾಗ ഭാഗം ദൈവത്തിന് വേണ്ടി 24 മണിക്കൂറിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുകയില്ലേ? ಒಂದು ಭಾಗ ನಮಗೆ 24 ಗಂಟೆಯಲ್ಲಿ ದೇವರಿಗಾಗಿ ಕೊಡ್ಲಿಕ್ಕೆ ഈ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ആലയത്തിൽ എല്ലാ ആഴ്ചയിലും എല്ലാ സമയവും ദൈവ മക്കൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ಈ ಆಲಯವನ್ನು ದೇವರ ದಾಸರುಗಳಿಗಾಗಿ, ದೇವರ ಮಕ್ಕಳಿಗಾಗಿ ಆ ಸಮಯವನ್ನು ಬಿಟ್ಟುಕೊಟ್ಟಿದ್ದಾರೆ. ഞായറാഴ്ച വൈകുന്നേരം, തിങ്കളാഴ്ച വൈകുന്നേരം ബൈബിൾ സ്റ്റഡിക്ക് അനേകർ വരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് വചനം പഠിക്കണം, എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരെ സമയം കണ്ടെത്തി ഹല്ലേലൂയ വരണം. നിങ്ങൾ ಆದಿತ್ಯವಾರ ಸಂಜೆಗೆ, ಸೋಮವಾರ ಸಂಜೆಗೆ ಬೈಬಲ್ ಸ್ಟಡಿ ಇಲ್ಲಿ ಇದೆ. ಆದರೆ ನೀವು ಹೇಗಾದರೂ ಸಮಯವನ್ನು ಕಂಡುಕೊಂಡು ವಾಕ್ಯ ಕಲೀಲಿಕ್ಕಾಗಿ ನೀವು ಬರಬೇಕಾಗಿದೆ. നമ്മൾ വിശന്നാൽ എന്താണ് ചെയ്യുന്നത്? ನಾವು ಹಸಿವೆ ಆದ್ರೆ ಏನು ಮಾಡ್ತೇವೆ? നമ്മൾ വിശന്നാൽ കിച്ചണിൽ പോയി എന്തോ കിട്ടുന്ന അതങ്ങ് പെട്ടെന്ന് ആ വിശപ്പങ്ങ് തീർക്കാൻ നമ്മൾ ചെയ്യാറുണ്ട്. ನಾವು ಹಸಿವೆ ಆದ್ರೆ ಕಿಚನಿಗೆ ಹೋಗಿ ಏನ್ ನಮಗೆ ಸಿಗ್ತದೋ ಮುಂದೆ ಅದನ್ನ ನಾವು ತಿಂದು ಹಸಿವೆಯನ್ನು നമ്മുടെ ശാരീരികമായ വിശപ്പിനെ നമ്മൾ തീർക്കുമ്പോഴേ, ಶಾರೀರಿಕವಾದ ಹಸಿವೆಯನ್ನು ಮುಗಿಸಿಕೊಳ್ಳುವಾಗ ആത്മാവിൽ ഒരു മനുഷ്യൻ അകത്തിരിപ്പുണ്ട്. ಆತ್ಮಿಕದಲ್ಲಿ ನಮಗೆ ಆತ್ಮದಲ್ಲಿ ಒಬ್ಬ ಮನುಷ್ಯನಿದ್ದ. അവൻ ഉണങ്ങിയിരിക്കുകയാണ്. ಅವನು ಒಣಗಿದ അതിനെ ಅವಸ್ಥೆಯಲ್ಲಿ ആര് കാണാനാ? ಅವನನ್ನು ಯಾರು അതിനെ ನೋಡ್ತಾರೆ? കാണുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ಅವನನ್ನು ನೋಡುವಂತ നിനക്ക് ಒಬ್ಬನು ശ്വാസം ಮೇಲಿದ್ದಾನೆ. കൊടുത്തവൻ, അതിന് ഉത്തരവാദിത്തമുള്ളവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ನಿನಗೆ ಶ್ವಾಸ ಕೊಟ್ಟವನು ಆತನ ಅದನ್ನು ನೋಡ್ತಾ ಮೇಲಿನಿಂದ ಇದ್ದಾನೆ. ഒരു സമയം ഇതിങ്ങി വിട്ടിട്ട് പോകും. ಈ ಶರೀರವನ್ನು ಇಲ್ಲಿ ಬಿಟ್ಟು ಒಂದು ಸಮಯದಲ್ಲಿ ಹೋಗ್ತೇವೆ. ആണ്ട് ആ ബനാനയുടെ അത് ആ കായ എടുത്തു കഴിയുമ്പോൾ അതിന്റെ പിണ്ടി കട്ടി ദൂരെ കളയും. ಆ ಬಾಳೆ ಗಿಡದ ಗೊನೆ ತೆಗೆದ ಮೇಲೆ ನಾವು ಅದರ ಕೊಂಬೆಯನ್ನು ತೆಗೆದು ಕಟ್ ಮಾಡಿ ಬಿಸಾಡಿ ಬಿಡ್ತೇವೆ. അതിന്റെ ഫലം എടുത്തോണ്ട് അങ്ങ് പോകും. ಅದರ ಫಲವನ್ನು ತಕೊಂಡು ಹೋಗ್ತೇವೆ. അപ്രകാരം ദൈവം ആത്മാവിനെ എടുക്കാനാണ് വരുന്നത്, ഈ ശരീരത്തെ എടുക്കാനല്ല വരുന്നത്. ಆದ್ದರಿಂದ ದೇವರು ಬರ್ತಾ ಇರುವುದು ನಮ್ಮ ಆತ್ಮವನ್ನು ತಗೊಂಡು ಹೋಗ್ಲಿಕ್ಕೆ, ಈ ഈ ಶರೀರವನ್ನು ತಗೊಂಡು ആത്മാവിന് ಹೋಗ್ಲಿಕ್ಕೆ ಅಲ್ಲ. അകത്തുള്ളവനെ പുഷ്ടി വരുത്തിയാലേ, ಈ ಒಳಗಿರುವಂತ ಆತ್ಮವನ್ನು ಪುಷ್ಟೀಕರಿಸಿ അവൻ നല്ല ബലത്തോടെ ഇരുന്നാലേ, ಅವರು ಒಳ್ಳೆ ಬಲದೊಂದಿಗಿದ್ದರೆ കർത്താവ് വരുമ്പോ പറന്നു പോകാൻ പറ്റും. ಕರ್ತನು ಬರುವಾಗ ಹಾರಿ ಹೋಗ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആ കാഹള ശബ്ദം കേൾക്കാൻ പറ്റും. ಆ ಕಾಹಳ ಧ್ವನಿ ಕೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ആത്മದಲ್ಲಿ ക്ഷീണിച്ചു പോകരുത്. ಆತ್ಮದಲ್ಲಿ ಕ್ಷೀಣಿತರಾಗಬೇಡಿ. ചൊവ്വാഴ്ച ദിവസം നമുക്ക് ഇന്റർസെഷൻ മീറ്റിംഗ് ഉണ്ട് ഇവിടെ, അന്യഭാഷയിൽ സംസാരിക്കുന്ന സഹോദരി ആൾക്കാർക്ക്. ಮಂಗಳವಾರ 3 ರಿಂದ 4 ಅನ್ಯ ಭಾಷೆಯ ಕೂಟ ಸಹೋದರಿಯರಿಗಿದೆ. അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല, ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ಅನ್ಯ ಭಾಷೆ ಮಾತಾಡುವುದು ಮನುಷ್ಯರ ಸಂಗಡವಲ್ಲ, ದೇವರ ಸಂಗಡ ಎಂಬುದಾಗಿ അന്യഭാഷ ವಾಕ್ಯ സംസാരിക്കുമ്പോൾ ಹೇಳುತ್ತದೆ. നിന്റെ ആത്മീക വർധന നിനക്ക് വരികയാണ്. ಅನ್ಯ ಭಾಷೆ ಮಾತಾಡುವಾಗ ಆತ್ಮಿಕ ವರ್ಧನೆ ಉಂಟಾಗ್ತದೆ. പുതിയ ഭാഷകൾ നീ പഠിക്കുകയാണ്. ಹೊಸ ಭಾಷೆಗಳನ್ನು പുതിയ വരങ്ങൾ നിനക്ക് തരികയാണ് ദൈവം. ಹೊಸ ವರಗಳನ್ನು ದೇವರು ಕೊಡ್ತಾ ಇದ್ದಾನೆ. ഇന്നും ജനിച്ചിട്ട് പാല് കുടിക്കുന്ന അവസ്ഥയിലിരിക്കുന്നവരെ, ಇವತ್ತಿಗೂ ಕೂಡ ಜನಿಸಿ ಹಾಲು ಕುಡಿಯುವಂತ ಅವಸ್ಥೆಯಲ್ಲಿ കട്ടിയുള്ള ആഹാരം കഴിച്ചാൽ ലൂസ് മോഷൻ ആണ്. ಗಟ್ಟಿ ಇರುವಂತ ಆಹಾರ ತಿಂದ್ರೆ ಅವರಿಗೆ ಲೂಸ್ ಮೋಷನ್. എന്തുകൊണ്ടാണ്? ಯಾಕೆ? വാച്ചിന് അകത്തിരിക്കുന്ന ഓർഗൻസ് ബലമില്ല. ಯಾಕಂದ್ರೆ ಒಳಗಿರುವಂತ ಅವಯವಗಳು ಗಟ್ಟಿ ಇಲ್ಲ. എവിടോ പ്രോബ്ലം ഉണ്ട്. ಎಲ್ಲಿಯೋ ಸಮಸ್ಯೆ ಇದೆ. പൽക്കാലം ആത്മാവിൽ ശക്തീകരിക്കപ്പെടുക. ಇವತ್ತು ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ಆತ್ಮದಲ್ಲಿ ಶಕ್ತಿ സഭയിൽ ಹೊಂದಿ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൂട്ടായ്മകൾ വെച്ചിരിക്കുന്നത്. ಸಭೆ ನಿಮಗಾಗಿ ಈ ಕೂಟಗಳನ್ನೆಲ್ಲ ಇಟ್ಟಿರುವ. ദാഹിക്കുന്നവൻ എന്റെ അടുത്ത് വരട്ടെ. ದಾಹಿಸುವವನು ನನ್ನ ಕಡೆಗೆ ಬರಲಿ. ജീവജലം ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുകയാണ്. ಜೀವ ಜಲವನ್ನು ನಿಮಗೆ ಉಚಿತವಾಗಿ, സൗജന്യമായി കുടിക്കാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ಸೌಜನ್ಯವಾಗಿ ಉಚಿತವಾಗಿ ಕುಡಿಲಿಕ್ಕಾಗಿ ನಿಮಗೆ ആ ಕೊಟ್ಟಿದ್ದಾನೆ. പരിശുദ്ധ നദിയിൽ നിന്നുള്ള ജീവജലം കുടിക്കാന്ന് പറഞ്ഞാല് നിന്റെ ആത്മനും ശരീരത്തിനും എല്ലാത്തിനും വിടുതലാണത്. ಆ ಆತ್ಮನ ನದಿಯಿಂದ ನೀನು ಕುಡಿಯುತ್ತಿರುವುದು ಅದು ನಿನ್ನ ಆತ್ಮಕ್ಕೂ ಶರೀರಕ್ಕೂ ಬಲ എന്നാൽ ಆಗುವಂತದ್ದಾಗಿದೆ. അത് കുടിക്കാൻ സമയമില്ല. ಆದರೆ ಅದನ್ನು ಕುಡಿಲಿಕ್ಕಾಗಿ ನಮಗೆ അവിടെ കിടക്കുന്ന അഴുക്ക് വെള്ളം കുടിക്കാനാ ഓടുന്നത്. ಅಲ್ಲಿ ಇರುವಂತ ಹೊಲಸು ನೀರು ಕುಡಿಲಿಕ್ಕಾಗಿ ಓಡ್ತಾ ദൈവമക്കളെ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ അറിഞ്ഞിരിക്കുക. ನಮ್ಮ ಕರೆ ಏನಾಗಿದೆ, ನಮ್ಮ ಬೇರ್ಪಡಿಸುವಿಕೆ ಏನಾಗಿದೆ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳೋಣ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. താലന്തുകളെ ഉപയോഗിക്കുക. നാലാമത്തെ 4ನೇ ಕಾರ್ಯ ನಮ್ಮಲ್ಲಿ ಕೊಟ್ಟಿರುವಂತ ತಲಾಂತುಗಳನ್ನು ಉಪಯೋಗಿಸುವುದು. മത്തായി 25:14 വായിക്കുമ്പോൾ, ಮತ್ತಾಯನು ಬರೆದ ಸುವಾರ್ತೆ ಅದರ 25ನೇ ಅಧ್ಯಾಯ 14ನೇ ವಾಕ್ಯ. ಮ್ಯಾಥ್ಯೂ ಚಾಪ್ಟರ್ 25 ವರ್ಸ್ 14. ಬೇಗ ಓದಿ.
ದೇಶಾಂತರಕ್ಕೆ ಹೋಗುವ ಒಬ್ಬ ಮನುಷ್ಯನು ತನ್ನ ಆಳುಗಳನ್ನು ಕರೆದು ಅವನಿಗೆ ತನ್ನ ಆಸ್ತಿಯನ್ನು ಒಪ್ಪಿಸಿ ಕೊಟ್ಟಂತಿರುವುದು. ಅವನು ಒಬ್ಬನಿಗೆ 5 ತಲಾಂತನು, ಒಬ್ಬನಿಗೆ 2 ಒಬ್ಬನಿಗೆ 1, ಹೀಗೆ ಅವನವನ ಸಾಮರ್ಥ್ಯದ ಪ್ರಕಾರ ಕೊಟ್ಟು ಬೇರೊಂದು ದೇಶಕ್ಕೆ ಹೋದನು. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുമ്പോൾ ಇಲ್ಲಿ ನಾವು ಓದುತ್ತಿರುವಾಗ പരദേശത്ത് പോയപ്പോൾ ಪರದೇಶಕ್ಕೆ ಹೋಗುವಾಗ യജമാനൻ ദാസന്മാരെ ഏൽപ്പിച്ച ಯಜಮಾನನು ದಾಸರಿಗೆ ಏನು ಉತ್ತರವಾದಿತ್ವವನ್ನು ಕೊಟ್ಟಿದ್ದನು. അവന്റെ സമ്പത്താണ് താലന്തുകൾ. ಅವನ ಸಂಪತ್ತಾಗಿದೆ ಆ ತಲಾಂತುಗಳು. ഹല്ലേലൂയ. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു മാത്രമാണ്. ಇಲ್ಲಿ ಒಂದು ಉದಾಹರಣೆ ಹೇಳಿರುವುದು ಮಾತ್ರ. തന്റെ പ്രവൃത്തികൾ തികച്ച് ಅವನ ಕಾರ್ಯಗಳನ್ನು ಮುಗಿಸಿ യേശു സ്വർഗ്ഗത്തിലേക്ക് പോവുകയുണ്ടായി. ಯೇಸು ಸ್ವರ್ಗಕ್ಕೆ ಹೋದನು. യേശു നമുക്ക് നൽകിയ സമ്പത്താണ്, ಯೇಸು ನಮಗೆ ಕೊಟ್ಟಂತ ಸಂಪತ್ತು, നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളെ, ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಂತ ತಲಾಂತುಗಳು. യേശുവിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ಯೇಸುವಿನ ಸಂಪತ್ತು ಅಂತ ಹೇಳುವಾಗ ലക്ഷക്കണക്കിന് രൂപയോ ಲಕ್ಷಗಟ್ಟಲೆ ದುಡ್ಡು, വസ്തുക്കളോ ബാങ്ക് ബാലൻസുകളോ ആയിരുന്നില്ല. ಬ್ಯಾಂಕ್ ಬ್ಯಾಲೆನ್ಸ್ ಗಳಾಗಿರಲಿಲ್ಲ. അവൻ തന്നിരിക്കുന്ന താലന്ത് പറഞ്ഞാല് ಆತನು ಕೊಟ್ಟಿರುವಂತ വളരെ ശ്രദ്ധയോടുകൂടി സഭ കേൾക്കുക. ಸಭೆಯೇ ಶ್ರದ್ಧೆಯಿಂದ ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿರುವಂತ ദൈവവചനം പ്രസംഗിക്കുവാനും ದೇವರ ವಾಕ್ಯವನ್ನು രോഗികളെ ശക്തിയോടുകൂടി രോഗികളെ സൗഖ്യമാക്കുവാനും ಶಕ್ತಿಯೊಂದಿಗೆ ರೋಗಿಗಳನ್ನು ಸೌಖ್ಯ ಮಾಡಲಿಕ್ಕೆ, മരിച്ചവരെ ഉയർപ്പിക്കുവാനുമുള്ള അധികാരം, ಸತ್ತವರನ್ನು ಎಬ್ಬಿಸಲಿಕ್ಕಿರುವಂತ ಅಧಿಕಾರ, പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കുവാനുള്ള ದೆವ್ವ ಹಿಡಿದವರನ್ನು ಸೌಖ್ಯ ಮಾಡುವಂತ ಬಿಡುಗಡೆ, അഭിഷേകം, ಆ ಅಭಿಷೇಕ, നാടെങ്ങും നന്മ ചെയ്യുവാനുള്ള ಎಲ್ಲರಿಗೂ ಅನುಗ್ರಹ ಮಾಡುವಂತ മനസ്സും ഒക്കെയായിരുന്നു ദൈവത്തിന്റെ സമ്പത്ത്. ದೇವರು ನಮಗೆ ಕೊಟ್ಟಂತ ಸಂಪತ್ತಾಗಿದೆ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്താണ് അത്. ಅದೆಲ್ಲ ದೇವರು ನಮಗೆ ಕೊಟ್ಟಿರುವಂತ ತಲಾಂತುಗಳು. ഈ സമ്പത്തുകളെയാണ് അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ಈ ಸಂಪತ್ತಾಗಿದೆ ನಮಗೆ ಕೊಟ್ಟಿರುವಂತ. ഉപയോഗിച്ചാൽ വർദ്ധിക്കുന്നതാണ് താലന്തുകള്. ಅದೆಲ್ಲ ನೀವು ಉಪಯೋಗಿಸುವುದಾದ್ರೆ ಆ ತಾಲಂತುಗಳು ಹೆಚ್ಚಾಗ್ತದೆ. നാം അത് ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും താലന്തുകൾ കർത്താവ് നമുക്ക് നൽകും. ಅದನ್ನು ನಾವು ಎಷ್ಟು ಉಪಯೋಗಿಸುತ್ತೇವೋ ಅಷ್ಟು ಹೆಚ್ಚಾಗಿ ಮತ್ತೆ ತಲಾಂತುಗಳನ್ನು ಕೊಡ್ತಾನೆ. ഇപ്പോൾ നിന്റെ പ്രാപ്തിക്കനുസരിച്ചാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ಇವತ್ತು ನಿನಗೆ ಇರುವಂತ ಕಾರ್ಯಗಳ ಅನುಸಾರವಾಗಿ ಆತನು ನಿನಗೆ വിശ്വസ്തനെന്ന് എണ്ണിയാണ് കർത്താവ് ഇനിയും കൂടുതലായി നിനക്ക് താലന്തുകൾ തരുന്നത്. ವಿಶ್ವಾಸ ಯೋಗ್ಯನು ಎಂಬುದಾಗಿ ತಿಳಿದ ಮೇಲೆ ಮತ್ತೆ ಹೆಚ್ಚಿಗೆ ಆತನ ತಲಾಂತು. നീ അവിശ്വസ്തനെന്ന് കണ്ടാലേ ആ താലന്തും കൂടെ എടുത്ത് വിശ്വസ്തന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിക്കും. ನೀನು ಅಪನಂಬಿಗಸ್ತನೆಂಬುದಾಗಿ ಕಂಡರೆ ನಿನ್ನಲ್ಲಿ ಇರುವಂತ ತಲಾಂತನ್ನು ತೆಗೆದು ಇನ್ನೊಬ್ಬರಿಗೆ ಕೊಡ್ತಾನೆ. നിനക്ക് പോലും അറിയത്തില്ല, ನಿನಗೂ ಗೊತ್ತಾಗುದಿಲ್ಲ. നീ ആ ഒന്നും പിടിച്ചുകൊണ്ട് നടക്കും. ನೀನ ಇದ್ದದ್ದು ಒಂದು ಹಿಡ್ಕೊಂಡೇ ನಡೀತಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. സഭയെ കേൾക്കേണ്ട വളരെ ഒരു അത്യാവശ്യ കാര്യം ഏതാണെന്നറിയാമോ? ಸಭೆ ಕೇಳಬೇಕಾದಂತ ಒಂದು ಪ್ರಮುಖವಾದ ಕಾರ್ಯ ಏನು ಗೊತ್ತಾ? ദൈവം തന്നും നോക്കും, കൊടുത്തു എടുത്തും നോക്കും. ದೇವರು ಕೊಟ್ಟು ನೋಡ್ತಾನೆ, ಅದನ್ನು ತೆಗೆದು ನೋಡ್ತಾನೆ. ആദ്യം കൊടുക്കും, ಮೊದಲು ಕೊಡ್ತಾನೆ. അവൻ ആദ്യം വിശ്വസ്തനാണോ എന്ന് എണ്ണും. ಅದರ ನಂತರ ನೋಡ್ತಾನೆ ನಂಬಿಗಸ್ತನೋ ಇಲ್ಲವೋ. ശേഷം ಅದರ ನಂತರ എടുക്കും ദൈവം അങ്ങ്. ಅದು ತೆಗೆದುಕೊಂಡು ಬಿಡ್ತಾನೆ. വളരെ സൂക്ഷിച്ചിരിക്കുക. ಬಹಳ ಜಾಗರೂಕತೆ. ഒത്തിരി നമുക്ക് പുകഴുവാനില്ല, ಬಹಳ ನಮಗೆ ಹೇಳಿಕೊಳ್ಳಿಕ್ಕೆ നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല, ನಮಗೆ ಹೇಳಿಕೊಳ್ಳಿಕ್ಕೆ നമുക്ക് പ്രശംസിക്കുവാൻ ആ കാൽവരി ക്രൂസ് അല്ലാതെ ഒന്നുമില്ല. ನಮಗೆ ಪ್ರಶಂಸೆಗಾಗಿ ಆ ಕಾಲ್ವಾರಿ ഒരു ഭക്തന് ആശ്രയിപ്പാൻ ആ കാൽവരി ക്രൂസ് അല്ലാതെ മറ്റൊന്നുമില്ല. ಒಬ್ಬ ಭಕ್ತನಿಗೆ ಆಶ್ರಯವಾಗಿ ಇರುವುದು ಕಲ್ವಾರಿ ಕ್ರೂಸ್. ആക്ട്സ് ചാപ്റ്റർ 1 അതിന്റെ 21 തൊട്ട് 26 വരെ വായിക്കുമ്പോൾ ಅಪೊಸ್ತಲ ಬರೆದ ಕೃತ್ಯ 1ನೇ ಅಧ್ಯಾಯ 21 ರಿಂದ 26 ವರೆಗೆ ಓದುವುದಾದ್ರೆ ಆಕ್ಟ್ಸ್ ಚಾಪ್ಟರ್ 1 ವರ್ಸ್ 21 to 26. ಆದುದರಿಂದ ಕರ್ತನಾದ ಯೇಸು ನಮ್ಮಲ್ಲಿ ಬರುತ್ತಾ ಹೋಗುತ್ತಾ ಇದ್ದ ಕಾಲವೆಲ್ಲ, ಅಂದರೆ ಯೋಹಾನನು ದೀಕ್ಷಾಸ್ನಾನ ಮಾಡಿಸಿದ್ದು ಮೊದಲುಗೊಂಡು ಯೇಸು ತನ್ನ ಬಳಿಯಿಂದ ಮೇಲಿನ ಲೋಕವನ್ನೇರಿದ ದಿನದವರೆಗೂ ನಮ್ಮ ಜೊತೆಯಲ್ಲಿದ್ದವರೊಳಗೆ ಒಬ್ಬನು ನಮ್ಮೊಂದಿಗೆ ಆತನ ಪುನರುತ್ಥಾನದ ವಿಷಯದಲ್ಲಿ ಸಾಕ್ಷಿ ಹೇಳುವನಾಗಬೇಕು ಅಂದನು. ಈ ಮಾತುಗಳನ್ನು ಕೇಳಿ ಅವರು ಯೊಪ್ತನೆನಿಸಿಕೊಳ್ಳುವ ಬಾರ್ಷಬ್ಬನೆಂಬ ಯೋಸೇಫನನ್ನು ಮತ್ತಿಯನನ್ನು ನಿಲ್ಲಿಸಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಾ. ഹല്ലേലൂയ. ഇവിടെ നാം നിങ്ങൾ താഴോട്ട് വീട്ടിൽ പോയി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ನೀವು ಮನೆಗೆ ಹೋದ್ಮೇಲೆ ಇನ್ನೂ ಕೆಳಗಡೆಗೆಲ್ಲ ಓದಿ. ഇവിടെ യൂദായിക്ക് പകരം ഒരു മത്യാസിനെ തെരഞ്ഞെടുക്കുകയാണ്. ಅಲ್ಲಿ ಯೂದಾಯನ ಬಗ್ಗೆ ಮತ್ತಾಯಸನನ್ನು ಆಯ್ಕೆ ಮಾಡುತ್ತಾರೆ. യൂദാ കാണിച്ച കാര്യമെല്ലാം നിങ്ങൾക്കറിയാം. ಯೂದ ಮಾಡಿದಂತ 11 ശിഷ്യന്മാരിൽ ഒരാളെ കൂടെ ചേർക്കുകയാണ്. ಈಗ ಶಿಷ್ಯರಲ್ಲಿ ಒಬ್ಬನನ್ನು ಕೂಡ ಸೇರಿಸ್ತಾರೆ. അവർ ചേട്ടിട്ടപ്പോൾ മത്യാസിനാണ് വീണത്. ಅಲ್ಲಿ ಚೀಟಿ ಹಾಕಿದಾಗ ശിഷ്യന്മാരുടെ ഗണത്തിൽ മത്യാസിനെ ചേർക്കുകയാണ്. ಅಲ್ಲಿ ಮತ್ತಾಯಸಿಗೆ ಸೇರಿಸ್ತಾ ಇದ್ದಾರೆ ಶಿಷ್ಯರು. ദൈവം നിന്നെ ഫലമേൽപ്പിച്ചത് വിശ്വസ്തനായിരിക്കുക. ನಿನಗೆ ದೇವರು ಕೊಟ್ಟದ್ರಲ್ಲಿ ವಿಶ್ವಾಸ ಯೋಗ್ಯ. മറ്റുള്ളവരുടെ കണക്ക് നിന്നോട് ദൈവം ചോദിക്കുകയില്ല. ಇನ್ನೊಬ್ಬರ ಲೆಕ್ಕವನ್ನು ನಿನ್ನ ಹತ್ರ ಕೇಳುವುದಿಲ್ಲ. രഹസ്യ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരുന്നാലേ ರಹಸ್ಯವಾದ ಕಾರ್ಯಗಳು ನೀನು ವಿಶ್ವಾಸ ಯೋಗ್ಯನಾಗಿದ್ದರೆ ദൈവം നിന്നെ പരസ്യമായും അനുഗ്രഹിക്കുകയും ചെയ്യും. ನಿನ್ನನ್ನು ಎಲ್ಲರ ಮುಂದೆ
അനുഗ്രഹിಸುವ ದೇವರು. ഹല്ലേലൂയ. Hallelujah. കാട്ടിൽ ആടുകളുടെ പരിപാലനത്തിൽ വിശ്വസ്തനായിരുന്ന ദാവീദ്, ಕಾಡಿನಲ್ಲಿ ವಿಶ್ವಾಸ ಯೋಗ್ಯನಾಗಿ ನಂಬಿಗಸ್ತನಾಗಿ ಇದ್ದಂತ ದಾವೀದನು, യുദ്ധക്കളത്തിൽ അവനെ ജനങ്ങളുടെ വിടുതലിനായി ദൈവം ഉപയോഗിക്കുകയുണ്ടായി. ಜನರ ಬಿಡುಗಡೆಗಾಗಿ ಎಲ್ಲರ ಮುಂದೆ ಯುದ್ಧ ರಂಗದಲ್ಲಿ ಅವನನ್ನು ಉಪಯೋಗಿಸಿದ. ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ಚಿಂತಿಸಲಿಕ್ಕೂ ಸಾಧ್ಯ. ആരോഗ്യവും ബലവുമുള്ള സ്വന്തം സഹോദരങ്ങളുടെ മധ്യത്തില് ಒಳ್ಳೆ ಆರೋಗ್ಯ ಬಲ ಇರುವಂತ ಸ್ವಂತ ಸಹೋದರಗಳ ಮುಂದೆ ഒന്നിനും കൊള്ളാതെ ഓടിച്ചു കളഞ്ഞ, നീ പോടാ, നീ എന്തിനിവിടെ വന്നടാ. ಅವನನ್ನು ಓಡಿಸ್ತಾ ಇದ್ರು. ನೀ ಯಾಕೆ ಇಲ್ಲಿ ಬಂದಿ, ನೀನ್ ಇಲ್ಲಿಂದ ಓಡಿ ಹೋಗು ಎಂಬುದು അവനറിയാതെ അവന്റെ കോളിംഗ് എന്താവാന്നുള്ളത്. ಅವನಿಗೆ ಗೊತ್ತಿತ್ತು ಅವನ ಕರೆ അവൻ ಏನು. അനേക കഷ്ടങ്ങളും പ്രതികൂലങ്ങളും അനേക ഹല്ലേലൂയ കാര്യങ്ങൾ ദൈവസന്നിധി കണ്ടവൻ വളർന്നതാണ്. ಅವನು ಅನೇಕ ಕಷ್ಟಗಳು ಅನೇಕ ತೊಂದರೆಗಳು ಕಂಡ ದೇವರ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಬೆಳೆದು ಬಂದವನು. അതുകൊണ്ട് അത്ഭുതങ്ങൾ കണ്ടപ്പോൾ എൻ്റെ ദൈവത്തെ നിന്ദിക്കുന്നവന്റെ മുന്നിൽ എൻ്റെ ദൈവത്തെ ഉയർത്തി കാട്ടണമെന്നുള്ളൊരു വലിയ ഭാരം അവൻ്റെ ഉള്ളിലോട്ട് വരാൻ തുടങ്ങി. ಆದದರಿಂದ ದೇವರ ಅದ್ಭುತಗಳನ್ನು ಕಂಡವನಾದದರಿಂದ ಆ ಯುದ್ಧ ರಂಗದಲ್ಲಿ ಬಂದಾಗ ದೇವರ ನಾಮವನ್ನು ಎತ್ತಿ ತೋರಿಸಬೇಕೆಂಬಂತ ಅವನ ಒಳಗೆ ಒಂದು ಆಗ್ರಹ. ഇസ്രായേലിന്റെ രാജാവ്, ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച് അവൻ ഇത്രയും അപവാദം പറയുമ്പോൾ ഞാൻ അടങ്ങിയിരിക്കുകയില്ല. ಇಸ್ರಾಯೇಲಿನ ದೇವರ ವಿರುದ್ಧವಾಗಿ ಇಷ್ಟು ದೊಡ್ಡ ಅಪವಾದ ಗೋಲಿಯಾತನ ಹೇಳ್ತಾ ಇದ್ರೆ ನಾನು ಸುಮ್ಮನೆ ಇರುವುದಿಲ್ಲ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ വലിപ്പത്തിൽ ചെറുതായിരിക്കാം, ಅವನು ಗಾತ್ರದಲ್ಲಿ ಸಣ್ಣವನಾಗಿದ್ದ, അവന്റെ അഭിഷേകം അവന്റെ ഉള്ളിലുള്ളത് വലിയതാണ്. ಆದ್ರೆ ಅವನ ಒಳಗಿರುವಂತ ಅಭಿಷೇಕ അങ്ങനെ കാട്ടിലായിരുന്നവനെ ട്രെയിനിങ് ചെയ്ത് അവനിപ്പോ നാട്ടിലെ രാജാവായിരിക്കുകയാണ്. ಈಗ ಅವನು ಕಾಡಿನಲ್ಲಿ ಇದ್ದು ಟ್ರೈನಿಂಗ್ ಆದವನು ಈಗ ನಾಡಿನಲ್ಲಿ ಒಳಗೆ ಬಂದು ಅವನು ರಾಜನಾಗಿದ್ದಾನೆ. ഇന്ന് നീ ആയിരിക്കുന്ന സിറ്റുവേഷനിലെ ಇವತ್ತು ನೀನಿರುವಂತ ಸ್ಥಿತಿಗತಿ, നിന്നിൽ ഹല്ലേലൂയ ഒന്നും കാണുന്നില്ലായിരിക്കാം. ಇವತ್ತು ಏನು ಕಾಣ್ತಾ ಇಲ್ಲ. നിന്റെ സ്വന്തം സഹോദരങ്ങളുടെ മുന്നിൽ ഒരു വിലയും ഇല്ലായിരിക്കാം. ಇವತ್ತು ನಿನ್ನ ಸಹೋದರರ ಮುಂದೆ ನಿನಗೆ ಯಾವ ಬೆಲೆ. എന്നാൽ ഒരു സമയം വരുന്നുണ്ട്, ಆದ್ರೆ ಒಂದು ಸಮಯ നിന്നെ ಬರ್ತಾ നിന്റെ ಇದೆ. വിശ്വസ്തതയ്ക്ക് മാനിക്കുന്ന ഒരു ദൈവം ನಿನ್ನ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯನ್ನು ಮಾನಿಸುವಂತ അവരുടെ ದೇವರು, മുന്നിൽ നിന്നെ മാനിച്ച് ಅವರ ಮುಂದೆ ನಿನ್ನನ್ನು ഓ ಸನ್ಮಾನಿಸಿ, ദൈവം നിന്നെ ഉപയോഗിക്കുന്ന ദൈവ വേലയില് ശക്തമായി ഉപയോഗിക്കുന്ന ദിനങ്ങൾ അതിവിദൂരത. ದೇವರು ನಿನ್ನನ್ನು ಶಕ್ತವಾಗಿ ಉಪಯೋಗಿಸುವಂತ ದಿನಗಳು ಮುಂದೆ ಬರ್ತಾ ಇದೆ. ഇന്ന് പാൽക്കാലം നിന്നെ ഏൽപ്പിച്ചതിൽ നീ വിശ്വസ്തയായി നിൽക്കുന്നുവെങ്കിൽ, ನಿನಗೆ ಕೊಡಲ್ಪಟ್ಟದರಲ್ಲಿ ನೀನು ವಿಶ್ವಾಸ ಯೋಗ್ಯಳಾಗಿ ನಿಲ್ಲುವುದಾದರೆ, നിന്നെ മാനിപ്പാൻ ദൈവത്തിന്റെ കരം വിശ്വസ്തനാണെന്ന് ഇന്ന് പാൽക്കാലം നീ ನಿನ್ನನ್ನು ಮಾನಿಸಲಿಕ್ಕಾಗಿ ದೇವರ ಹಸ್ತವು ನಿನ್ನ ಮೇಲಿದೆ. ഇന്ന് പാൽക്കാലം ദാവീദ് തന്നെ ആക്കിയതിലൊക്കെയും വിശ്വസ്തനായിരുന്നു. ಇವತ್ತು ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ನೋಡುವುದಾದರೆ ದಾವೀದನಿಗೆ ಕೊಡಲ್ಪಟ್ಟಂತ ಎಲ್ಲ ಮೇഖലಗಳಲ್ಲಿ ನಂಬಿಗಸ್ತನಾಗಿದ್ದ. അവന്റെ അഭിഷേക മുഖാന്തരം ജനം അവനെ സ്നേഹിക്കുകയുണ്ടായി. ಅವನ ಮೇಲೆ ಇದ್ದಂತ ಅಭಿಷೇಕದ ಮೂಲಕವಾಗಿ ಜನರವರನ್ನು ಪ್ರೀತಿಸುತ್ತಿದ್ದರು. ഈ ഒരു സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് കിട്ടണമെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ട്. അതേതാന്ന് പറയാം, അഭിഷേകത്തിന്റെ ശക്തി. ಅದು ಇನ್ನೊಬ್ಬರಿಂದ ಪ್ರೀತಿ ಲಭಿಸಬೇಕಾದರೆ ಒಂದು ಸೆಳೆತ ಇದೆ, ಅದು ಅಭಿಷೇಕ ಇದ್ದವರಲ್ಲಿ ಮಾತ್ರ. അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ഹല്ലേലൂയ ಎಲ್ಲ ഒരു കാന്തത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, ಆ ಅಭಿಷೇಕದ ಶಕ್ತಿ ಅಂತ ಹೇಳಿದ್ರೆ ಆ ಮ್ಯಾಗ್ನೆಟಿನ ಒಂದು ಸೆಳೆತವಾಗಿದೆ. ഹല്ലേലൂയ. 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 അഭിഷേകത്തിന്റെ മുന്നിൽ ഒരു ദുഷ്ടശക്തി നിൽക്കത്തില്ല. ಅಭಿಷೇಕದ ಮುಂದೆ ಒಂದು ದುಷ್ಟ ಶಕ್ತಿಯು ನಿಲ್ಲಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അഞ്ചാമത്തെ കാര്യം, ಐದನೇ ഞാൻ ಕಾರ್ಯ, 4 കാര്യം പറഞ്ഞു. 4 ಕಾರ್ಯಗಳು. ഒന്നാമത്തേത് ಒಂದನೇದು ദൈവവചനത്തിന്റെ, ದೇವರ ವಾಕ್ಯದಲ್ಲಿ. രണ്ടാമത്തേത് ಎರಡನೇದು ഏൽപ്പിക്കപ്പെട്ടത് മാത്രം ചെയ്യുക. ನಮಗೆ ಕೊಡಲ್ಪಟ್ಟದ್ದು ಮಾತ್ರ. മൂന്നാമത്തേത് ಮೂರನೇದು സമയ. ನಾಲ್ಕನೇದು നിന്റെ താലന്തുകള്. ನಿನ್ನ ತಾಲಂತು. അഞ്ചാമത്തേത് ಐದನೇದು പണത്തിന്റെ ഇടപാടിൽ വിശ്വസ്തരാകുക. ನಮಗೆ ಹಣದ ಕಾರ್ಯಗಳಲ್ಲಿ ವಿಶ್ವಾಸ. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ಇದೊಂದು ಸ್ವಲ್ಪ ಕಷ್ಟಕರವಾಗಿದೆ. കാരണം പണമാണ് ഇന്ന് പലപ്പോഴും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ദൂരമാക്കുന്നത്. ಇವತ್ತು ಹಣವಾಗಿದೆ ನಮ್ಮನ್ನು ದೇವರಿಂದ ದೂರ ಮಾಡ್ತಾ ಇರುವುದು. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസ്തത പലപ്പോഴും പണത്തിന്റെ വിഷയത്തിൽ പാലിക്കാൻ സാധിക്കുന്നില്ല. ಹಣದ ವಿಷಯದಲ್ಲಿ ನಮಗೆ ಹಲವು ಸಲ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಪಾಲಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്ന വചനം പറയുന്നു. ದ್ರವ್ಯಾಗ್ರಹವಾಗಿದೆ ನಮ್ಮನ್ನು ಎಲ್ಲದರಲ್ಲಿಯೂ ತೊಂದರೆಗೆ ಒಳಪಡಿಸುವಂತ ಕಾರ್ಯ. ദൈവത്തിന് കൊടുക്കാനുള്ളത് സന്തോഷത്തോടെ കൊടുക്കണം. ನಾವು ದೇವರಿಗೆ ಕೊಡಬೇಕಾದಂತದ್ದು ಸಂತೋಷದಿಂದ ಕೊಡಬೇಕು. വിശ്വസ്തതയ്ക്കകത്തുള്ളതാ ഇതെല്ലാം. ಇದೆಲ್ಲ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯ ಒಳಗೆ ಬರುವಂತ ಕಾರ್ಯ. ഞാൻ ചിന്തിച്ചതും എടുത്തൊന്നും അല്ല. ಇದು ನಾನು ಚಿಂತಿಸಿರುವಂತ ദൈവം ಕಾರ್ಯ. തന്ന ദൂത് നിങ്ങളോട് അറിയിക്കുകയാണ്. ದೇವರು ಕೊಟ್ಟಂತ ಮಾತು ನಿಮಗೆ ಹೇಳ್ತಾ ಇದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 4-ാം വാക്യം നാം വായിക്കുമ്പോൾ, 2 ಕೊರಿಂಥ್ಯ ಅದರ 8ನೇ ಅಧ್ಯಾಯ 4-ാം വാക്യം, 4ನೇ ವಾಕ್ಯ. 2 ಕೊರಿಂಥ್ಯ 8ನೇ ಅಧ್ಯಾಯ 4ನೇ ವಾಕ್ಯ.
2 Corinthians chapter 8 ದೇವ್- verse 4. ದೇವಜನರಿಗೆ ಸಹಾಯ ಮಾಡುವ ಕೆಲಸದಲ್ಲಿ ತಾವು ಪಾಲುಗಾರರಾಗುವಂತೆ ಅಪ್ಪಣೆ ಆಗಬೇಕೆಂದು ನಮ್ಮನ್ನು ಬಹಳವಾಗಿ ಬೇಡಿಕೊಂಡರು. ನಾವು ನೆನೆಸಿದ ಪ್ರಕಾರವಾಗಿ ಅವರು ಕೊಡದೆ ಮೊದಲು ತಮ್ಮನ್ನೇ ಕರ್ತನಿಗೆ ಒಪ್ಪಿಸಿಕೊಟ್ಟರು. ಆನಂತರ ದೇವರ ಚಿತ್ತಾನುಸಾರವಾಗಿ ನಮಗೂ ತಮ್ಮನ್ನು ಒಪ್ಪಿಸಿದರು. 2 Corinthians 9 അതിന്റെ 5 to 7. 2 ಕೊರಿಂಥ್ಯ 9ನೇ ಅಧ್ಯಾಯ 5 ರಿಂದ 7 ರವರೆಗೆ. ಹೀಗಿರಲಾಗಿ- 2 Corinthians chapter 9 verse 5 to 7. ಹೀಗಿರಲಾಗಿ ಈ ಸಹೋದರರು ಮುಂದಾಗಿ ನಿಮ್ಮ ಬಳಿಗೆ ಬಂದು ಕೊಡುತ್ತೇವೆಂದು ನೀವು ಮೊದಲು ಹೇಳಿದ ಧರ್ಮ ದ್ರವ್ಯವನ್ನು ಸಿದ್ಧಪಡಿಸಬೇಕೆಂಬುದಾಗಿ ಇವರನ್ನು ಬೇಡಿಕೊಳ್ಳುವುದು ಅವಶ್ಯವೆಂದು ನನಗೆ ತೋಚಿತು. ಹೀಗೆ ಆ ಹಣವು ಸುಲಿಗೆಯಂತೆ ಬಾರದೆ ಧರ್ಮಾರ್ಥಕವಾಗಿಯೇ ಸಿದ್ಧವಾಗುವುದು. 2 Corinthians 9:12. 2 ಕೊರಿಂಥ್ಯ 9:12. Amen. 2 Corinthians chapter 9 verse 12. ಹೇಗೆಂದರೆ ನೀವು ನಡೆಸುವ ಈ ಧರ್ಮ ಕಾರ್ಯವು ದೇವಜನರ ಕೊರತೆಗಳನ್ನು ನೀಗುವುದು ಮಾತ್ರವಲ್ಲದೆ ಅನೇಕರಿಂದ ದೇವರಿಗೆ ಕೃತಜ್ಞತಾ ಸ್ತುತಿಯನ್ನು ಹುಟ್ಟಿಸುವುದು. ഒന്നാമത്തെ പറഞ്ഞ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുക്കണമെന്നാണ്. ಒಂದನೇ ಕಾರ್ಯ ಇಲ್ಲಿ ನೋಡುವುದಾದರೆ ನಮಗೆ ಆಗುವುದು ಹಾಗೂ ಆಗುವುದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಕೊಡುವಂತ ಕಾರ್ಯ. രണ്ടാമത്തെ ദൈവത്തിന് എങ്ങനെ കൊടുക്കണമെന്നുള്ളതാണ്. ಎರಡನೇದಾಗಿ ನಾವು ದೇವರಿಗೆ ಹೇಗೆ ಕೊಡಬೇಕು ಎಂದು. മൂന്നാം പറഞ്ഞ നാം കൊടുത്താൽ ദൈവത്തിന് അത് അനവധി സ്തോത്രം വരുവാൻ കാരണമായി തീരും. ಅದು ಮೂರನೇದಾಗಿ ನೋಡುವಾಗ ಕೊಡುವಂತದ್ದು ಹೆಚ್ಚಾಗಿ ಕೊಡುವಾಗ ದೇವರಿಗೆ ಸ್ತೋತ್ರ നാം ಸಲ್ಲಿಸುವಂತದ್ದು. കൊടുക്കുന്നതിലൂടെ വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീരുന്നെന്നാ പറയുന്നത്. ನಾವು ಕೊಡುವುದರ ಮೂಲಕವಾಗಿ ಅನೇಕ ಕಷ್ಟಗಳು ತೀರುತ್ತದೆ ಎಂಬುದಾಗಿ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. ഇതെല്ലാം- അപ്പോൾ കൊടുത്താൽ അനുഗ്രഹം ആകുമെന്നുള്ളത് മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ಇಲ್ಲಿ ವಿವರಿಸಲಿಕ್ಕೆ ನನಗೆ ಸಮಯವಿಲ್ಲ, ಆದರೆ ಕೊಡುವುದರ ಮೂಲಕವಾಗಿ ಅನುಗ್ರಹ ಇದೆ ಎಂಬುದಾಗಿ ಹೇಳಲಿಕ್ಕಾಗಿ ಬಯಸುತ್ತೇನೆ. വിശ്വസ്തയോടെ നിന്നാൽ ദൈവം അനുഗ്രഹിക്കും. ನಂಬಿಗಸ್ತಿಕೆ ಒಂದಿಗೆ ನಿಂತರೆ ದೇವರ ಅನುಗ್ರಹಿಸ್ತಾನೆ. അനുഗ്രഹിച്ചാൽ ദൈവത്തിന് കൊടുക്കാൻ പറ്റും. ಅದು ಅನುಗ್ರಹಿಸಿದರೆ ದೇವರಿಗೆ ಕೊಡ್ಲಿಕ್ಕೆ ദൈവത്തിന് കൊടുക്കുമ്പോൾ അനേക അനുഗ്രഹങ്ങൾ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ದೇವರಿಗೆ ಕೊಡುವಾಗ ಅನೇಕ ಅನುಗ್ರಹಗಳು ನಿಮಗೆ ಮರಳಿ ಬರ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് മേടിക്കുക, തിരിച്ചു കൊടുക്കുക, വീണ്ടും അനുഗ്രഹങ്ങൾ മേടിക്കുക. ದೇವರಿಂದ ಹೊಂದಿಕೊಳ್ಳುವುದು, ದೇವರಿಗೆ ಮತ್ತೆ ಮರಳಿ ಇಲ್ಲಿ ಕೊಡುವುದು, ಮತ್ತೆ ಅನುಗ್ರಹಗಳನ್ನು അവിടെ ಹೊಂದುವುದು. എഴുതിയിട്ടുണ്ട് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം. ಅಲ್ಲಿ ಗೋಡೆ ಮೇಲೂ ಬರೆದಿದೆ, ಸಂತೋಷದಿಂದ ಕೊಡುವವನ ಮೇಲೆ നമ്മുടെ ದೇವರಿಗೆ ಪ್ರೀತಿ ജീവിതത്തിൽ ಉಂಟು. എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്താൽ അത് സന്തോഷത്തോടെ കൊടുക്കുക. ಅದಕ್ಕೆ ನಾವು ಜೀವಿತದಲ್ಲಿ ಯಾರಿಗಾದ್ರೂ ಏನು ಕೊಟ್ಟರು ಸಂತೋಷದಿಂದ ഒരു ಕೊಡಬೇಕು. കൈ ചെയ്യുന്നത് ಒಂದು ಕೈ ಮಾಡುವಂಥದ್ದು ಇನ್ನೊಂದು ಕೈಗೆ എല്ലാവർക്കും അറിയാം. ಗೊತ್ತಾಗಬೇಕು. ഹല്ലേലൂയ. ಎಲ್ಲರಿಗೂ ಗೊತ್ತಿರುವಂತ അനുഗ്രഹിക്കപ്പെട്ട സഭ ദൈവം നമുക്ക് തന്നതിനായി ഒന്ന് ജോറാಗಿ ചപ്പാളി തട്ടണം. ಅನುಗ್ರಹಿಸಲ್ಪಟ್ಟ ಸಭೆಗಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಚಪ್ಪಾಳೆ ಹೊಂದಿ ഫിലിപ്പിയൻസ് 4:18 വായിച്ചാട്ടെ. ഫിലിപ്പിയൻസ് 4:18. ಫಿಲಿಪಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 4ನೇ ಅಧ್ಯಾಯ 18ನೇ ವಾಕ್ಯ ಓದುವ. ಫಿಲಿಪಿಯನ್ಸ್ ಚಾಪ್ಟರ್ 4 verse 18. ಫಿಲಿಪಿಯನ್ಸ್ ಚಾಪ್ಟರ್ 4 verse 18. ಕೈಯಿಂದ ನೀವು ಕೊಟ್ಟು ಕಳಿಸಿದ್ದು ನನಗೆ ತಲುಪಲಾಗಿ ನಾವು ತುಂಬಿ ತುಳುಕುವವರಾಗಿದ್ದೇವೆ. ಅದು ದೇವರಿಗೆ ಮೆಚ್ಚುಗೆಯಾದದ್ದು, ಸುಗಂಧ ವಾಸನೆಯು, ಇಷ್ಟ ಯಜ್ಞವು. 19 ನನ್ನ ದೇವರು ಕ್ರಿಸ್ತ ಯೇಸುವಿನ ಮೂಲಕ ತನ್ನ ಪ್ರವಾದ ಐಶ್ವರ್ಯಕ್ಕೆ ತಕ್ಕ ಹಾಗೆ ಆಮೆನ್. ನಿಮ್ಮ ಪ್ರತಿಯೊಂದು ಕೊರತೆಯನ್ನು ನೀಗಿಸುವನು. ആമേൻ. നാം കൊടുക്കുന്നത് സൗരഭ്യ വാസനയുള്ളതോ, ನಾವು ಕೊಡುವಂತದ್ದು ಸುಗಂಧ ವಾಸನೆ, ദൈവത്തിന് പ്രസാദമുള്ള സുഗ്രഹ യാഗമാണ്. ಅದು ದೇವರಿಗೆ ಕೊಡುವಂತದ್ದು ಒಂದು ಸುಗಂಧ ಯಾಗವಾಗಿ ಇದೆ. അതുകൊണ്ട് വിശ്വസ്തർക്ക് പ്രതിഫലം ഉണ്ടാകും. ಆದ್ದರಿಂದ ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ಉಳ್ಳವರಿಗೆ ಪ್ರತಿಫಲ അത് ಉಂಟು. നിശ്ചയമാണ്. ಅದು ನಿಶ್ಚಯವಾಗಿದೆ. വിശ്വസ്തർ ആത്മീയ പക്വതയുള്ളവരായിരിക്കും. ವಿಶ್ವಾಸ ಯೋಗ್ಯರು ಆತ್ಮಿಕ ಪರಿಪಕ್ವ നീ ಉಳ್ಳವರಾಗಿದ್ದಾರೆ. വിശ്വസ്തനായിരുന്നാൽ നിന്നെ അനുഗ്രഹിക്കേണ്ടത് ನೀನು ವಿಶ್ವಾಸ ಯೋಗ್ಯನು ನಂಬಿಗಸ್ತನಾಗಿದ್ದರೆ ನಿನ್ನನ್ನು ಅನುಗ್ರಹಿಸುವುದು ദൈവത്തിന്റെ നീതിയാണ്. ದೇವರ ನೀತಿಯಾಗಿದೆ. ദൈവത്തിന്റെ നീതിയാണ്. ದೇವರ ನೀತಿಯಾಗಿದೆ. അതാണ് പറഞ്ഞത്. ಅದಾಗಿದೆ ಹೇಳಿರುವುದು. എന്റെ ദൈവമോ ನನ್ನ ದೇವರು നിങ്ങളുടെ ನಿಮ್ಮ ബുദ്ധിമുട്ടല്ല. ನಿಮ್ಮ ಎಲ್ಲ അത് ಕಷ್ಟಗಳನ್ನು അണ്ടർലൈൻ ഇട്ട് നിങ്ങൾ പഠിക്കുക, ബൈഹാട്ടത്. ಅದನ್ನ ನೀವು ಅಡಿ ಲೈನ್ ಹಾಕಿ ಇಟ್ಟು ನೀವು നിങ്ങളുടെ ಕಲಿಬೇಕಾಗಿದೆ. ബുദ്ധിമുട്ടല്ല ನಿಮ್ಮ ಎಲ್ಲಾ ಕಷ್ಟಗಳು മഹത്വത്തോടെ ದೇವರ ಮಹಿಮೆಯ തന്റെ ಮೂಲಕ ധനത്തിനൊത്തവണ്ണം ತನ್ನ ಐಶ್ವರ್ಯದ ಮೂಲಕವಾಗಿ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ನಿಮಗದನ್ನು ಪೂರ್ತಿ യേശുവിന്റെ ಮಾಡುತ್ತಾನೆ. മഹത്വത്തിനൊത്തവണ്ണം ചെയ്യാൻ പോകുന്നത്. ದೇವರ ಮಹಿಮೆಯ ಮೂಲಕವಾಗಿ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഊഹിക്കാൻ പറ്റുമോ
പറ്റുമോ ദൈവത്തിന്റെ ധനം എന്താന്നുള്ളത്? ದೇವರ ಐಶ್ವರ್ಯ ಏನು ಎಂಬುದಾಗಿ ನಮಗೆ ಊಹಿಸಲಿಕ್ಕೆ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ಸಾಧ್ಯವಾಗ್ತದಾ? നമ്മളെ അനുഗ്രഹിക്കാമെന്ന് ഇന്ന് പ്രോമിസ് നൽകിയിരിക്കുകയാണ്. ಇವತ್ತು ದೇವರು ವಾಗ್ದಾನ ಮಾಡಿರುವುದು ಆತನ ಧನ ಐಶ್ವರ್ಯದ ಮೂಲಕವಾಗಿ ನಮ್ಮನ್ನು ಅನುಗ್ರಹಿಸುತ್ತಾನೆ ಎಂಬುದಾಗಿ. കുഞ്ഞുങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനമാണ്. ಇದು ತನ್ನ ಮಕ್ಕಳಿಗೆ ದೇವರು ಕೊಟ್ಟಿರುವಂತಹ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ವಾಗ್ದಾನವಾಗಿದೆ. വാക്യം അങ്ങ് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും അങ്ങ് അപ്ലൈ ചെയ്യുക. ನಿಮಗೆ ತೊಂದರೆ ಬರುವಾಗ ಬೆಳಿಗ್ಗೆ ಸಂಜೆ ಮಧ್ಯಾಹ್ನ ಎಲ್ಲ ಈ ವಾಕ್ಯವನ್ನು ನೀವು ಬೈಹಾರ್ಟ್ ಮಾಡಬೇಕಾಗಿದೆ, വാക്യം ಹೇಳಬೇಕಾಗಿದೆ. പറഞ്ഞാൽ മതി, ഞങ്ങൾക്കല്ലേ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാവുന്നേ. പാസ്റ്റർമാർ വാക്യം പറഞ്ഞാൽ മതി, ഞങ്ങൾക്കല്ലേ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാവും. ಈಗ ನೀವು ಹೇಳ್ಬೋದು, ಪಾಸ್ಟರ್ಮ ನೀವು ವಾಕ್ಯ ಹೇಳಿದ್ರೆ ಸಾಕು, ನಮ್ಮ ಕಷ್ಟಗಳು ನಮಗೆ ಗೊತ್ತಿದೆ. ബുധനാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും ഞായറാഴ്ച ആയാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാം. ಬುಧವಾರ ಶುಕ್ರವಾರ ಆದಿತ್ಯವಾರ ನಮ್ಮ ಕಷ್ಟ ನಮಗೆ ಗೊತ್ತಿದೆ. ദൈവമക്കളെ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുക. ದೇವರ ಮಕ್ಕಳೇ ಪೂರ್ಣವಾಗಿ ದೇವರಲ್ಲಿ ನಂಬಿಕೆ ಇಡಿ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ನೀವು ನಂಬಿಕೆ ಇಟ್ಟರೆ ದೇವರ ಮಹಿಮೆ മഹിമ കണ്ട ಕಾಣ್ತೀರಿ. സാക്ഷികളായി ജീവിക്കണം നമ്മളെ. ನಾವು ಮಹಿಮೆ ಕಂಡ ಸಾಕ್ಷಿಗಳಾಗಿ ಜೀವಿಸಬೇಕು. മഹിമ കണ്ട സാക്ഷികളായി ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത്. ಮಹಿಮೆ ಕಂಡ ಸಾಕ್ಷಿಯಾಗಿ ಉಪಯೋಗಿಸುವಾಗ ದೇವರು ನಮ್ಮನ್ನು ಇನ್ನೂ ಹೆಚ್ಚಾಗಿ ಉಪಯೋಗಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. സഭയോട് ഇന്ന് പൽക്കാലം വ്യക്തമായി ദൈവ ആലോചന അറിയിച്ചത്. ಸಭೆಯೊಂದಿಗೆ ದೇವರು ಇವತ್ತು ಸ್ಪಷ್ಟವಾಗಿ ಮಾತಾಡುತ್ತಿದ್ದಾರೆ. വിശ്വസ്തന്മാരെ ദൈവം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ನಂಬಿಗಸ್ತರನ್ನು ದೇವರು വിശ്വസ്തരെ ಹುಡುಕುತ್ತಿದ್ದಾನೆ. ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಂತ ಎಲ್ಲಾ ಕಾರ್ಯಗಳಲ್ಲಿ ವಿಶ್ವಾಸ ಯೋಗ್ಯರಾಗಿರಬೇಕು. ദൈവം നമ്മളെ തക്ക സമയത്ത് മാനിക്കുന്ന ദൈവമാണ്. ದೇವರು ತಕ್ಕ ಸಮಯದಲ್ಲಿ ನಮ್ಮನ್ನು ಮಾನಿಸುತ್ತಾನೆ. ആരെയും ബൈബിളിൽ ഉപയോഗമില്ലാത്തവരെ ദൈവം ഉപയോഗിച്ചിട്ടില്ല. ಉಪಯೋಗ ಇಲ್ಲದವರು ಯಾರನ್ನು ದೇವರು ಉಪಯೋಗಿಸಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಅಲ್ಲ. ഉത്സാഹികളെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ಉತ್ಸಾಹಿಗಳನ್ನು ದೇವರು ಕರೆದಿದ್ದಾನೆ. ഏലിയാവിനോട് ചേർന്ന് ഒരു എലീശ ഉണ്ടായിരുന്നു. ಏಲಿಯನ ಒಂದಿಗೆ ಎಲೀಷನು ಸೇರಿಕೊಂಡನು. അവൻ കാളകളെ ഉഴുതുകൊണ്ടിരുന്നപ്പോഴാ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത്. ಅವನು ಹೊಲದಲ್ಲಿ ಹೂಡುತ್ತಿರುವಾಗ ದೇವರು ಅವನನ್ನು ಸೇವೆಗೆ എല്ലാം ಕರೆದನು. വിട്ടിട്ട് ഏലിയാവിന്റെ കൂടെ പോവുകയാണ്. ಅವನೆಲ್ಲವನ್ನು ಬಿಟ್ಟು ಏಲಿಯನ ಹಿಂದೆ ഏലിയാവിനെ ಹಿಂಬಾಲಿಸಿದನು. വിട്ട് അവന്റെ ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു. ಏಲಿಯನನ್ನು ಬಿಟ್ಟು ಅವನ ಜೀವಿತದಲ್ಲಿ ഏലിയാവ് ಏನೂ ചെയ്യുന്ന ಇರಲಿಲ್ಲ. എല്ലാ അത്ഭുതങ്ങളും കാര്യങ്ങളും ചെയ്ത് തന്നോട് ചേർന്ന് നടക്കുകയാണ്. ಏಲಿಯನು ಮಾಡುತ್ತಿರುವಂತ ಎಲ್ಲ ಅದ್ಭುತಗಳನ್ನು ನೋಡಿ ಅವನೊಂದಿಗೆ ಸೇರಿ ನಡೀತಾ ഇരിക്കുന്നിടത്ത് ಇದ್ದ. അവന്റെ കൈ കഴുകി വെള്ളം കൊടുക്കുന്നു. എല്ലാ ശുശ്രൂഷകളും അവൻ ചെയ്യുകയാണ്. ಅಲ್ಲಿ ಇದ್ದುಕೊಂಡು ಅವನ ಎಲ್ಲ ಸೇವೆಗಳನ್ನು ಕೈ ತೊಳಿಲಿಕ್ಕಿದ್ದರೂ ಕೈ ತೊಳೆಯುವಂತ എല്ലാ ಸೇವೆಯನ್ನು ಮಾಡ್ತಾ കാര്യങ്ങളും അവൻ ಇದ್ದ. പഠിക്കുകയാണ്. ಎಲ್ಲ ಸೇವೆಗಳನ್ನು ಅವನು ಕಲಿತಾ അങ്ങനെ ಇದ್ದಾನೆ. പഠിച്ചു വിശ്വസ്തയോടെ നിന്നത് കൊണ്ടാണ് ಹಾಗೆ ಎಲ್ಲವನ್ನ ಕಲಿತು ವಿಶ್ವಾಸ ಯೋಗ್ಯತೆಯಿಂದ ഏലിയാവ് ನಿಂತ ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടപ്പോൾ പോർഷൻ അനോയിന്റിങ് ദൈവം പകർന്നു. ಆಗ ಎಲೀಷನಿಗೆ 2ರಷ್ಟು ಅಭಿಷೇಕ നിനക്ക് ಬರ್ತಾ എന്തോ ಇದೆ. വേണമെന്ന് ചോദിച്ചപ്പോഴേ ನಿನಗೆ ಏನು ಬೇಕಂತ ಕೇಳಿದಾಗ നിന്നുള്ള ഇരട്ടി ആ പങ്ക് എനിക്ക് വേണം. അഭിഷേകത്തിന്റെ ശക്തി ಆ 2ರಷ್ಟು ಅಭಿಷೇಕ ನನಗೆ ಬೇಕು, ಆ ಶಕ್ತಿ ನನಗೆ ಬೇಕು ಎಂಬುದಾಗಿ ഇന്ന് ಹೇಳಿದ. പാൽക്കാലം ಇವತ್ತು ಬೆಳಗಿನ സഭയിൽ ಸಮಯದಲ್ಲಿ വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് ಸಭೆಯಲ್ಲಿ ഈ ವಿಶ್ವಾಸ ദിനങ്ങളിൽ ദൈവം ಯೋಗ್ಯತೆಯಿಂದ തന്റെ ನಿಲ್ಲುವವರಿಗೆ ശക്തി ದೇವರು ಈ ದಿವಸಗಳಲ್ಲಿ ಆತನ അത് ಶಕ್ತಿ, ഡബിൾ പോർഷൻ അനോയിന്റിങ് ആകി. ಅದು 2ರಷ್ಟು അത് ಶಕ್ತಿ വേലയുടെ മുഖത്ത് നിങ്ങളുടെ ಅದು ശുശ്രൂഷയുടെ മുഖത്ത് ಸೇವೆಯ ಮೇಘಲೆಯಲ್ಲಿ നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിലെ ನೀವಾಗಿರುವಂತಹ ദൈവം നിങ്ങളെ ಮಂಡಲದಲ್ಲಿ ഉപയോഗിക്കും. ದೇವರು ನಿಮ್ಮನ್ನು ಉಪಯೋಗಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അനേക വിശ്വസ്തന്മാരെ നമുക്ക് ഈ ബൈബിളിൽ നമുക്ക് കാണുവാൻ പറ്റും. ಅನೇಕ ವಿಶ್ವಾಸ ಯೋಗ್ಯರನ್ನು ಈ ಬೈಬಲ್ ನಲ್ಲಿ ನಾವು ನೋಡಬಹುದಾಗಿದೆ. ഞാനൊരു ചെറിയ സ്റ്റോറി പറഞ്ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ಒಂದು ಸಣ್ಣ ಕಥೆ ಹೇಳಿ ನಾನು വിശ്വസ്തതയുടെ പ്രതിഫലത്തെ കുറിച്ച്. ವಿಶ್ವಾಸ ಯೋಗ್ಯತೆ ನಂಬಿಗಸ್ತಿಕೆಯ ಪ್ರತಿಯಾಗಿ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേശത്തെ ವರ್ಷಗಳ ಹಿಂದೆ ಒಂದು ದೇಶದ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ಒಬ್ಬ ರಾಜನಿದ್ದ. രാജാവിന് പ്രായമാകും തോറും ರಾಜನಿಗೆ ಪ್ರಾಯವಾಗುತ್ತಿರುವ വളരെ ദുഃഖിതനായി കാണപ്പെടുകയാണ്. ಬಹಳ ದುಃಖದಲ್ಲಿ ಕಂಡನು. കാരണം തന്റെ ഭരണശേഷം ಯಾಕಂದ್ರೆ ತನ್ನ ഭരണശേഷം രാജ്യം ആർക്ക് കൊടുക്കുമെന്നായി. ಈ ರಾಜ್ಯವನ್ನು ಯಾರಿಗೆ ಆಳ್ಲಿಕ್ಕೆ ಕೊಡಬೇಕು ಎಂಬಂತಹ ವ್ಯತ್ಯೆಯೊಂದಿಗೆ ഒരു ദിവസം ಒಂದು ದಿವಸ ഈ രാജാവ് ಈ ರಾಜನು ആ രാജ്യത്തുള്ള ಆ ರಾಜ್ಯದಲ್ಲಿರುವ യൗവനക്കാരെ എല്ലാം കൂട്ടി വരുത്തി. ಎಲ್ಲ ಯವನಸ್ಥರನ್ನು മക്കളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ಮಕ್ಕಳೆಲ್ಲರೂ ಶ್ರದ್ಧೆಯಿಂದ ಈ ഈ ಮಾತುಗಳನ್ನು യൗവനക്കാരെ എല്ലാം കൂട്ടി വരുത്തി ಈ രാജാവ് ಯವನಸ್ಥರನ್ನೆಲ್ಲ ಕರೆದು ಸೇರಿಸಿದ. അവരോട് പറഞ്ഞു, ಅವರ ಹತ್ರ ಹೇಳಿದ, നിങ്ങൾ കാണുന്നത് പോലെ ನೀವು ನೋಡುವ ಹಾಗೆ എനിക്ക് പ്രായമായി, ನನಗೆ ಬಹಳ ಪ್ರಾಯ, ഞാൻ നിങ്ങളിൽ ഒരാളെ രാജാവാക്കാൻ പോവുകയാണ്. ನಾನು ನಿಮ್ಮಲ್ಲಿ ಒಬ್ಬನನ್ನು ರಾಜನಾಗಿ ಇಡ್ಲಿಕ್ಕೆ എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ಆದ್ರೆ ಒಂದು ವ್ಯವಸ್ಥೆ ಇದೆ. എല്ലാരും വിസ്മയിച്ച് രാജാവിനെ നോക്കിയാണ്. ಎಲ್ಲರೂ ಬಹಳ ಚಕಿತರಾಗಿ ರಾಜನನ್ನು ನೋಡ್ತಾ ಇದ್ದಾರೆ. ഞാൻ നിങ്ങൾക്ക് ഒരു ധാന്യം തരും, ನಾನು ನಿಮಗೆ ಒಂದು ಬೀಜವನ್ನು ಕೊಡ್ತೇನೆ, അത് ഓരോരുത്തരും കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് അത് കുഴിച്ചിടണം, നടണം. ಅದು ಎಲ್ಲರೂ ನೀವು ಮನೆಗೆ ತಕೊಂಡು ಹೋಗಿ ಅದನ್ನು ನಡಬೇಕಾಗಿದೆ. അടുത്ത വർഷം ಮುಂದಿನ ವರ್ಷ ഇതേ സമയം ಇದೇ ಸಮಯದಲ್ಲಿ വളർന്ന
പ്ലാന്റ് ನಿಮಗೆ ಆ ಬೆಳೆದಿರುವಂತ ಗಿಡ എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. ಅದು ನನಗೆ ತಗೊಂಡು ಬಂದು ನೀವು ತೋರಿಸ್ಬೇಕು. പ്ലാന്റിന്റെ വളർച്ച നോക്കിയായിരിക്കും ನಿಮ್ಮ ಆ ಗಿಡದ ಬೆಳವಣಿಗೆ ನೋಡಿ ನಾನು രാജാവ് ആരെന്ന് തീരുമാനിക്കുന്നത്. ರಾಜನ ಯಾರಾಗ್ತಾನೆ ಎಂಬುದಾಗಿ ತೀರ್ಮಾನ ಮಾಡಿ എല്ലാ യൗവനക്കാരും ധാന്യം മേടിച്ച വീട്ടിൽ മടങ്ങിപ്പോയി. ಎಲ್ಲ ಯವನಸ್ಥರು ಆ ಬೀಜವನ್ನು ತೆಗೆದುಕೊಂಡು ಮರಳಿ ಮನೆಗೆ ಹೋದರು. സ്പെഷ്യലായ രാജാവ് കൊടുത്തല്ലേ, അപ്പൊ സ്പെഷ്യൽ പോട്ടൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് കുഴിച്ചിട്ടു. ರಾಜನು ಕೊಟ್ಟಿರುವುದಾದ್ರಿಂದ ಒಂದು ಪ್ರತ್ಯೇಕವಾದಂತ ಪಾಟ್ ತಂದು ಅದರೊಳಗೆ ಅದನ್ನು ನಡ್ತಾ ಇದ್ದ. എന്നാൽ അതിൽ ഒരു യൗവനക്കാരന്, ಅದರಲ್ಲಿ ಒಬ್ಬ ಯವನಸ್ಥ, അവന്റെ പേര് പോൾ എന്നായിരുന്നു. പോൾ, ಅವನ ಹೆಸರು ಪೌಲ್ ಎಂಬುದಾಗಿ. നടന്ന കഥയെല്ലാം തന്റെ അമ്മയെ വന്ന് കേൾപ്പിച്ചു. ಅಲ್ಲಿ ನಡೆದಂತ ಕಥೆ ಎಲ್ಲ ತನ್ನ ತಾಯಿಗೆ ಬಂದು ಹೇಳಿದ. ആ അമ്മ അവനെ ധാന്യം കുഴിച്ചിടാൻ സഹായിച്ചു. ಅದು ಆ ಬೀಜವನ್ನು ಅದನ್ನ ನಡ್ಲಿಕ್ಕಾಗಿ ತನ್ನ ತಾಯಿಯು ಕೂಡ ಸಹಾಯ ಮಾಡ್ತಾ ಇದ್ದಾಳೆ. ആ സീഡിനെ ദിവസം പോയി വെള്ളം ഒഴിക്കുക എല്ലാം പോൾ ചെയ്യുമായിരുന്നു. ಆ ಬೀಜ ನಟ್ಟ ಮೇಲೆ ದಿವಸ ಅದನ್ನು ನೀರು ಹಾಕ್ಲಿಕ್ಕಾಗಿ ಅಮ್ಮನು ಕೂಡ ಸಹಾಯ ಮಾಡ್ತಾ ಇದ್ದಾಳೆ. കുറച്ചാഴ്ച കഴിഞ്ഞപ്പോൾ അവന്റെ ഫ്രണ്ട്സുകളെല്ലാം പറയാൻ തുടങ്ങി. ಕೆಲವು ವಾರಗಳು ಮುಗಿದ ನಂತರ ಅವನ ಮಿತ್ರರೆಲ್ಲ ಹೇಳಲಿಕ್ಕೆ ಪ್ರಾರಂಭ ಮಾಡಿದರು. അവരുടെ ധാന്യം മുളച്ചു, ಅವರ ಕೊಟ್ಟಿರುವಂತ ಬೀಜ ಮೊಳಕೆ ಒಡೆಯಿತು. എന്നാൽ പോളിന്റെ ധാന്യം മുളച്ചില്ല. ಆದ್ರೆ ಪೌಲನ ಧಾನ್ಯ ಬೀಜ ಇನ್ನುವರೆಗೂ ಮೊಳಕೆ ഒരു ಆಗಲಿಲ್ಲ. മാസം കഴിഞ്ഞപ്പോ ഫ്രണ്ട്സിന്റെ എല്ലാം ആ ധാന്യം പ്ലാന്റ് ആയി. ಒಂದು ತಿಂಗಳಾದಾಗ ಅವನ ಮಿತ್ರರ ಆ ಬೀಜ ಎಲ್ಲ ಒಳ್ಳೆ ಗಿಡವಾಗಿದೆ. ചിലർ പറഞ്ഞു അതിന് ഫ്ലവേഴ്സ് വന്നെന്ന്, ഫ്ലവറുകൾ വന്നെന്ന്. ಕೆಲವರು ಹೇಳಿದ್ರು ಕೆಲವು ದಿವಸಗಳ ನಂತರ ಹೂ ಬಿಟ್ಟಿತ್ತು. അവൻ വീട്ടിൽ വന്നേ പോൾ നോക്കിയാണ് അവന്റെ പോട്ട്. ಆದ್ರೆ ಪೌಲನು ಬಂದು ತನ್ನ ಗಡಿಗೆಯನ್ನು ನೋಡ್ತಾ ಇದ್ದಾನೆ, കാണാനില്ല. ಏನು ಕಾಣ್ಲಿಕ್ಕೆ. പോൾ നിരാശനായി. ಪೌಲಿಗೆ ಬಹಳ ನಿರಾಶೆ. ഞാൻ ഇതിൽ തോറ്റുപോയെന്ന് ചിന്തിച്ച് അവനിരുന്നു. ನಾನು ಇದರಲ್ಲಿ ಸೋತು ಹೋದೆ ಎಂಬುದಾಗಿ ಇದ್ದೆ. 10 മാസം കഴിഞ്ഞപ്പോഴേ 10 ತಿಂಗಳಾದಾಗ ആ കൂട്ടുകാരുടെ സംസാരം ഇപ്രകാരമായിരുന്നു. ಅಲ್ಲಿದ್ದಂತ ಬಂಧು ಮಿತ್ರರ ಮಾತುಕತೆ ಈ ರೀತಿಯಾಗಿ, അവരുടെ പ്ലാന്റിൽ നിന്ന് ഫ്രൂട്ട്സ് വരാൻ തുടങ്ങി. ಅವರ ಗಿಡದಿಂದ ಎಲ್ಲ ಹಣ್ಣುಗಳು ಹಂಪಲಗಳು പോൾ വളരെ ഹൃദയവേദനയോടുകൂടി ಪೌಲನು ಬಹಳ ಹೃದಯ ನೋವಿನ ധൈര്യഹീനനായിരിക്കുകയാണ്. ಧೈರ್ಯಹೀನನಾಗಿ ಇದ್ದಾನೆ. അവൻ ചിന്തിച്ചു, ಅವನು ಈ ರೀತಿ എന്റെ സീഡിന് ഒരു ജീവനുമില്ല, ನನ್ನ ಈ ಕೊಟ್ಟಂತ ಬೀಜಕ್ಕೆ ಯಾವ ಜೀವನೇ അത് ಬರಲಿಲ್ಲ, ചത്തുപോയി എന്ന്. ಅದು ಸತ್ತು ಹೋಯಿತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അപ്രകാരം ഇരിക്കുന്ന സമയത്താണ് രാജാവ് വിളിക്കുന്നത്. ಆ ಸಮಯದಲ್ಲಿ ರಾಜನು ಕೂಡ ಕರೀತಾ രാജാവ് ಇದ್ದಾನೆ. 10 മാസം, എത്ര മാസം കൊടുത്തത്? 10 ತಿಂಗಳು. ಎಷ್ಟು ತಿಂಗಳು ಕೊಟ್ಟಿದ್ದ ರಾಜನು? 10 മാസമാണ് കൊടുത്തത്. 10 ತಿಂಗಳು ಕೊಟ್ಟಿದ್ದ. രാജാവ് എല്ലാരെയും കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്. ರಾಜನ ಎಲ್ಲರಿಗೂ ಈಗ ಅರಮನೆಯಲ್ಲಿ ಕರೀತಾ ಇದ್ದ. അവന്റെ പോള് പേടിച്ച് അമ്മയോട് പറഞ്ഞു, ಈಗ ಪೌಲನು ಹೆದರಿ ತಾಯಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾನೆ, രാജാവിന്റെ എംറ്റി പോട്ട് കണ്ടാലേ ಈ ರಾಜನು ನನ್ನ ಖಾಲಿಯಾದಂತ ಪಾಟ್ ನೋಡಿ എന്നെ കൊല്ലും, ನನ್ನನ್ನು ಕೊಂದೇ ಬಿಡ್ತಾನೆ. അതുകൊണ്ട് ഞാൻ കൊട്ടാരത്തിൽ പോകത്തില്ല. ಆದ್ರಿಂದ ನಾನು ಅರಮನೆಗೆ ಹೋಗುವುದಿಲ್ಲ. എന്നാലേ ಆದರೆ ആ മാതാവ് പറഞ്ഞു, ಆದ್ರೆ ಆ ತಾಯಿ ಹೇಳ್ತಾ നല്ല ഉപദേശം ആ പോളിന് പറഞ്ഞു കൊടുത്തു. ಒಳ್ಳೆ ಉಪದೇಶ ಆ ಮಗನಿಗೆ ಹೇಳಿ നീ ಕೊಡ್ತಾ, രാജാവിനെ അനുസരിക്കണം, ನೀನು ರಾಜನ ಹೇಳಿದ ಪ್ರಕಾರ ನೀನು ನಡಿಬೇಕು, ഞാൻ ഇതിന് സാക്ഷിയാണ്. ನಾನು ಇದಕ್ಕೆ ആ ಸಾಕ್ಷಿಯಾಗಿದ್ದೆ. സീഡ് കൊണ്ടുവന്ന സമയം മുതലേ ನೀನು ಆ ಬೀಜವನ್ನು ತಂದ നീ ಸಮಯದಿಂದ വളരെ സൂക്ഷ്മതയോടെ ನೀನು ಬಹಳ ಜಾಗರೂಕತೆ അതിനെ പരിപാലിച്ച വിധം ಅದನ್ನ ನೋಡಿಕೊಂಡಂತ എനിക്കറിയാം. ನನಗೆ ಗೊತ್ತಿದೆ. നീ പേടിക്കണ്ട, ನೀನು ಹೆದರಬೇಡ. രാജാവിനോട് ധൈര്യമായി പറയുക, ನೀನು ಧೈರ್ಯದಿಂದ ರಾಜನಿಗೆ ಹೇಳು, ധാന്യം മുളച്ചില്ലെന്ന് പറഞ്ഞാൽ മതി. ನೀನು ಹೋಗಿ ಹೇಳು ಬೀಜ ಮೊಳಕೆ ಒಡೆದಿಲ್ಲ. അമ്മയുടെ വാക്കിനെ അനുസരിച്ച് ಅಮ್ಮನ ಮಾತನ್ನು ಕೇಳಿ ವಿಧೇಯನಾಗಿ മകൻ രാജധാനിയിലെത്തി. ಅವನು ಆ ಅರಮನೆಗೆ ആ പാലസിലെത്തി. ಆ ಅರಮನೆಗೆ ಹೋದಾಗ ദൂരെ നിന്ന് അവൻ കണ്ടു ದೂರದಿಂದ ನೋಡಿ വലിയ മരങ്ങളും പ്ലാന്റുകളും ഫ്രൂട്ട്സുകളുമായി ഫ്രണ്ട്സ് എല്ലാം നിൽക്കുകയാണ്. ಎಲ್ಲ ಅವನ ಮಿತ್ರರೆಲ್ಲರೂ ದೊಡ್ಡ ದೊಡ್ಡ ಗಿಡಗಳೊಂದಿಗೆ ಅಲ್ಲಿ ಫಲಗಳೊಂದಿಗೆ ನಿಂತಂತ അവനൊരു ದೃಶ್ಯವನ್ನು തൂണിന്റെ ನೋಡ್ತಾ മറവിൽ പോയി പോയി നിൽക്കുകയാണ്. ಅವನು ಒಂದು ಕಂಬದ ಬದಿಯಲ್ಲಿ ಹೋಗಿ ಮುಚ್ಚಿ ನಿಂತಿದ್ದ. ആരും കാണാത്ത വിധം നിൽക്കുകയാണ്. ಯಾರು ನೋಡದಂತ ನೆಲೆಯಲ್ಲಿ എല്ലാരും പോളിനെയും അവന്റെ ശൂന്യമായ പോട്ടിനെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. ಎಲ್ಲರೂ ಪೌಲನನ್ನು ನೋಡಿ ಅವನ ಶೂನ್ಯವಾದಂತ ಆ ಪಾಟ್ ಅನ್ನು ನೋಡಿ ಅವನನ್ನು ಹಾಸ್ಯ ಮಾಡ್ತಾ ಇದ್ದಾರೆ. അവന് വേദന സഹിക്കാൻ പറ്റിയില്ല. ಅವನಿಗೆ ನೋವು ಸಹಿಸಲಿಕ್ಕೆ ഇതേ സമയം ಅದೇ ಸಮಯ രാജാവും കുടുംബവും പ്ലാന്റ് കാണുവാനായി ഇറങ്ങി വരികയാണ്. ರಾಜನು ಮತ್ತು ಕುಟುಂಬ ಇಳಿದು ಬರ್ತಾ ಇದ್ದಾರೆ ಇದನ್ನೆಲ್ಲ ನೋಡ್ಲಿಕ್ಕೆ. അപ്പൊ രാജാവും കുടുംബവും ഇങ്ങനെ ഓരോരുത്തരുടെ പ്ലാന്റ് ഇങ്ങനെ നോക്കി നോക്കി വരികയാണ്. ಆ ರಾಜನು ಕುಟುಂಬವು ಸೇರಿಕೊಂಡು ಎಲ್ಲರ ಗಿಡಗಳನ್ನು ನೋಡ್ತಾ ದಾಟಿ ಹೋಗ್ತಾ രാജാവിൽ ಇದ್ದಾರೆ. നിന്ന് മറഞ്ഞു പോൾ ഒരു സൈഡിൽ നിൽക്കുകയാണ്. ರಾಜನಿಂದ ಮುಚ್ಚಿಕೊಂಡು ಪೌಲನು ಒಂದು ಬದಿಗೆ ನಿಂತಿದ್ದಾನೆ. നിങ്ങൾ എല്ലാവരും നല്ല
പ്ലാന്റുകൾ ഫ്രൂട്ട്സുകളും എല്ലാം കൊണ്ടുതരിക പറഞ്ഞ് രാജാവ് എല്ലാവരും നല്ല നല്ല അഭിനന്ദനങ്ങൾ പറയുകയാണ്. ರಾಜನಾಗ ಎಲ್ಲರೂ ನೀವು ಒಳ್ಳೆ ಗಿಡಗಳನ್ನು ತಂದಿದ್ದೀರಾ, ನೀವು ಒಳ್ಳೆ ಕಾರ್ಯಗಳನ್ನು ಮಾಡಿದ್ದೀರಾ ಎಂಬುದಾಗಿ ಪ್ರಶಂಸಿಸ್ತಾ ಇದ್ದಾನೆ. എന്നാൽ എന്നെ അനുവദിച്ചാലും രാജാവ് പറയുകയാണ്, ಆದರೆ ನನ್ನನ್ನು ಅನುಮತಿಸುವುದಾದರೆ ആരാണ് രാജാവാകാൻ പോകുന്ന വ്യക്തി? ಯಾರು ಇಲ್ಲಿ ರಾಜನಾಗ್ಲಿಕ್ಕಿರುವಂತ ವ್ಯಕ್ತಿ? എല്ലാരും ചിന്തിച്ചു ഞാനായിരിക്കുമെന്ന് ചിന്തിച്ചു. ಎಲ್ಲರೂ ಚಿಂತಿಸ್ತಾ ಇದ್ದಾರೆ ನಾನಾಗಿರಬಹುದು ಎಂಬುದಾಗಿ. രാജാവ് ഓരോരോ പ്ലാന്റുകൾ കാണുവാൻ തുടങ്ങി. ರಾಜನು ಒಂದೊಂದು ಗಿಡಗಳನ್ನು ನೋಡ್ತಾ ಇದ್ದ. പെട്ടെന്ന് രാജാവ് ഒരു യൗവനക്കാരനെ ಪಕ್ಕನೆ ರಾಜನು ಒಬ್ಬ ಯವನಸ್ಥನು ഒരു തൂണിന്റെ മറവിൽ മറഞ്ഞു നിൽക്കുന്നത് കണ്ടു. ಒಂದು ಕಂಬದ ಬದಿಯಲ್ಲಿ ಮುಚ್ಚಿ ನಿಂತಿರುವುದನ್ನು അവൻ ആ ನೋಡಿದ. മകന്റെ കൈ പിടിച്ചു മുന്നോട്ട് നടക്കുകയാണ്. ಆ ಮಗನ ಕೈ ಹಿಡಿದು ಅವನ ಮುಂದಕ್ಕೆ ನಡೀತಾ ಇದ್ದಾನೆ. ആ യൗവനക്കാരൻ ചിന്തിച്ച് ഇന്ന് എന്റെ കഥ തീർന്നു. ಆ ಯವನಸ್ಥನು ತಿಳ್ಕೊಂಡ ಇವತ್ತು ನನ್ನ ಕತೆ ಮುಗಿಯಿತು, ഇതെന്റെ ലാസ്റ്റ് ദിവസമാണ്. ಇವತ್ತು ನನ್ನ ಕೊನೆಯ താൻ ದಿವಸ. വിറയ്ക്കാൻ തുടങ്ങി. ಅವನು ನಡಗಲಿಕ್ಕೆ ಪ್ರಾರಂಭವಾದ. രാജാവ് സിംഹാസനത്തിൽ ഇരുന്നു. ರಾಜನು ಸಿಂಹಾಸನ ಮೇಲೆ ಹೋಗಿ അടുത്ത് നിൽക്കുന്ന യൗവനക്കാരനോട്, ಆ ಹತ್ತಿರ ನಿಂತಂತ ಯವನಸ್ಥನ നിന്റെ പേരെന്ത്? ನಿನ್ನ ಹೆಸರೇನು? വളരെ ഭയത്തോടെ ಬಹಳ ಭಯದೊಂದಿಗೆ പോൾ എന്ന് അവൻ പറഞ്ഞു. ಪೌಲ್ ಎಂಬುದಾಗಿ അവൻ ಹೇಳಿದ. തല ഭൂമിയോളം താഴ്ത്തി കുനിഞ്ഞു നിന്നു. ಅವನು ತನ್ನ ತಲೆಯನ್ನು ಭೂಮಿಯಷ್ಟು ಕೆಳಗೆ ಇಟ್ಟು ನಿಂತಿದ್ದಾನೆ. മറ്റുള്ളവർ അവനെ കളിയാക്കാൻ തുടങ്ങി. ಅವನು ಅಲ್ಲಿದ್ದವರು ಎಲ್ಲರೂ ಅವನನ್ನು ನೋಡಿ ಹಾಸ್ಯ പെട്ടെന്ന് ಮಾಡ್ತಾ രാജാവ് ಇದ್ದಾರೆ. സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ಅಲ್ಲಿಂದ ಸಿಂಹಾಸನದಿಂದ ರಾಜನು ಎದ್ದು തന്റെ വലത് കരം പിടിച്ച് ಅವನ ಬಲ ಕೈಯನ್ನು ಹಿಡಿದು ഇപ്രകാരം പറഞ്ഞു, ಈ ರೀತಿ ಹೇಳಿದನು, എന്റെ ശേഷം ನನ್ನ ನಂತರ ഈ യൗവനക്കാരനായിരിക്കും, ಈ ಯವನಸ್ಥನಾಗಿ പോൾ ആയിരിക്കും ಪೌಲನಾಗಿದ್ದ രാജാവാകുന്നത്. ರಾಜನೆಂಬುದಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അവന്റെ ചെവികളെ വിശ്വസിക്കാൻ പറ്റിയില്ല. ಅವನ ಕಿವಿ ನಂಬಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. എന്താ കാര്യമെന്നറിയാമോ? ಏನು ಕಾರ್ಯ ಗೊತ್ತಾ? രാജാവ് ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ರಾಜನು ಹೀಗೆ ಹೇಳಿದ ನಂತರ രാജാവ് പറയുകയാണ്, ರಾಜನು ಹೇಳ್ತಾ ಇದ್ದ, കഴിഞ്ഞ ഒരു വർഷത്തിനു മുമ്പേ ಒಂದು ವರ್ಷದ ಹಿಂದೆ ഞാൻ നിങ്ങൾക്ക് തന്ന ആ ധാന്യമുണ്ടല്ലോ, ನಿಮಗೆ ಕೊಟ್ಟಂತಹ ಬೀಜ ಇದೆಯಲ್ಲ, അത് പുഴുങ്ങിയതായിരുന്നു. ಅದು ಬೇಯಿಸಿದಂತ അത് ಬೀಜವಾಗಿದೆ. മുള വരുവാൻ സാധ്യമേ ഇല്ല. ಅದು ಮೊಳಕೆ ಬರಲಿಕ್ಕೆ ಸಾಧ್ಯವೇ ಇಲ್ಲ. നിങ്ങളെല്ലാവരും ನೀವೆಲ್ಲರೂ ഞാൻ തന്ന ധാന്യം ನಾನು ಕೊಟ್ಟಂತ ಬೀಜ കിളുക്കാതെ വന്നപ്പോഴേ ನೀವು ಅದನ್ನು ಬೀಜ ಅದು ಮೊಳಕೆ ಬಾರದೆ വേറെ ധാന്യം കൊണ്ടിട്ടിട്ട് പുളപ്പിച്ചു. ಬೇರೆ ಬೀಜವನ್ನು ತಂದು ಆ ಪಾಟ್ನಲ್ಲಿ ಹಾಕಿ ಮೊಳಕೆ ಬರಿಸಿ. നിങ്ങളിൽ എല്ലാരിലും ನಿಮ್ಮ ಎಲ್ಲದರಲ್ಲಿಯೂ പോൾ വിശ്വസ്തനെന്ന് ഞാൻ എണ്ണിയിരിക്കുകയാണ്. ಪೌಲನು ವಿಶ್ವಾಸ ಯೋಗ್ಯನು ನಂಬಿಗಸ್ತನು എന്റെ ಎಂಬುದಾಗಿ ഹൃദയത്തിലെ രാജാവ് ಎಣಿಸಿದ್ದೇನೆ. പറയാണ്, എന്റെ ഹൃദയത്തിലെ ആഗ്രഹം ರಾಜನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ನನ್ನ ಹೃದಯದ ಆಶೆ എന്റെ ജനത്തെ നയിക്കുവാന് ನನ್ನ ಜನರನ್ನು ನಡೆಸಲಿಕ್ಕೆ വിശ്വസ്തനായ ഒരു വ്യക്തി വേണമെന്നായിരുന്നു. ನಂಬಿಗಸ್ತನಾದ ವ್ಯಕ್ತಿ ಇದು ನನಗೆ പറഞ്ഞിട്ട് ಬೇಕು. ಇದನ್ನು ಹೇಳಿ രാജാവ് തന്റെ കിരീടം ರಾಜನು ತನ್ನ ಕಿರೀಟವನ್ನು പോളിന്റെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. ಪೌಲನ ತಲೆಯ ಮೇಲೆ ಇಟ್ಟನು. എല്ലാരും ലജ്ജിച്ച് തല താഴ്ത്തുകയുണ്ട്. ಎಲ್ಲರೂ ಲಜ್ಜೆಯಿಂದ ತಲೆ ಕೆಳಗೆ ಹಾಕಿದರು. ഭയത്തോടെ നിന്നു. ಭಯದೊಂದಿಗೆ ನಿಂತು വചനം പറയുന്നത് ವಾಕ್ಯ ಹೇಳ್ತಾ ಇದೆ. 85:11 സാംസ് ചാപ്റ്റർ 85 ಕೀರ್ತನೆ 85 ಅದರ 11ನೇ ವಾಕ್ಯ. Psalms 85 verse 11. ಕೀರ್ತನೆ 85. ಯೆಹೋವ ದೇವರು ಸೂರ್ಯನು ಗುರಾಣಿಯೂ ಆಗಿದ್ದಾನೆ. ಆಮೆನ್. ಯೆಹೋವನ ಕೃಪೆಯು ಘನವನ್ನು ಅನುಗ್ರಹಿಸುವನು. ആമേൻ. വിശ്വസ്തത ഭൂമിയിൽ നിന്ന്, ನಂಬಿಗಸ್ತರು ಭೂಮಿಯಿಂದ, നീതി സ്വർഗത്തിൽ നിന്ന്. ನೀತಿ ಸ್ವರ್ಗದಿಂದ. അല്പത്തിൽ വിശ്വസ്തനായിരുന്നാലേ ಸ್ವಲ್ಪದರಲ್ಲಿ അധികത്തിൽ ನಂಬಿಗಸ್ತರಾಗುವಾಗ വിചാരകനാക്കും. ಆ ದೊಡ್ಡದರಲ್ಲಿ അപ്പോളിനെ ഏൽപ്പിച്ച ದೊಡ್ಡ കാര്യത്തിൽ, ಕಾರ್ಯಗಳಲ್ಲಿ ಆತನ പോളിനെ ನಡೆಸುತ್ತಾನೆ. ഏൽപ്പിച്ച കാര്യത്തില് ಪೌಲನಿಗೆ ಕೊಟ್ಟಂತ ಕಾರ್ಯ അതിനകത്ത് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോയില്ല. ಅದರಲ್ಲಿ ಹೆಚ್ಚಿಗೆ ಮಾಡುವುದಕ್ಕೋ ಕಡಿಮೆ ಮಾಡುವುದಕ್ಕೋ ಹೋಗಿಲ್ಲ. തന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തനായിരുന്നു. ತನಗೆ ಕೊಡಲ್ಪಟ್ಟದ್ರಲ್ಲಿ പ്ലാന്റ് ವಿಶ್ವಾಸ വന്നില്ല ಯೋಗ್ಯನಾದ. വന്നിಲ್ಲ. ಗಿಡ ಬಂದಿಲ್ಲ ಆದ್ರೆ എന്നാൽ ಬಂದಿಲ್ಲ. രാജാവിന് അറിയായിരുന്നു രാജാവ് എന്താ കൊടുത്തെന്ന്. ರಾಜನಿಗೆ ಗೊತ್ತಿತ್ತು ಅವನು ಏನು ಕೊಟ್ಟಿದ್ದಾನೆ. നമ്മളെ ഏൽപ്പിച്ചതിലും ನಮಗೆ ಕೊಡಲ್ಪಟ್ಟದ್ದು, നമ്മളെ ഹല്ലേലൂയ വചനമായിരിക്കും മറ്റുള്ളവർ പറയാന്. ನಮಗೆ ಕೊಡಲ್ಪಟ್ಟದ್ದು ವಾಕ್ಯವಾಗಿರಬಹುದು, ಇನ್ನೊಬ್ಬರಿಗೆ ഉള്ളതുപോലെ ಹೇಳಲಿಕ್ಕೆ. പറയുക. ಅದು ಇದ್ದ ಹಾಗೆ ನಾವು അതിനകത്ത് ಹೇಳಬೇಕು. ഒന്നും കൂട്ടുകയും കുറയ്ക്കുകയും വേണ്ട. ಅದರಲ್ಲಿ ನಾವು ಹೆಚ್ಚಿಸುವುದು ಬೇಡ, നമ്മുടെ ಕಡಿಮೆ ಮಾಡುವುದು സാക്ഷ്യമായിരിക്കും. ಬೇಡ. ನಮ್ಮ ಸಾಕ್ಷಿಯಾಗಿರಬಹುದು. എന്നെ വിടുവിച്ച എന്റെ യേശുവിന്റെ സാക്ഷ്യമായിരിക്കും. ನನ್ನನ್ನು ಬಿಡುಗಡೆ ಮಾಡಿದಂತ ಯೇಸುವಿನ ಸಾಕ್ಷಿ ആ ಇರಬಹುದು. സാക്ഷി ഉള്ളതുപോലെ മറ്റുള്ളവരോട് ಆ പറയുക. ಸಾಕ್ಷಿ ಇದ್ದ ಹಾಗೆ ಇನ್ನೊಬ್ಬರಿಗೆ ನಾವು ഇന്ന് ಹೇಳಬೇಕು. നിന്റെ ലെവല് മാറിക്കാണും. ಇವತ್ತು ನಿನ್ನ ನೆಲೆಗೆ ഇന്ന് ವ್ಯತ್ಯಾಸ, നിന്റെ അവസ്ഥകൾ മാറിക്കാണും. ಇವತ್ತು ನಿನ್ನ ಅವಸ್ಥೆಗಳಿಗೆ ವ್ಯತ್ಯಾಸ ഒരിക്കലും നീ എവിടുന്ന് നിന്നെ പറിച്ചെടുത്തു എന്ന് ಎಲ್ಲಿಂದ ನಿನ್ನನ್ನು ಕಿತ್ತ ಹಚ್ಚಿದ್ದಾರೋ ഒരിക്കലും നീ മറക്കല്ലേ. ಯಾವತ್ತಿಗೂ ನೀನು നിന്നെ ಮರಿಬೇಡ. ഏത് ചേറ്റുതല്ലത്തിൽ നിന്ന് വലിച്ചെടുത്തോ ಎಲ್ಲಿಂದ ನಿನ್ನನ್ನು ಕಿತ್ತ ഇന്ന് ಹಚ್ಚಿದ್ದ ദൈവം എവിടെ ആക്കിയിരിക്കുന്നു ಇವತ್ತು ಎಲ್ಲಿ അത് ದೇವರು ನಿನ್ನನ್ನು മറ്റുള്ളവരോട് ಇಟ್ಟಿದ್ದಾರೋ, പറയാൻ നീ മടിക്കരുത്. ಅದು ಇನ್ನೊಬ್ಬರಿಗೆ ಹೇಳಲಿಕ್ಕೆ ನೀನು എന്നാൽ ಸರಿಯಬೇಡ. മാത്രമേ
ಹಾಗಾದ್ರೆ ಮಾತ್ರ വിശ്വസ്തന്മാരെ ദൈവം ഉന്നതങ്ങളിൽ ഹല്ലേലൂയ മാനിക്കുന്ന ദൈവം. ವಿಶ್ವಾಸ ಯೋಗ್ಯರನ್ನು ದೇವರು ಮಾನಿಸಲಿಕ್ಕಿದ್ದಾನೆ. ദൈവം തക്ക സമയത്ത് തന്നെ ധനത്തിനൊത്തവണ്ണം മാനിക്കുന്നവൻ. ದೇವರು ತಕ್ಕ ಸಮಯದಲ್ಲಿ ತನ್ನ ಐಶ್ವರ್ಯದ ಹಾಗೆ ನಿನ್ನನ್ನು ಮಾನಿಸುತ್ತಾನೆ. സഭയിൽ ഈ ദിവസങ്ങളിൽ ദൈവം വലിയവ ചെയ്തെടുക്കും. ಈ ದಿವಸಗಳಲ್ಲಿ ಸಭೆಯಲ್ಲಿ ದೊಡ್ಡ ಕಾರ್ಯಗಳನ್ನು ಮಾಡಲಿಕ್ಕಿದ್ದಾನೆ. നമ്മളെ ദൈവം നോക്കുകയാണ്. ದೇವರು ನಮ್ಮನ್ನು ನೋಡ್ತಾ കൊടുത്ത ಇದ್ದಾನೆ. സമയത്തിൽ നമ്മൾ വിശ്വസ്തരാണോ? ನಾವು ಕೊಟ್ಟಂತ ಕಾರ್ಯದಲ್ಲಿ കൊടുത്ത ವಿಶ್ವಾಸರಾಗಿದ್ದೇವೆ. താലന്തിൽ നമ്മൾ വിശ്വസ്തരാണോ? ಕೊಟ್ಟಂತ ತಲಾಂತುಗಳಲ್ಲಿ കൊടുത്ത പണത്തിന് നമ്മൾ വിശ്വസ്തരാണോ? ಕೊಟ್ಟಂತ ಹಣದಲ್ಲಿ ನಾವು ನಂಬಿಗಸ್ತರಾಗಿದ್ದೇವೆ. കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സമയം വരുന്നുണ്ട്. ಎಲ್ಲದಕ್ಕೆ ಲೆಕ್ಕ ಕೊಡುವಂತ ಒಂದು ಸಮಯ. ആ സമയത്ത് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? ಆ ಸಮಯದಲ್ಲಿ ನಮ್ಮ ಕೈಗಳು ആ ಬಲಪಟ್ಟಿರುತ್ತವೆ. നീതിയോടെ ന്യായം വിധിക്കുന്ന യേശു വരാൻ വേഗം വരികയാണ്. ಆ ನೀತಿಯನ್ನು ಸ್ಥಾಪಿಸಲಿಕ್ಕಾಗಿ ಯೇಸು ಬೇಗನೆ ಬರುವವನು. നമ്മൾ വിശ്വസ്തയോടെ നിന്ന് ನಾವು ನಂಬಿಗಸ್ತಿಕೆಯೊಂದಿಗೆ നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളെ ನಮಗೆ ಕೊಡಲ್ಪಟ್ಟಂತ വേഗം നമുക്ക് ചെയ്തു തീർക്കാം. ಕರ್ತವ್ಯದಲ್ಲಿ ಬೇಗನೆ ನಾವು ಮುಗಿಸಬೇಕು. ദൈവമായ കർത്താവ് വചനത്താൽ നമ്മളെ ಈ അനുഗ്രഹിക്കുമാറാകട്ടെ. ವಾಕ್ಯಗಳ ಮೂಲಕವಾಗಿ ಕರ್ತನು ನಮ್ಮನ್ನು ಅನುಗ್ರಹಿಸಲಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ಜೋರಾದ ಚಪ್ಪಾಳೆಯೊಂದಿಗೆ ದೇವರ ನಾಮವನ್ನು ಮಹಿಮೆ ಪಡಿಸುವ. ಹಲ್ಲೆಲೂಯಾ. ಥ್ಯಾಂಕ್ ಯು ಜೀಸಸ್. ರೇಖಲಾರವ ಶಂಧರೇ ನಮನ.